ഹായ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. കുറച്ച് നാളുകളായി ഞാൻ എൻ്റെ ലൈഫിലെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള സമയങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. എല്ലാം ശരിയാകുമെന്നുള്ള പ്രതീക്ഷയിലാണ്. നിങ്ങൾക്ക് നല്ലത് മാത്രമേ വരുള്ളൂ. നമുക്കൊരു നല്ല കഥ കേൾക്കാം. ഒന്ന് ലൈക്ക് ചെയ്ത് കണ്ടോളൂ. കഥയുടെ തുടക്കത്തിൽ തന്നെ CPO സുരേന്ദ്രൻ സ്റ്റേഷനിലെ ഭിത്തിയിൽ തൂക്കിയിരിക്കുന്ന ക്ലോക്കിലേക്ക് നോക്കി. സമയം 5:50. ഡ്യൂട്ടി തീരാൻ ഇനിയും 10 മിനിറ്റ് കൂടി ബാക്കിയുണ്ട്. ഇന്നലെ വൈകിട്ട് തുടങ്ങിയ പാറാവ് ഡ്യൂട്ടിയാണ്. ഇന്ന് രാവിലെ 6 മണി വരെയാണ് ഡ്യൂട്ടി. 6 മണിക്ക് ചേഞ്ച് തരാനായി CPO സുമേഷാണ് വരുന്നത്. അവൻ്റെ കാര്യത്തിൽ ടെൻഷൻ വേണ്ട. സാധാരണ രീതിയിൽ 6 മണിക്ക് തന്നെ സുമേഷ് എത്താറുണ്ട്. സുരേന്ദ്രൻ സാറേ, ഒന്ന് നോക്കിക്കോണേ, ഫ്രഷായിട്ട് ഇപ്പോൾ വരാം. GD കയറിയ സീനിയർ CPO രഘുവരൻ സാറാണ്. വയർലെസ് സെറ്റ് വെച്ച് ചെയ്യുന്ന കാര്യമാണ് പറഞ്ഞത്. ഇന്നലെ പുള്ളിക്കാരനൊരു മോഷണവും ഒരു കഞ്ചാവും കിട്ടി. അതൊക്കെ GD, അതായത് ജനറൽ ഡയറി, അതിലേക്കാക്കി FIR എഴുതി തയ്യാറാക്കി CI സാറിൻ്റെ മേശപ്പുറത്ത് വച്ചിട്ടുള്ള വരവാണ്. സുരേന്ദ്രൻ വയർലെസ് സെറ്റ് എടുത്ത് ബെൽറ്റിൽ കൊളുത്തി. സാട്ടയ്ക്ക് ജില്ലാ പോലീസ് മേധാവിക്കുള്ള ദൈനംദിന റിപ്പോർട്ട്. സമയമാകുന്നതേയുള്ളൂ. ക്ലോക്കിൽ 6 മണിയായെന്നറിയിച്ച് കിളിനാദം. സുമേഷിനെ കാണുന്നില്ലല്ലോ, എന്തു പറ്റിയോ, ഒന്ന് വിളിച്ചു നോക്കാം. സുരേന്ദ്രൻ മേശപ്പുറത്ത് വെച്ചിരുന്ന ഫോൺ എടുക്കാൻ കൈ നീട്ടിയതും വയർലെസ് സെറ്റ് ശബ്ദിച്ചു. മേലുമുക്ക് PS ഡെൽറ്റ കോളിംഗ്. ദൈവമേ, DYSP സാർ വിളിക്കുന്നല്ലോ, എന്താണാവോ ഈ വെളുപ്പാങ്കാലത്ത്? മേലുമുക്ക് PS ആൻസറിങ് സാർ. CIയോട് എൻ്റെ പേഴ്സണൽ നമ്പറിലേക്ക് വിളിക്കാൻ പറയാം, അത്യാവശ്യമാണ്. ശരി സാർ, ഓവർ. സുരേന്ദ്രൻ ഉടൻ തന്നെ ഫോണെടുത്ത് CI യതീന്ദ്രനെ വിളിച്ച് വിവരം പറഞ്ഞു. എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. രഹസ്യ സ്വഭാവമുള്ള എന്തോ ആണ്. അതാണ് ഫോണിൽ വിളിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അല്ലെങ്കിൽ വയർലെസ്സിലൂടെ നിർദ്ദേശം വരത്തേയുള്ളൂ. എന്താ ഇത്ര വലിയ ആലോചന സുരേന്ദ്രൻ സാറേ? കോൺസ്റ്റബിൾ സുമേഷാണ്. ഓ, നീ എത്തിയോ? എന്തോ പ്രശ്നമുണ്ട് സുമേഷേ. DYSP അദ്ദേഹം യതീന്ദ്രൻ സാറിനോട് ഫോണിൽ വിളിക്കാൻ പറഞ്ഞിരിക്കുന്നു. ഓ, എന്നാൽ എന്തോ അലമ്പ് കേസാകും സാറേ. ശരി സുമേഷേ, ഞാൻ റെസ്റ്റ് റൂമിലുണ്ടാവും. വയർലെസ് സെറ്റ് രഘുവരൻ സാറിനെ ഏൽപ്പിച്ചേക്കണേ. വീട്ടിൽ പോകുന്നില്ല സാറേ? ഇല്ല സുമേഷേ, ഇന്നൊരു സമൻസ് ഉണ്ട്, അത് കൊടുക്കാൻ പോകണം. സുരേന്ദ്രൻ റെസ്റ്റ് റൂമിലേക്ക് പോയി. അല്പം കഴിഞ്ഞതും രഘുവരൻ സാറ് എത്തി സുമേഷിൻ്റെ കയ്യിൽ നിന്നും സെറ്റ് വാങ്ങിക്കവേ അയാൾ പറഞ്ഞു, പണിയായല്ലോ സുമേഷേ. എന്തു പറ്റി സാർ? ഇന്നലെ രാത്രി 11-ാം മൈലിൽ ഒരു ആക്സിഡന്റ് നടന്നിരിക്കുന്നു. 2 യുവാക്കൾ സഞ്ചരിച്ചിരുന്ന ബൈക്കിൽ ഏതൊരു വാഹനമിടിച്ചു. ഒരാൾ മരിച്ചു, ഒരാൾ ഗുരുതര പരിക്കുകളോടെ ആശുപത്രിയിലാണ്. നമ്മൾ ഇപ്പോഴാണോ അറിഞ്ഞത് സാർ? അതേ സുമേഷേ, ഇപ്പോൾ യതീന്ദ്രൻ സാർ വിളിച്ചപ്പോഴാണ് കാര്യം അറിയുന്നത്. എന്നിട്ട് ആ വാഹനം കിട്ടിയോ? ഇല്ല, ഇടിച്ച വാഹനം നിർത്താതെ പോയി. അപ്പോൾ പണിയാകുമല്ലോ രഘുവരൻ സാറേ. നമ്മുടെ 2 പേര് അങ്ങോട്ട് പോയിട്ടുണ്ട്. അവർ വന്നാലേ വിശദ വിവരങ്ങൾ അറിയൂ. പറഞ്ഞുകൊണ്ട് രഘുവരൻ സ്റ്റേഷന്റെ അകത്തേക്ക് നടന്നു. അരമണിക്കൂർ കഴിഞ്ഞതും CI യതീന്ദ്രൻ സ്റ്റേഷനിലേക്ക് എത്തി. അപ്പോഴേക്കും സ്റ്റേഷനിലെ ഡ്യൂട്ടിക്കാരിൽ ഭൂരിഭാഗം പോലീസുകാരും എത്തിയിരുന്നു. അവരെയെല്ലാം CI തൻ്റെ ഓഫീസ് റൂമിലേക്ക് വിളിപ്പിച്ചു. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സാർ. നമ്മുടെ പരിധിയിൽപ്പെട്ട 11-ാം മൈലിൽ ഇന്ന് വെളുപ്പിനൊരു ആക്സിഡന്റ് നടന്നിരിക്കുന്നു. ഒരു ബൈക്കിൽ വന്ന 2 ചെറുപ്പക്കാരാണ് അപകടത്തിൽപ്പെട്ടത്. ഒന്ന് നിർത്തി അദ്ദേഹം തുടർന്നു. ബൈക്കിലുണ്ടായിരുന്ന 2 പേരിൽ ഒരാൾ മരിച്ചു, മറ്റേയാൾ സീരിയസാ. ഇടിച്ച വാഹനം നിർത്താതെ പോയിരിക്കുന്നു. ആ വാഹനം ഏതെന്ന് കണ്ടെത്തണം നമുക്ക്. തീർച്ചയായും സാർ. വാർക്കൽ പണിക്കാരനായിരുന്ന മണപ്പുറം സ്വദേശി ബിജീഷാണ് മരിച്ചത്. 35 വയസ്സായിരുന്നു. ഭാര്യയും കുഞ്ഞുമടങ്ങുന്ന കുടുംബം നിർധനരാണ്. കുടുംബത്തിൻ്റെ അത്താണിയാണ് മൺമറഞ്ഞത്. രണ്ടാമത്തെയാൾ ശ്രീകുട്ടൻ, വളരെ ഗുരുതര അവസ്ഥയിലും. ഇരുവരും വാർക്കൽ പണിക്കാരാണ്. ഇടിച്ച വാഹനം കിട്ടിയില്ലെങ്കിൽ ഇൻഷുറൻസ് തുക പോലും ആർക്കും ലഭിക്കില്ല. ശരിയാണ് സാർ. ആ കുടുംബങ്ങൾ വല്ലാതെ ബുദ്ധിമുട്ടും. നമുക്ക് കണ്ടുപിടിക്കാം സാർ. ASI ഗോപിദാസിന്റെ വാക്കുകൾ കേട്ട CI യതീന്ദ്രൻ പറഞ്ഞു, വെരി ഗുഡ്. ഗോപിദാസും സുരേന്ദ്രനും ഞാനും കൂടി ഈ കേസിന്റെ പുറകെ പോകുന്നു. ഇപ്പോൾ തന്നെ. ഓക്കെ സാർ. ഗോപിദാസും സുരേന്ദ്രനും അറ്റൻഷനായി. വരൂ. യതീന്ദ്രൻ അവരെയും വിളിച്ച് ജീപ്പിന്റെ അടുത്തേക്ക് നടന്നു. അവർ അപകടം നടന്ന 11-ാം മൈലിലേക്കാണ് പോയത്. അവിടെ നാട്ടുകാരിൽ ചിലർ കൂടിയിരുന്നു. അവരിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ടിരുന്ന 2 പോലീസുകാർ CIയെ കണ്ട് സല്യൂട്ട് ചെയ്തു. എന്തായി? ഇടിച്ച വാഹനം ഏതാണെന്ന് വല്ല വിവരവും കിട്ടിയോ? ഇല്ല സാർ, ദൃക്സാക്ഷികളും തന്നെയില്ല. വെളുപ്പിന് ഒരു 3 മണിയോടെ വലിയൊരു ശബ്ദം കേട്ട് ചിലർ ഓടി വന്നിരുന്നു. അവരും ഇടിച്ച വാഹനം കണ്ടിട്ടില്ല. അവരുടെ മൊഴിയെടുത്തോ? യെസ് സാർ, അവരാണ് അപകടം പറ്റിയ യുവാക്കളെ ആശുപത്രിയിൽ എത്തിച്ചത്. ശരി. CI റോഡിന്റെ അരികിൽ കിടന്ന ബൈക്കിന്റെ അടുത്തേക്ക് നടന്നു. ബൈക്ക് ആകപ്പാടെ തകർന്ന് തരിപ്പണമായിരിക്കുന്നു. ഇടിയുടെ ആഘാതത്തിൽ ബൈക്കിൽ നിന്നും തെറിച്ചുപോയ ഭാഗങ്ങളൊക്കെ ഒരരികിൽ കൂട്ടിവെച്ചിരിക്കുന്നു. കൂടെ രക്തം പുരണ്ട പൊട്ടിപ്പോയ 2 ഹെൽമറ്റും. CI രതീന്ദ്രനും ഗോപിദാസും കൂടി അതെല്ലാം സൂക്ഷ്മമായി നിരീക്ഷിച്ചു. നല്ല വേഗതയിൽ വന്ന വാഹനമാണ് ഇടിച്ചിരിക്കുന്നത് എന്നവർക്ക് മനസ്സിലായി. ഗോപിദാസ്. CIയുടെ വിളി കേട്ട് ASI ഗോപിദാസ് അദ്ദേഹത്തിന്റെ അരികിലേക്ക് ചെന്നു. റിപ്പോർട്ടിൽ സംഭവസ്ഥലത്തെ വിവരണം വ്യക്തമായിരിക്കണം.
അതുപോലെ തന്നെ ബൈക്കിലുണ്ടായിരുന്നവരുടെ യാത്രാ ഉദ്ദേശവും അഡ്രസ്സുമൊക്കെ കൃത്യമായി അറിയണം. ശരി സാർ. ഇപ്പോൾ ആ ചെറുപ്പക്കാരുടെ ബന്ധുക്കൾ ആശുപത്രിയിൽ എത്തിയിട്ടുണ്ട്. അവിടെ ചെന്നാൽ വിവരങ്ങളൊക്കെ കൂടുതലായി അറിയാൻ കഴിയും. എന്നാൽ അങ്ങോട്ട് പോകാം. യതീന്ദ്രൻ അവിടെ ഉണ്ടായിരുന്ന ഒരു പോലീസുകാരനെ അടുത്തേക്ക് വിളിച്ച് വേണ്ട നിർദ്ദേശങ്ങൾ നൽകിയ ശേഷം ജീപ്പിന്റെ അടുത്തേക്ക് നടന്നു. CIയും ടീമും ആശുപത്രിയിലെത്തി ആ ചെറുപ്പക്കാരുടെ ബന്ധുക്കളെ കണ്ട് വിവരങ്ങളെല്ലാം ശേഖരിച്ചു. ശേഷം അവർ സ്റ്റേഷനിലേക്ക് പോയി. സ്റ്റേഷനിലെത്തിയ യതീന്ദ്രൻ ഗോപിദാസിനും സുരേന്ദ്രനും ചില നിർദ്ദേശങ്ങൾ നൽകി. അപ്പോൾ തന്നെ അവരിരുവരും യൂണിഫോം മാറി മഫ്തിയിൽ അവരവരുടെ ബൈക്കുകളിൽ പുറത്തേക്ക് പോയി. CI ജീപ്പിൽ കയറി DYSPയുടെ താമസ സ്ഥലം ലക്ഷ്യമാക്കി യാത്രയായി. മഫ്തിയിൽ പുറത്തേക്ക് പോയ സുരേന്ദ്രൻ 11ാം മൈലിലെത്തി അപകടം നടന്ന സ്ഥലത്ത് ബൈക്ക് നിർത്തി ചുറ്റും നോക്കി. തൊട്ടടുത്തൊരു കെട്ടിടം പോലുമില്ല. കുറച്ചകലെയായി ഒരു ടൈൽസ് കടയുണ്ട്. സുരേന്ദ്രൻ അങ്ങോട്ട് നടന്നു. അവിടെ എത്തിയ അയാളുടെ കണ്ണുകൾ വികസിച്ചു. താൻ തേടിയതെന്തോ അതവിടെയുണ്ട്. CCTV ക്യാമറ. ഇനി അതിൽ അപകട ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടുണ്ടോ എന്നറിയണം. കട തുറക്കാൻ സമയമാകുന്നതേ ഉള്ളൂ. എന്ത് ചെയ്യണമെന്നറിയാതെ സുരേന്ദ്രൻ ഒരു നിമിഷം നിന്നു. വൈകുന്തോറും ഇടിച്ച വാഹനം കണ്ടെത്താനുള്ള സാധ്യത കുറയും. അതുകൊണ്ട് തന്നെ കാത്തിരിക്കാൻ വയ്യ. എത്ര നേരത്തെ ദൃശ്യങ്ങൾ കിട്ടുന്നോ അത്രയും നേരത്തെ അപകടമുണ്ടാക്കിയ വാഹനം കണ്ടെത്താൻ സാധിക്കും. പക്ഷെ എന്താ ചെയ്യുക? ഈ ടൈൽസ് കട തുറന്നു കിട്ടാതെ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കാൻ പറ്റില്ല. അടുത്താണെങ്കിൽ വേറെ കടയൊന്നുമില്ല. ഇനി ഈ കട ഇന്ന് തുറന്നില്ലെങ്കിലോ ആകെ പ്രശ്നമാകുമോ? ചിന്തയോടെ സുരേന്ദ്രൻ ചുറ്റുപാടും ഒന്ന് കണ്ണോടിച്ചു. അപ്പോഴാണ് അത് കണ്ടത്. കടയ്ക്ക് മുന്നിലെ നെയിം ബോർഡിൽ ഫോൺ നമ്പർ കൊടുത്തിരിക്കുന്നു. കടയിലെ നമ്പറാവാനാണ് സാധ്യത. എന്നാലും ഒന്ന് വിളിച്ചു നോക്കിയാലോ? മൊബൈൽ നമ്പർ ആയതുകൊണ്ട് ഒരു പക്ഷെ ഉടമയുടെ കയ്യിൽ തന്നെ ഫോൺ കാണും. സുരേന്ദ്രൻ മൊബൈൽ ഫോൺ എടുത്ത് നെയിം ബോർഡിൽ നോക്കി നമ്പർ ഡയൽ ചെയ്തു. ഊഹം തെറ്റിയില്ല. 2 or 3 ബെല്ലിന് ശേഷം മറുതലയ്ക്കൽ കോൾ അറ്റൻഡ് ചെയ്യപ്പെട്ടു. ഹലോ ഹലോ മോഡേൺ ടൈൽസ് അല്ലേ? അതെ, ആരാണ്? ഞാൻ CPO സുരേന്ദ്രൻ. സ്റ്റേഷനിൽ നിന്നാണ്. താങ്കളുടെ ഒരു സഹായം വേണമായിരുന്നു. എന്താണ് സാർ? എന്ത് സഹായമാണ് വേണ്ടത്? സുരേന്ദ്രൻ കടയുടെ ഉടമസ്ഥനോട് സാഹചര്യം വിശദീകരിച്ചു. ഞാൻ ഉടൻ എത്താം സാർ, പ്ലീസ് വെയിറ്റ്. അല്പം കഴിഞ്ഞതും മോഡേൺ ടൈൽസ് ഉടമ ബൈക്കിൽ അവിടെ എത്തി. ബൈക്ക് സ്റ്റാൻഡിൽ വെച്ച് അയാൾ കടയ്ക്ക് മുന്നിലെത്തി ഷട്ടർ ഉയർത്തി. വരൂ സാർ. അകത്ത് കയറിയ സുരേന്ദ്രൻ മോണിറ്ററിൽ CCTV ക്യാമറയിലെ ദൃശ്യങ്ങൾ പരിശോധിച്ചു. പക്ഷെ അദ്ദേഹത്തിന് നിരാശനാവേണ്ടി വന്നു. ക്യാമറയിൽ ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടുണ്ടെങ്കിലും വ്യക്തമല്ല. സുരേന്ദ്രൻ CI യതീന്ദ്രനെ വിളിച്ചു. എന്തായി സുരേന്ദ്ര? ഫോൺ എടുത്ത പാടെ യതീന്ദ്രൻ ചോദിച്ചു. സാർ, ക്യാമറ പരിശോധിച്ചു. ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടുണ്ടെങ്കിലും വലിയ വ്യക്തതയില്ല സാർ. അപകട സ്ഥലത്ത് നിന്നും ഒത്തിരി ദൂരെയാണ് ക്യാമറ. ഇടിച്ച വാഹനം ഏതാണ്? ഒരു കാറാണ് ബൈക്കിലിടിച്ചിരിക്കുന്നത്. പക്ഷേ വാഹനത്തിൻ്റെ നമ്പർ വ്യക്തമാകുന്നില്ല. സാരമില്ല, അത് കണ്ടുപിടിക്കാം. സുരേന്ദ്രൻ ഒരു കാര്യം ചെയ്യേ. അപകടം നടന്ന സമയവും കാറ് പോയിരിക്കുന്ന ദിശയും നോക്കിയിട്ട് ആ ദിശയിലുള്ള CCTV ക്യാമറകളെല്ലാം പരിശോധിക്കേ. ശരി സാർ. സുരേന്ദ്രൻ ടൈൽസ് കടയുടെ ഉടമയോട് നന്ദി പറഞ്ഞ് ബൈക്കിൽ കയറി കാറ് പോയ ദിക്കിലേക്ക് തിരിച്ചു. 1 കിലോമീറ്ററോളം മുന്നോട്ട് പോയതും ചെറിയ കവലയെത്തി. റോഡരികിലായി ബൈക്ക് വെച്ചിട്ട് അവിടെ ഉണ്ടായിരുന്ന കടകൾ പരിശോധിച്ചു. 2 കടകളിൽ CCTV ക്യാമറകൾ സ്ഥാപിച്ചിരുന്നു. സുരേന്ദ്രൻ ആ ക്യാമറകളിലെ ദൃശ്യങ്ങൾ പരിശോധിച്ചു. വെളുപ്പിനെ 3 മണിയോടടുത്താണ് സംഭവം നടന്നിരിക്കുന്നത്. ഈ സമയത്തോടടുപ്പിച്ച് ഒരു കാറ് കടന്നു പോകുന്നത് ക്യാമറയിൽ കാണാം. എന്നാൽ ഇരുട്ടും അതിവേഗതയും കാരണം കാറിൻ്റെ നമ്പർ ഒരു ക്യാമറയിലും വ്യക്തമായി പതിഞ്ഞിരുന്നില്ല. എല്ലാ ദൃശ്യങ്ങളും പെൻഡ്രൈവിലാക്കി നിരാശയോടെ സുരേന്ദ്രൻ ബൈക്കെടുത്ത് സ്റ്റേഷനിലേക്ക് പോയി. അവിടെ എത്തി CI യതീന്ദ്രനോട് അതുവരെ ചെയ്ത കാര്യങ്ങൾ വിശദമായി പറഞ്ഞു. ഇതിനിടെ ASI ഗോപിദാസും ഓഫീസിൽ യതീന്ദ്രൻ്റെ അടുക്കലെത്തിയിരുന്നു. ഗോപിദാസ് കൊണ്ടുവന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും മരണകാരണം അപകടത്തിനിടെ തലക്കേറ്റ ആഘാതം തന്നെയാണെന്ന് വ്യക്തമായിരുന്നു. അവർ മൂവരും കമ്പ്യൂട്ടറിൽ ക്യാമറ ദൃശ്യങ്ങൾ പരിശോധിച്ചു. ഒരു കാര്യത്തിൽ സമാധാനമുണ്ട് ഗോപിദാസേ, യതീന്ദ്രൻ പറഞ്ഞു. എന്താ സാർ? ഇതൊരു കൊലപാതകമല്ല, തീർത്തും അപകട മരണം തന്നെയാണ്. CCTVയിൽ കാറ് ബൈക്കിലിടിക്കുന്നതും പിന്നെ നിർത്താതെ പോകുന്നതും വ്യക്തമാണ്. പക്ഷേ സാർ, മനഃപൂർവ്വം കാറ് ഇടിപ്പിച്ചതാണെങ്കിലോ? അതിന് സാധ്യത കുറവാണ്. ഒന്നാമതായി ഇടിച്ച കാറ് നിർത്താതെ പോയി. കൊല്ലണമെന്ന ഉദ്ദേശത്തിലായിരുന്നെങ്കിൽ അവർ കാറ് നിർത്തി ഇറങ്ങി വന്ന് മരണം ഉറപ്പാക്കുമായിരുന്നു. അല്ലാത്ത പക്ഷം അവർ പിടിക്കപ്പെടുമല്ലോ. രണ്ടാമതായി കാറ് ബൈക്കിൽ തട്ടാതിരിക്കാൻ വെട്ടിച്ചു മാറ്റാൻ ശ്രമിക്കുന്നത് കാണാം. ശരിയാണ് സാർ, പക്ഷേ ആ കാർ എങ്ങനെ കണ്ടെത്തും? ആലോചിക്കേണ്ടിയിരിക്കുന്നു. അപകടമുണ്ടാക്കിയ കാറിൻ്റെ നമ്പർ കിട്ടിയില്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. പാവപ്പെട്ട 2 കുടുംബത്തിൻ്റെ പ്രതീക്ഷയാണ് തകരുന്നത്. അതുവരെ കിട്ടിയ വിവരങ്ങൾ യതീന്ദ്രൻ DYSPയെ അറിയിച്ചെങ്കിലും എങ്ങനെയെങ്കിലും ആ കാറ് കണ്ടെത്തണമെന്ന് കർശന നിർദ്ദേശമാണ് ലഭിച്ചത്. പക്ഷെ എങ്ങനെ? ഒരെത്തും പിടിയും കിട്ടാതെ യതീന്ദ്രൻ കുഴങ്ങി. ദിവസങ്ങൾ പിന്നിട്ടു. അന്വേഷണം എങ്ങും എത്തിയില്ല. വയർലെസ് മെസ്സേജ് എല്ലാ സ്റ്റേഷനിലേക്കും പോയെങ്കിലും ഇടിച്ച കാറ് കണ്ടെത്താനായില്ല. താമസിയാതെ യതീന്ദ്രന് സ്ഥലം മാറ്റ ഉത്തരവും ഇറങ്ങി. അതോടെ അന്വേഷണം നിലച്ചു.
അപകടം നടന്ന് 3 മാസം കഴിഞ്ഞിട്ടും യാതൊരുവിധ നടപടിയോ പുരോഗതിയോ ഉണ്ടായില്ല. ശ്രീകുട്ടൻ്റെയും ബിജീഷിൻ്റെയും കുടുംബം അതോടെ പ്രതിസന്ധിയിലായി. അപകടശേഷം ശ്രീകുട്ടനെ ആശുപത്രി ചികിത്സ നടത്താൻ തന്നെ നാട്ടുകാർ തുക സ്വരൂപിക്കേണ്ടി വന്നു. ദൈനംദിന കാര്യങ്ങൾക്ക് പോലും ഭിക്ഷ യാചിക്കേണ്ട അവസ്ഥയിലേക്ക് ആ കുടുംബങ്ങൾ വീണു. അതോടെ നാട്ടുകാർ ഉണർന്നു. അവരിൽ ചില നല്ല മനസ്സുകളുടെ സഹായത്തോടെ റൂറൽ SP മുഹമ്മദ് റഫീഖിൻ്റെ മുൻപിലേക്ക് ബിജീഷിൻ്റെയും ശ്രീകുട്ടൻ്റെയും ഭാര്യമാർ പരാതിയുമായി എത്തി. കുടുംബത്തിൻ്റെ നിസ്സഹായത തിരിച്ചറിഞ്ഞ SP ഉടനെ DCRB ക്രൈം DYSP സുദേശിനെ തൻ്റെ ഓഫീസിലേക്ക് വിളിപ്പിച്ച് പരാതി കൈമാറിക്കൊണ്ട് പറഞ്ഞു, മിസ്റ്റർ സുധീഷ്, ഇത് വെറും ഒരു കടലാസ കഷ്ണമായി കാണരുത്. 2 കുടുംബങ്ങൾ, ആ കുടുംബത്തിലെ ഒരു ഗതിയുമില്ലാത്ത കുറേ പാവങ്ങൾ, അവരുടെ കണ്ണീരാണിതിൽ. അർഹിക്കുന്ന പ്രാധാന്യത്തോടെ എത്രയും വേഗത്തിൽ ഇതിന് പരിഹാരമുണ്ടാക്കണം. ഷുവർ സാർ, എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ പരിശ്രമിക്കും സാർ. താങ്കളെ എനിക്ക് വിശ്വാസമാണ് സുദേശ്. ഒട്ടനവധി കേസുകൾ താങ്കൾ നല്ല രീതിയിൽ അന്വേഷിച്ച് തെളിയിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ലോക്കൽ പോലീസിനെ ഏൽപ്പിക്കാതെ ഞാനിത് താങ്കളെ ഏൽപ്പിച്ചത്. താങ്ക് യു സാർ. പരിപൂർണ സ്വാതന്ത്ര്യമെടുക്കാം. ആവശ്യമുള്ള ഡിസ്ട്രിക്ട് ഫോഴ്സിനെ ഉപയോഗിക്കാൻ താങ്കൾക്ക്. കാത്തിരിക്കുന്നു ഞാൻ നല്ല റിസൾട്ടിനായി. SP മുഹമ്മദ് റഫീഖിൻ്റെ വാക്കുകളെ മനസ്സിൽ പതിപ്പിച്ച് സല്യൂട്ട് ചെയ്ത് സുദേശ് അവിടെ നിന്നിറങ്ങി തൻ്റെ ഓഫീസിലേക്ക് പോയി. മേലുമുക്ക് CI ആയിരുന്ന യതീന്ദ്രനും ടീമും അതുവരെ അന്വേഷിച്ചതും സ്വരൂപിച്ചതുമായ വിവരങ്ങൾ DYSP സുദേശ് തൻ്റെ ഓഫീസിൽ വരുത്തിച്ചു. കാര്യങ്ങൾ സമഗ്രമായി പരിശോധിച്ച അദ്ദേഹം അതൊരു പുതിയ ഫയലാക്കി അന്വേഷണം ആരംഭിച്ചു. കേസന്വേഷണത്തിനായി യതീന്ദ്രൻ്റെ ടീമിലുണ്ടായിരുന്ന CPO സുരേന്ദ്രനെയും അദ്ദേഹം വിളിച്ചു വരുത്തി തൻ്റെ കൂടെ നിർത്തി. DYSP സുദേശിൻ്റെ നിർദ്ദേശപ്രകാരം സുരേന്ദ്രൻ ആ ഏരിയയിലുള്ള എല്ലാ കാർ വർക്ക്ഷോപ്പുകളിലേക്കും പോയി. ഒരു സ്ഥലത്ത് പോലും സംശയം ജനിപ്പിക്കുന്ന ഒരു കാറും കണ്ടെത്താനായില്ല. ഒരു ചെറിയ വർക്കിന് പോലും അത്തരമൊരു കാർ അവിടെയെങ്ങും എത്തിയിട്ടുമില്ല. ഇതൊരു കുഴഞ്ഞു മറിഞ്ഞ കേസാണെന്ന് സുദേശിന് മനസ്സിലായി. ഉദ്ദേശിച്ച അത്ര എളുപ്പത്തിൽ അന്വേഷിച്ച് കണ്ടെത്താവുന്ന ഒരു കേസല്ല ഇത്. ഇടിച്ച കാർ ഏത് കമ്പനിയാണെന്നോ അതിൻ്റെ മോഡലോ ബ്രാൻഡോ കുറ്റവാളിയെയോ ഒന്നും തിരിച്ചറിയാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. എങ്ങനെ തുടങ്ങുമെന്നോ എവിടെ തുടങ്ങുമെന്നോ അറിയാത്ത ഇരുട്ടിൽ തപ്പേണ്ട അവസ്ഥ. 3 മാസത്തോളം കഴിഞ്ഞിരിക്കുന്നതിനാൽ യാതൊരുവിധ തെളിവും എങ്ങും നിന്നും കിട്ടിയില്ല. ആലോചനയുടെ സുദേശ് തൻ്റെ ഫ്ലാറ്റിലേക്ക് പോയി. പിറ്റേന്ന് പുലർച്ചെ എന്നത്തെയും പോലെ സുദേശ് ഉറക്കം വിട്ടെഴുന്നേറ്റു. വർഷങ്ങളായുള്ള ദിനചര്യകളിൽ ഒന്നാണത്. വെള്ള ട്രാക്ക് സൂട്ടും സ്പോർട്സ് ഷൂസും ഇട്ട് സുദേശ് പുറത്തേക്ക് ഇറങ്ങി. ഒരു തോന്നലിൽ 11ാം മൈൽ ഭാഗത്തേക്ക് നടന്നു. കൃഷിഭവനും മണപ്പുറവും 11ാം മൈലും പിന്നിട്ട് സുദേശ് വീണ്ടും കുറേയധികം മുന്നോട്ട് പോയി. ഒരു തണുത്ത വെളുപ്പാങ്കാലമായിരുന്നു അത്. പ്രകൃതി നിദ്ര വിട്ടുണരുന്നതേയുള്ളൂ. എവിടെയും ഒരു ആലസ്യഭാവം. 1000 കുതിരകളെ പൂട്ടിയ സുവർണരഥത്തിൽ സൂര്യഭഗവാൻ യാത്ര തിരിക്കും മുമ്പുള്ള നേരിയ വെട്ടം മാത്രം. സുദേശ് തിരികെ നടന്നു തുടങ്ങിയപ്പോഴേക്കും സൂര്യഭഗവാൻ തൻ്റെ പൊൻകതിർ വീശിയിരുന്നു. പ്രകൃതി അണിഞ്ഞൊരുങ്ങി സുന്ദരിയാവുന്നതും നോക്കി അദ്ദേഹം നടന്നു. 11ാം മൈലിലെത്തിയതും അദ്ദേഹം ഒന്ന് നിന്നു. താൻ അന്വേഷിക്കുന്ന കേസിലെ അപകടം നടന്ന സ്ഥലം അവിടെ ഒന്നുകൂടി പരിശോധിച്ചാലോ? ഇത്ര നാളായ സ്ഥിതിക്ക് ഒരു ഫലമുണ്ടാവില്ലെന്നറിയാം. എന്നാലും സുദേശ് ആ പരിസരമാകെ ശ്രദ്ധയോടെ വീക്ഷിച്ചു. ഇല്ല, അങ്ങനെ ഒരു അപകടം നടന്നതിൻ്റെ ലാഞ്ചന പോലും എങ്ങും കാണാനില്ല. ഒരു തെളിവ് പോലും ബാക്കി വയ്ക്കാതെ ഒരു അപകടം. നിരാശയോടെ പോരാനായി തിരിഞ്ഞതും ഇലക്ട്രിക് പോസ്റ്റിൻ്റെ കീഴെ എന്തോ കിടന്ന് തിളങ്ങുന്ന പോലെ സുദേശിന് തോന്നി. അയാൾ വളരെ സൂക്ഷ്മതയോടെ ആ വസ്തു കയ്യിലെടുത്തു. ഒരു എംബ്ലത്തിൻ്റെ പൊട്ടിയ ഭാഗമായിരുന്നു അത്. സുദേശ് ആ എംബ്ലത്തിൻ്റെ ഭാഗം തിരിച്ചും മറിച്ചും നോക്കി. ഇതെവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. എവിടെയാണത്? അന്ന് ആ ബൈക്കിടിച്ച് വീഴ്ത്തി കടന്നു കളഞ്ഞ കാറിൻ്റെ ഭാഗം വല്ലതുമാവുമോ? സുദേശിൻ്റെ പോലീസ് ബുദ്ധി ആ ചോദ്യത്തിന് ഉത്തരം പെട്ടെന്ന് തന്നെ കണ്ടെത്തി. അതെ, അതൊരു ഫോക്സ് വാഗൺ കാറിൻ്റെ എംബ്ലത്തിൻ്റെ ഭാഗം തന്നെയാണ്. കാറിൻ്റെ മുൻഭാഗത്ത് സാധാരണ പതിക്കാരുള്ള കമ്പനി ലോഗോ. സംശയമില്ല. ഇനി അത് താൻ തിരയുന്ന കാറിൻ്റെ എംബ്ലം തന്നെയാണോ എന്നറിയണം. അതിനു മുമ്പായി ഈ പ്രദേശം തന്നെ ഒന്ന് സെർച്ച് ചെയ്യണം. ഇനിയും എന്തെങ്കിലും തെളിവ് കിട്ടിയാലോ? അതോടെ സുദേശിന് ഉത്സാഹമായി. അദ്ദേഹത്തിൻ്റെ കഴുകാൻ കണ്ണുകൾ പ്രതീക്ഷയോടെ അവിടെയെങ്ങും ഓടി നടന്നു. ഓരോ ഇഞ്ചും സൂക്ഷ്മമായി നിരീക്ഷിച്ച് അദ്ദേഹം മുന്നോട്ട് നടന്നു. വിശദമായ തിരച്ചിലിൽ കുറച്ചു ദൂരെ റോഡരികിൽ വളർന്നു നിന്നിരുന്ന ചെടികൾക്കിടയിൽ നിന്നും കാറിൻ്റെ മുൻവശത്തെ ഗ്രില്ലും ഫോഗ്ലാമിൻ്റെ ഒരു ഭാഗം കൂടി കണ്ടുകിട്ടി. ഇത്രയും നാളായിട്ടും ഇവിടെ വന്നൊരു വിശദമായ തിരച്ചിൽ നടത്താതിരുന്നതിനാൽ അദ്ദേഹത്തിന് നല്ല വിഷമം തോന്നി. എങ്കിലും ഇപ്പോൾ ഒരു ചെറിയ സമാധാനം കിട്ടി. ഒടുവിൽ ഒരു കച്ചിത്തുരുമ്പ് കിട്ടിയിരിക്കുന്നു. ഇനി ഇതിൽ പിടിച്ച് മുന്നോട്ട് പോകണം. പാവപ്പെട്ട 2 കുടുംബത്തിന് കൈത്താങ്ങാകാൻ തൻ്റെ ഈ അന്വേഷണത്തിന് കഴിയണം. സുദേശിൻ്റെ പോക്കറ്റിൽ നിന്നും ഫോണെടുത്ത് സുരേന്ദ്രനെ വിളിച്ച് 10 മണിയോടെ തൻ്റെ ഫ്ലാറ്റിലേക്ക് വരാൻ അറിയിച്ചു. കൃത്യം 10 മണിക്ക് തന്നെ സുരേന്ദ്രൻ ഫ്ലാറ്റിലെത്തി. അയാൾ അവിടെ എത്തുമ്പോൾ സുദേശ് യൂണിഫോമിൽ ഒരുങ്ങി നിൽക്കുകയായിരുന്നു. കയ്യിലിരുന്ന കവർ സുരേന്ദ്രനെ ഏൽപ്പിച്ച് അയാൾ കാറിൽ കയറി. കയറ് സുരേന്ദ്ര, നമുക്കൊരു സ്ഥലം വരെ പോകാനുണ്ട്. ശരി സാർ. നിർദ്ദേശം കിട്ടിയ സുരേന്ദ്രൻ കാറിൽ കയറി. സുദേശ് കാറ് ടൗണിലേക്ക് വിട്ടു.
11-ാം മൈൽ സെർച്ച് ചെയ്ത് കണ്ടെടുത്ത വസ്തുക്കളാണ് ആ കവറിലെന്ന കാര്യം സംഭാഷണ മധ്യേ അദ്ദേഹം സുരേന്ദ്രനെ അറിയിച്ചു. അത് കേട്ട് സുരേന്ദ്രന് സന്തോഷം തോന്നി. തൻ്റെ മേലുദ്യോഗസ്ഥനോടുള്ള ആദരവ് കൂടുകയും ചെയ്തു. സുരേന്ദ്രൻ ഓർത്തു, സുധേഷ് സാറും താനും മാത്രം അന്വേഷിക്കുന്ന ഒരു പ്രത്യേക കേസ്. ഒരിക്കലും തുമ്പുണ്ടാവില്ലെന്ന് കരുതിയത് എത്രയോ കേസുകൾ ഇതുപോലെ എങ്ങും എത്താതെ അവസാനിച്ചിരിക്കുന്നു. ഇതും അതുപോലെ എന്ന് കരുതി. പക്ഷേ നിർണായകമായേക്കാവുന്ന ആ തെളിവുകൾ അദ്ദേഹം അവിചാരിതമായി കണ്ടെത്തിയിരിക്കുന്നു. ആ പാവപ്പെട്ട 2 കുടുംബങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലം. സുരേന്ദ്രൻ അദ്ദേഹത്തിന് മനസ്സിലൊരു വലിയ സല്യൂട്ട് നൽകി. ടൗണിലെത്തിയ സുധേഷ് ഫോക്സ് വാഗൺ ഷോറൂമിൻ്റെ മുന്നിൽ കാറ് നിർത്തി. അതിൽ നിന്നിറങ്ങി അവരിരുവരും ഷോറൂമിൻ്റെ ഉള്ളിലേക്ക് കയറി ചെന്നു. യൂണിഫോമിൽ വരുന്ന പോലീസ് ഓഫീസറെ കണ്ട് ഷോറൂം മാനേജർ അവർക്കരികിലേക്ക് വന്നു. എന്താണ് സാർ? സുധേഷ് കയ്യിലിരുന്ന കവറിൽ നിന്നും എംബ്ലത്തിൻ്റെ ഭാഗവും മറ്റും കാണിച്ചുകൊണ്ട് ചോദിച്ചു. ഇത് ഏത് മോഡലിൻ്റേതാണ്? സാർ, അത് ടെക്നീഷ്യൻ ഉണ്ട് സാർ, വിളിക്കാം. ഷോറൂം മാനേജർ അകത്ത് പോയി ടെക്നീഷ്യനുമായി എത്തി. ആ ഭാഗങ്ങൾ കണ്ട ടെക്നീഷ്യൻ അത് കയ്യിലെടുത്ത് സസൂക്ഷ്മം പരിശോധിച്ചിട്ട് പറഞ്ഞു, സാർ, ഇത് വെൻഡോ കാറിൻ്റെ ഭാഗമാണ്. ഉറപ്പാണോ? തീർച്ചയായും സാർ. ഏത് കളർ വെൻഡോയുടേതാണ്? എല്ലാ കളറിലും ഈ പാർട്സ് തന്നെയാണ് സാർ. അതുകൊണ്ട് കളർ പറയാൻ കഴിയില്ല. ഏത് വർഷം ഇറങ്ങിയ കാറിൻ്റെ പാർട്സ് ആണെന്നെങ്കിലും? സോറി സാർ, എല്ലാ വർഷം ഇറങ്ങിയ കാറുകൾക്കും ഈ പാർട്സ് തന്നെയാണ്. ഓക്കെ, താങ്ക് യു. ഇടിച്ച കാർ വെൻഡോ തന്നെയാണെന്ന് അദ്ദേഹം ഉറപ്പിച്ചു. കളർ അറിയാൻ കഴിഞ്ഞിരുന്നെങ്കിൽ കുറച്ചുകൂടി എളുപ്പമായനെ. സുധേഷ് CCTV ക്യാമറയിലെ ദൃശ്യങ്ങൾ വീണ്ടും പരിശോധിച്ചു. രക്ഷയില്ല. രാത്രി ദൃശ്യങ്ങൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണല്ലോ. അതുകൊണ്ട് തന്നെ കാറിൻ്റെ നിറം ഏതാണെന്ന് കൃത്യമായി അറിയാൻ കഴിയുന്നില്ല. പിന്നെയുള്ളത് ഫോറൻസിക് ലാബിൻ്റെ റിപ്പോർട്ടാണ്. അതിൽ ചിലപ്പോൾ കണ്ടേക്കാം. സുധേഷ് ഉടൻ തന്നെ ടേബിളിലിരുന്ന ഫയലെടുത്ത് തുറന്ന് ആ റിപ്പോർട്ടിലൂടെ കണ്ണോടിച്ചു. നിരാശയായിരുന്നു ഫലം. ഫോറൻസിക് റിപ്പോർട്ടിൽ കളർ വ്യക്തമല്ല എന്നാണ് ചേർത്തിരിക്കുന്നത്. ഒരുപക്ഷെ ബൈക്കിൽ നിന്നും കണ്ടെടുത്ത തെളിവുകളിൽ കാറിൻ്റെ പെയിൻറ് കിട്ടിയിരിക്കില്ല. അത് ചിലപ്പോൾ കാറിൻ്റെ ഹെഡ്ലൈറ്റ്, സ്റ്റിക്കറുകൾ, കമ്പനി നെയിം, ലോഗോ തുടങ്ങിയ എന്തെങ്കിലും ഭാഗമായിരിക്കാം ബൈക്കിൽ തട്ടിയിട്ടുണ്ടാകുക. അതല്ലെങ്കിൽ തെളിവ് ശേഖരിച്ച ലോക്കൽ പോലീസിൻ്റെയോ ഫോറൻസിക് ഉദ്യോഗസ്ഥരുടെയോ ഗുരുതരമായ അനാസ്ഥ. ഇനിയിപ്പോൾ അതൊന്നും ഓർത്തിട്ട് കാര്യമില്ല. എങ്ങനെയും ആ കാർ കണ്ടുപിടിക്കണം. കണ്ടുപിടിച്ചേ മതിയാകൂ. തോറ്റു പിന്മാറാൻ സുധേഷ് ഒരുക്കമല്ലായിരുന്നു. ഏതെങ്കിലും ഒരു കളർ ബേസ് ചെയ്ത് അന്വേഷണം തുടരാൻ അദ്ദേഹം തീരുമാനിച്ചു. നീല കളറിലുള്ള കാറായിരിക്കുമെന്ന നിഗമനത്തിൽ അദ്ദേഹം മുന്നോട്ട് പോവുക തന്നെ. സുധേഷ് സുരേന്ദ്രനെ വിളിച്ച് ചില നിർദ്ദേശങ്ങൾ നൽകി. സുരേന്ദ്രൻ ഉടൻ തന്നെ പുറത്തേക്ക് പോയി. അതുവരെ ലഭിച്ച വിവരങ്ങൾ അദ്ദേഹം ഫോണിലൂടെ SP മുഹമ്മദ് റഫീഖിനെ അറിയിച്ചു. ഇനിയുള്ള അന്വേഷണം വളരെ ശ്രദ്ധാപൂർവമായിരിക്കണമെന്ന നിർദ്ദേശം അദ്ദേഹത്തിന് ലഭിച്ചു. സമയം കടന്നുപോയിക്കൊണ്ടേയിരുന്നു. പുറത്തുപോയ സുരേന്ദ്രൻ തിരികെ സുധേഷിൻ്റെ മുന്നിലെത്തി. എന്തായി, കിട്ടിയോ? കിട്ടി സാർ. മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിൽ എൻ്റെ ഒരു പരിചയക്കാരനുണ്ടായിരുന്നത് ഭാഗ്യമായി. പിന്നെ മറ്റ് ജില്ലകളിലെ വിവരങ്ങളും കൂട്ടത്തിലുണ്ട്. പറഞ്ഞുകൊണ്ട് സുരേന്ദ്രൻ തൻ്റെ കയ്യിലിരുന്നൊരു കവർ സുധേഷിനെ ഏൽപ്പിച്ചു. അത് വാങ്ങി അദ്ദേഹം തുറന്നു നോക്കി. ഏകദേശം 1500 വാഹനങ്ങൾ ഇതേ ബ്രാൻഡിൻ്റേതായി അവിടെയും സമീപ ജില്ലകളിലുമായി ഇതുവരെ പുറത്തിറങ്ങിയിട്ടുണ്ട്. പല വർഷങ്ങൾ. ഓരോ വർഷവും ഇറങ്ങിയ വെൻഡോ കാറുകളുടെ മുഴുവൻ വിവരങ്ങളും അത് വാങ്ങിച്ച വ്യക്തികളുടെ അഡ്രസ്സും ഫോൺ നമ്പറും ഒക്കെ അതിലുണ്ടായിരുന്നു. കൂടാതെ ഫോക്സ് വാഗൺ കമ്പനിയുടെ ബുക്ക്ലെറ്റും ഓരോ വർഷത്തെ അവരുടെ കാറിൻ്റെ പ്രത്യേകതകളും സുരേന്ദ്രൻ ശേഖരിച്ചിരുന്നു. പിന്നെ വൈകിയില്ല. നീല കാറുകളുടെ ഉടമകളുടെ ചുറ്റിപ്പറ്റി അന്വേഷണം ആരംഭിച്ചു. ആ ഏരിയയിലുള്ള വെൻഡോ കാറുകളുടെ ഉടമകൾ ആരെല്ലാമെന്നും അവർ ഏതെല്ലാം മേഖലകളിൽ ഉള്ളതാണെന്നും സുധേഷ് കണ്ടെത്തി. അപകട ദിവസം ആ സമയം നീല കാറുകളൊന്നും തന്നെ 11-ാം മൈൽ വഴി പോയിട്ടില്ലെന്ന് മനസ്സിലായി. ഉടമകളുടെ ടവറുകൾ വരെ സുധേഷും സുരേന്ദ്രനും കൂടി പരിശോധിച്ചു. ഇല്ല, ഒരു തുമ്പുമില്ല. അന്വേഷണം വീണ്ടും വഴിമുട്ടി നിന്നു. ദിവസങ്ങൾ ഓടിയകന്നു. പതിവ് പോലെ അന്നും നിരാശയോടെ ചിന്തയോടെ ഓഫീസ് റൂമിലിരിക്കെയാണ് ഫോൺ ബെൽ ശബ്ദിക്കുന്നത് സുധേഷ് കേട്ടത്. ഡിസ്പ്ലേയിൽ നോക്കി. SP മുഹമ്മദ് റഫീഖ്. പെട്ടെന്ന് തന്നെ കോൾ അറ്റൻഡ് ചെയ്തു. എന്തായി സുധേഷെ കാര്യങ്ങൾ? ആ കാറിനെ കുറിച്ച് വല്ല വിവരവും കിട്ടിയോ? ഇല്ല സാർ, അന്വേഷണം വഴിമുട്ടി നിൽക്കുന്ന അവസ്ഥയാണ്. എന്തു പറ്റിയടോ? ഇടിച്ച കാർ ഏത് കമ്പനിയാണെന്ന് മാത്രം അറിയാം. അതിൻ്റെ നമ്പറോ അത് ആരുടേതാണെന്നോ കണ്ടെത്താനായില്ല. അതിനെക്കുറിച്ച് പറയാനാണ് ഞാനിപ്പോൾ വിളിച്ചത്. തമിഴ്നാട് കർണാടകം ഫോഴ്സുമായി ഞാൻ ബന്ധപ്പെട്ടിരുന്നു. അപകടം നടന്ന ശേഷം ഒരു മാസത്തിനകം 100ഓളം വെൻഡോ കാർ കേരളത്തിൽ നിന്നും ആ സംസ്ഥാനങ്ങളിലേക്ക് പോയിട്ടുണ്ട്. അതിൽ അപകടമുണ്ടാക്കിയ കാർ എങ്ങനെ കണ്ടുപിടിക്കും സാർ? അതിൽ അപകടമുണ്ടാക്കിയ കാറില്ല സുധേഷേ. വിശദമായ അന്വേഷണത്തിൽ ഒരു ചെറിയ പോറൽ പോലുമില്ലാത്ത വാഹനങ്ങളാണ് അവയെല്ലാം. ഒട്ടുമിക്കതും പുതിയതും മുഴുവൻ സർവീസ് കഴിഞ്ഞതുമാണ്. അപ്പോൾ നമ്മൾ അന്വേഷിക്കുന്ന വാഹനം കേരളം വിട്ടു പോയിട്ടില്ല എന്നത് ഉറപ്പായി. ഉറപ്പിക്കാൻ വരട്ടെ. 1 മാസത്തെ വിവരങ്ങളാണ് എനിക്ക് കിട്ടിയത്. അതിനുശേഷം പോയിരിക്കാനും മതിയല്ലോ. ചെക്ക് പോസ്റ്റുകളിൽ നിന്നും റിപ്പോർട്ട് എടുത്താൽ അറിയാൻ കഴിയുമല്ലോ സാർ? തീർച്ചയായും, അത് ഞാൻ എടുത്തിട്ടുണ്ട്.
ഇതുവരെ എനിക്ക് കിട്ടിയ വിവരങ്ങൾ ഞാൻ സുദേശിന് മെയിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം കൂടി. എന്താണ് സാർ? നമ്മൾ അന്വേഷിക്കുന്ന വെൻഡോ സംസ്ഥാനം വിട്ട് പോയിട്ടുണ്ടാകുമെന്ന് കരുതരുത്. സുദേശിൻ്റെ പക്കലുള്ള എല്ലാ കാറുകളുടെയും ഡീറ്റെയിൽസ് എടുക്കണം. അവരെക്കുറിച്ച് അറിയണം. ആരൊക്കെ എങ്ങോട്ടേക്ക് പോയിട്ടുണ്ടെന്നറിയാൻ അവരുടെ കോൾ ലിസ്റ്റ് പരിശോധിക്കണം. അതിനായി ഇപ്പോൾ തന്നെ സൈബർ സെല്ലുമായി ബന്ധപ്പെടുക. തീർച്ചയായും സാർ. ഒരു പ്രത്യേക കളറിൻ്റെ പുറകെ പോയതാണ് എനിക്ക് പറ്റിയ ഏറ്റവും വലിയ അബദ്ധം. ഇനി അതുണ്ടാവില്ല. ആ കാർ ഞാൻ കണ്ടുപിടിക്കും സാർ, ഉറപ്പ്. വെരി ഗുഡ്. സൂക്ഷിക്കുക. ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു സാർ. പുതിയൊരു വഴി തെളിഞ്ഞു കിട്ടിയ സന്തോഷത്തോടെ കോൾ കട്ട് ചെയ്ത് അദ്ദേഹം സുരേന്ദ്രനെ വിളിച്ചു. സുരേന്ദ്ര. സാർ. ഫോക്സ് വാഗണിൽ വിളിച്ച് കഴിഞ്ഞ 3 മാസം സർവീസിന് വന്നിട്ടുള്ള വെൻഡോ എത്രയുണ്ടെന്ന് തിരക്കി അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഉടൻ കളക്ട് ചെയ്യണം. ശരി സാർ. അതിനുശേഷം സൈബർ സെല്ലിൽ പോകണം. തുടർന്ന് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ സുരേന്ദ്രനെ പറഞ്ഞ് മനസ്സിലാക്കി. സുരേന്ദ്രൻ ഉടൻ തന്നെ ഷോറൂമിൽ വിളിച്ച് സുദേശ് പറഞ്ഞ കാര്യം മെയിൽ ചെയ്യാനുള്ള ഏർപ്പാട് ചെയ്തു. അതിനുശേഷം ബൈക്കെടുത്ത് സൈബർ സെൽ ഓഫീസിലേക്ക് പോയി. സുദേശ് തനിക്ക് വന്ന മെയിലെല്ലാം സെർച്ച് ചെയ്തു. അതിൽ തനിക്ക് ആവശ്യമുള്ളതെല്ലാം തുറന്ന് വിവരങ്ങളെല്ലാം ശേഖരിച്ച് ഫയൽ ചെയ്യുവാൻ തുടങ്ങി. അതിനിടെ ഷോറൂമിൽ നിന്നുള്ള മെയിലും വന്നു. സുരേന്ദ്രൻ സൈബർ സെല്ലിൽ ചെന്നപ്പോഴേക്കും SP-യുടെ നിർദ്ദേശപ്രകാരം ആവശ്യമായ രേഖകൾ അവർ തയ്യാറാക്കി വച്ചിരുന്നു. അതുമായി സുരേന്ദ്രൻ തിരികെ ഓഫീസിലെത്തി. ആ രേഖകൾ പരിശോധിച്ച സുദേശിന് ഒരു കാര്യം മനസ്സിലായി. ഇനി വളരെ ശ്രദ്ധയോടെയും ബുദ്ധിപരമായും നീങ്ങേണ്ട സമയം. എവിടെയെങ്കിലും ഒന്ന് പിഴച്ചാൽ എല്ലാം അവതാളത്തിലാകും. സംഭവം നടന്ന ദിവസം രാത്രി 12-നും വെളുപ്പിനെ 3-നും ഇടയിൽ 5 പേർ കോൾ ലിസ്റ്റിൽ പെട്ടിട്ടുണ്ട്. അവർ 11-ാം മൈലിന് 20 കിലോമീറ്റർ ചുറ്റുവട്ടമുള്ള ടവർ പരിധിയിൽ എവിടെയോ ഉണ്ടായിരുന്നു. സുദേശ് സുരേന്ദ്രനോട് കാര്യം പറഞ്ഞ് മനസ്സിലാക്കി. തുടർന്നവർ ആ രാത്രി സ്ഥിരമായി വെൻഡോ കാറിൽ സഞ്ചരിച്ചിരുന്നവരെയും നിരീക്ഷിക്കാൻ തീരുമാനിച്ചു. വളരെ സൂക്ഷ്മമായ നിരീക്ഷണത്തിനും പഠനങ്ങൾക്കും ശേഷം കോൾ ലിസ്റ്റിൽപ്പെട്ട 5 പേരിൽ നിന്നും പ്രഥമ ദൃഷ്ട്യാ സംശയം തോന്നിയ ബിസിനസ്സുകാരായ 3 പേരെ സുദേശും സുരേന്ദ്രനും ഷോർട്ട് ലിസ്റ്റ് ചെയ്തു. 3 പേരുടെയും വിവരങ്ങൾ ശേഖരിച്ചു. ടവർ ലൊക്കേഷൻ പരിശോധിച്ചു. വിളിച്ചിട്ടുള്ള ഫോൺ കോളുകളുടെ സമയം നോക്കി. ഈ 3 പേരും അപകട ദിവസം രാത്രി 2-നും 3-നും ഇടയ്ക്ക് 11-ാം മൈലിന് 10 കിലോമീറ്റർ ചുറ്റളവുണ്ടായിരുന്നതായി കണ്ടെത്തി. അതിലൊരു കാറായിരിക്കണം ആ യുവാക്കൾ സഞ്ചരിച്ച ബൈക്ക് ഇടിച്ചു വീഴ്ത്തി കടന്നു കളഞ്ഞിരിക്കുന്നതെന്ന് അവർ ഉറപ്പിച്ചു. ഏതോ പണച്ചാക്കിൻ്റേതാണ് കാറെന്നത് തീർച്ചയാണ്. രാഷ്ട്രീയ സ്വാധീനമുള്ളവരാണ് മിക്ക പണച്ചാക്കുകളും. അതുകൊണ്ട് തന്നെ വഴുതിപ്പോകാൻ സാധ്യത ഏറെയാണ്. രഹസ്യമായി വേണം ഇനി മുന്നോട്ട് നീങ്ങാൻ. സുദേശ് ആ 3 ബിസിനസ്സുകാരുടെയും വിശദ വിവരങ്ങൾ അന്വേഷിച്ചറിഞ്ഞു. സ്ഥിരമായി രാത്രിയാത്ര നടത്തുന്നവരാണ് അവർ. ഒരാൾ വർക്കിച്ചൻ എന്ന് വിളിക്കുന്ന തോമസ് വർക്കി. റിയൽ എസ്റ്റേറ്റ് ബിസിനസ് കൂടാതെ ടൗണിൽ 2 സൂപ്പർ മാർക്കറ്റും ഒരു ടെക്സ്റ്റൈൽസുമുണ്ട്. രണ്ടാമത് ശേഖർ നമ്പ്യാർ, പ്രശസ്തമായ SN ബിൽഡേഴ്സിൻ്റെ മുതലാളി. കേരളത്തിലെ ഒട്ടുമിക്ക ജില്ലകളിലും ഈ പേരുകളിൽ കൂറ്റൻ ഫ്ലാറ്റുകളുണ്ട്. മൂന്നാമത്തെയാൾ പ്രിൻസ്. സംസ്ഥാനത്തും വിദേശത്തുമായി 100ഓളം ബ്രാഞ്ചുകളുള്ള പ്രിൻസ് ജ്വല്ലറി ഉടമ. ഇവരിൽ ഒരാളാണ് ആ സംഭവത്തിന് ഉത്തരവാദി. എന്നാൽ അത് ആരായിരിക്കും? ആരാണെന്ന് എങ്ങനെ കണ്ടുപിടിക്കും? ഈ 3 പേർക്കും ചാരനിറത്തിലുള്ള വെൻഡോ കാറുകളാണുള്ളത്. ചാരനിറത്തിലുള്ള വെൻഡോ കാർ CCTV ക്യാമറയിൽ എങ്ങനെയിരിക്കും? അതറിയണമെങ്കിൽ വെളുപ്പിന് 3 മണിക്ക് അങ്ങനൊരു കാർ ഓടിച്ചു നോക്കണം. അതിനായി റോഡ് ബ്ലോക്ക് ചെയ്യണം. കൂടാതെ ചാരക്കളറിലുള്ള ഒരു വെൻഡോ കാർ സംഘടിപ്പിക്കുകയും വേണം. മുഹമ്മദ് റഫീഖുമായി സുദേശ് കൂടിയാലോചിച്ചു. ഒടുവിൽ ഒരു പ്രത്യേക ഉത്തരവ് പ്രകാരം വെൻഡോ കമ്പനിയുടെ സ്റ്റാഫിലൊരാൾ കാറുമായി എത്തി. റോഡെല്ലാം ബ്ലോക്ക് ചെയ്ത ആ കാറുമായി സംഭവ സ്ഥലത്തുകൂടെ വെളുപ്പിന് 3 മണിക്ക് നല്ല വേഗതയിൽ തന്നെ ഓടിച്ചു നോക്കി. അപകട ദൃശ്യങ്ങൾ പതിഞ്ഞ CCTV ക്യാമറയിൽ ചാരനിറത്തിലുള്ള കാർ എങ്ങനെയാണ് കാണുന്നതെന്ന് പരിശോധിച്ചു. നോക്കുമ്പോൾ നീലയും ചാരനിറവുമെല്ലാം ഒരേപോലെ തന്നെയാണ് കാണുന്നതെന്ന് സുദേശിന് മനസ്സിലായി. സുദേശ് തോമസ് വർക്കിയുടെ ഡ്രൈവറെ ചോദ്യം ചെയ്തു. വിശദമായ ചോദ്യം ചെയ്യലിൽ തോമസ് വർക്കിയും ശേഖരൻ നമ്പ്യാരും 11-ാം മൈൽ വഴി അന്നേ ദിവസം കടന്നു പോയിട്ടില്ലെന്ന് തെളിഞ്ഞു. ഈ 3 ബിസിനസ്സുകാരും കൂടി സംഭവസ്ഥലത്തിനടുത്തുള്ള ഒരു ബാറിൽ രാത്രി വൈകുവോളം വരെ മദ്യപിച്ചതായി സുദേശിന് മനസ്സിലായി. അതിനുശേഷം തോമസ് വർക്കിയും ശേഖരൻ നമ്പ്യാരും ഒരേ ദിശയിൽ കാറെടുത്ത് പോയതായും ഡ്രൈവറിൽ നിന്നറിഞ്ഞു. അതോടെ സുദേശ് ഒരു കാര്യം ഉറപ്പിച്ചു. പ്രിൻസ്, അയാളാണ് ആ കാറിൻ്റെ ഉടമ. 11-ാം മൈലിലെ വളവിൽ വെച്ച് അയാളാണ് ആ ചെറുപ്പക്കാരൻ്റെ മരണത്തിനിടയാക്കി അപകടമുണ്ടാക്കിയത്. തലയിലൊരു വെള്ളി വെളിച്ചം വീണതുപോലെ. ഇത്രയും നാളത്തെ ടെൻഷന് അറുതിയായിരിക്കുന്നു. യഥാർത്ഥ പ്രതിയെ കണ്ടെത്തിയിരിക്കുന്നു. ഇനി അയാളെ അറസ്റ്റ് ചെയ്യണം. അതോടൊപ്പം ആ കാറും കസ്റ്റഡിയിലെടുക്കണം. കാറ് കിട്ടിയാൽ മാത്രമേ അയാളെ അറസ്റ്റ് ചെയ്യാൻ കഴിയുകയുള്ളൂ. ഈ കേസിലെ ഒരേ ഒരു തെളിവാണത്. അത് കിട്ടിയില്ലെങ്കിൽ ഈ കേസ് പോലും നിലനിൽക്കില്ല. വിവരങ്ങളെല്ലാം സുദേശ് മുഹമ്മദ് റഫീഖിനെ അറിയിച്ചു. കാറ് കസ്റ്റഡിയിലെടുക്കുന്നതോടൊപ്പം തന്നെ പ്രിൻസിനെ അറസ്റ്റ് ചെയ്യാനുള്ള ഉത്തരവ് അദ്ദേഹം നൽകി.
അറസ്റ്റ് വാറണ്ടുമായി സുദേശ് പ്രിൻസ് ജ്വല്ലറിയിലെത്തി. എന്നാൽ അയാൾ അവിടെ ഇല്ലായിരുന്നു. ജീവനക്കാരനെ ചോദ്യം ചെയ്തതിൽ നിന്നും അയാൾ ജ്വല്ലറിയിലേക്ക് വന്നിട്ട് തന്നെ ഒരു മാസത്തോളമായെന്നറിഞ്ഞു. സുദേശ് സുരേന്ദ്രനുമൊത്ത് പ്രിൻസിൻ്റെ ടൗണിലെ എല്ലാ സ്ഥാപനങ്ങളിലും കയറി. എല്ലായിടത്തു നിന്നും ഒരേ മറുപടിയാണ് ലഭിച്ചത്. തുടർന്ന് അവർ ടൗണിലെ അയാളുടെ ബംഗ്ലാവിലെത്തി. അവിടെയും പ്രിൻസിനെയോ വെൻഡോ കാറോ അവർക്ക് കാണാൻ കഴിഞ്ഞില്ല. ഒരു മാസത്തിലേറെയായി അവിടെയും ചെന്നിട്ടെന്ന് വീട്ടുകാരിൽ നിന്നും അറിഞ്ഞു. സുദേശ് ഉടൻ തന്നെ സൈബർ സെല്ലുമായി ബന്ധപ്പെട്ടു. അവർക്ക് പ്രിൻസിൻ്റെ ഫോൺ നമ്പർ നൽകി ടവർ ലൊക്കേഷൻ പരിശോധിക്കാൻ അറിയിച്ചു. എന്നാൽ ആ മൊബൈൽ നമ്പറോ ഫോണോ ഈ അടുത്തിടെയെങ്ങും ഉപയോഗിച്ചിട്ടില്ല എന്നാണ് സൈബർ സെൽ കണ്ടെത്തിയത്. പ്രതി ഒളിവിൽ പോയിരിക്കുന്നു. ആ കാറും ഒരുപക്ഷെ അയാൾ ഈ സംസ്ഥാനം തന്നെ വിട്ടിരിക്കാം. പ്രതി എവിടെയാണെന്നോ കാർ എന്ത് ചെയ്തെന്നോ അറിയാതെ സുദേശ് ആകെ ടെൻഷൻ അടിച്ചിരുന്നു. ഇത്രയധികം സ്ഥാപനമുള്ള പ്രിൻസ് അത്ര പെട്ടെന്നൊന്നും കടന്നു കളയാൻ പറ്റില്ല. തൻ്റെ ബിസിനസ് സ്ഥാപനങ്ങളുടെ തകർച്ചയ്ക്ക് അത് വഴി തെളിയിക്കൂ. മാത്രവുമല്ല, കോടീശ്വരനും അധികാരസ്ഥാനങ്ങളിൽ ബന്ധങ്ങളുള്ള അയാൾക്ക് ഇതുപോലൊരു കേസിന് ഒളിവിൽ പോകേണ്ട ഒരാവശ്യവുമില്ല. നല്ലൊരു വക്കീലിനെ ഈസിയായി രക്ഷപ്പെടുത്തിയെടുക്കാവുന്ന കേസ്. എന്നിട്ടും പ്രിൻസ് എന്തിനു മറഞ്ഞിരിക്കുന്നു? അങ്ങനെയെങ്കിൽ വെറുമൊരു അപകടത്തിൻ്റെ പേരിലാകില്ല ഈ ഒളിവ്. പിന്നെയോ അത് കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. സാർ, സുരേന്ദ്രൻ്റെ ശബ്ദം സുദേശിനെ ചിന്തകളിൽ നിന്നുണർത്തി. സന്ധ്യയായിരിക്കുന്നു. സൂര്യഭഗവാന്റെ സ്വർണ്ണപ്രഭയാർന്ന തേര് ചക്രവാളത്തിലെവിടെയോ അപ്രത്യക്ഷമായി. പടിഞ്ഞാറൻ ആകാശത്ത് പരന്നു കിടന്ന കുങ്കുമവർണ്ണം മാഞ്ഞു തുടങ്ങി. ബീച്ചിലൊരു ചാരുബെഞ്ചിൽ ഓർമ്മകളിൽ മുഴുകി എവിടേക്കോ കണ്ണു നട്ടിരിക്കുകയാണ് അദ്ദേഹം. സാധാരണ അങ്ങനെയാണ്. കുഴഞ്ഞു മറിഞ്ഞ കേസുകളിൽ തുമ്പു കിട്ടാതെ വിഷമിച്ചിരിക്കുന്ന അവസരങ്ങളിൽ ടൗണിൽ നിന്നും ഒത്തിരി അകലെയല്ലാത്ത ഒരു ബീച്ചിൽ വന്നിരിക്കാറുണ്ട്. ഇളകിമറിയുന്ന കടലിലേക്ക് നോക്കി മനസ്സ് ശൂന്യമാക്കിയിടണം. ആ തിരമാലകളുടെ സഞ്ചാരവും കുണുങ്ങിയുള്ള തിരിച്ചുപോക്കും നോക്കി അങ്ങനെ ഇരിക്കണം. അവ കരയിൽ ഉപേക്ഷിച്ചു പോകുന്ന കക്കകളും മുത്തുകളും നോക്കി ചിരി തൂകണം. ആർക്കോ വേണ്ടിയുള്ള അവയുടെ കാത്തിരിപ്പിനെ ഓർത്ത് ആകുലപ്പെട്ടിട്ടെന്ത് കാര്യം? ആഴങ്ങളിൽ നിന്നും കടൽ പുറന്തള്ളുന്ന വസ്തുക്കൾ കണക്കെ തൻ്റെ മനസ്സിൽ നിന്നും വേണ്ടാത്ത കാര്യങ്ങളെല്ലാം നീക്കം ചെയ്യണം. മനസ്സ് ഫ്രഷ് ആവണം. പ്രിൻസ്, ഫോക്സ് വാഗൺ വെൻഡോ. തൻ്റെ മനസ്സിനെ പ്രക്ഷുബ്ധമാക്കുന്ന ഉറക്കം കെടുത്തുന്ന 2 പേരുകൾ കണ്ടെത്തണം. കണ്ടെത്തിയേ തീരൂ. എങ്കിലേ ഇളകിമറിയുന്ന ഈ തിരമാലകൾ കണക്കെയുള്ള തൻ്റെ മനസ്സ് ശാന്തമാകും. സാർ, വീണ്ടും ചിന്തകളിലേക്ക് ഊളിയിട്ട് സുദേശിനെ സുരേന്ദ്രൻ്റെ വിളിവെച്ച വർത്തമാനകാലത്തേക്ക് തിരികെ കൊണ്ടുവന്നു. അദ്ദേഹം തലയുയർത്തി നോക്കി. സാർ, അതാരാണെന്ന് മനസ്സിലായോ? സുരേന്ദ്രൻ കൈ ചൂണ്ടിയ ഭാഗത്തേക്ക് സുദേശ് നോക്കി. ഒരു സൂട്ട് കേസുമായി കടൽക്കരയിലൂടെ നടന്നു പോകുന്ന ഒരാൾ. 6 അടിയോളം ഉയരവും അതിനൊത്ത വണ്ണവുമുള്ള ഒരു ചെറുപ്പക്കാരൻ. കറുത്ത പാൻറ്റും മെറൂൺ കളർ ഷർട്ടും വേഷം. ആരാണത്? എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. നല്ല പരിചയമുള്ള മുഖം. പ്രിൻസിൻ്റെ മാനേജറാണ് അയാൾ, നോബിൾ. പെട്ടെന്ന് ജ്വല്ലറിയിൽ വെച്ച് കണ്ട മുഖം ഓർമ്മ വന്നു. ഇയാളെന്താ ഇവിടെ? നോ ഐഡിയ സാർ. പ്രിൻസ് ജ്വല്ലറിയുടെ കേരളത്തിലെ ബ്രാഞ്ചുകളെല്ലാം ഇയാളാ നോക്കി നടത്തുന്നത്. ഈ സമയം ഇയാൾ ഇവിടെ വരേണ്ടതില്ലല്ലോ, അതും ഒറ്റയ്ക്ക്. സുദേശ് അല്പനേരം ചിന്തിച്ചിരുന്നു. പിന്നെ സുരേന്ദ്രനെ നോക്കി. സുരേന്ദ്ര, നോബിളിനെ ഫോളോ ചെയ്യണം ഉടൻ. സുരേന്ദ്രൻ ആ നിമിഷം തന്നെ നോബിൾ അറിയാതെ അയാളെ ഫോളോ ചെയ്യാൻ തുടങ്ങി. ഏകദേശം 1 കിലോമീറ്റർ നടന്നു കാണും. ലൈറ്റ് ഹൗസ് എത്തുന്നതിന് മുമ്പുള്ള ഒരു ചെറിയ ടാറിട്ട റോഡിലേക്ക് നോബിൾ തിരിഞ്ഞു. തൻ്റെ കാഴ്ചയിൽ നിന്നും അവൻ മറയാതിരിക്കാനായി സുരേന്ദ്രൻ വേഗം നടന്നു. മഫ്തിയിലായിരുന്നതുകൊണ്ടും ബീച്ചിൽ വേറെയും ആൾക്കാർ ഉണ്ടായിരുന്നതുകൊണ്ടും അത്ര പെട്ടെന്ന് തന്നെ ആരും ശ്രദ്ധിക്കില്ലെന്ന ബോധ്യം സുരേന്ദ്രനുണ്ടായിരുന്നു. ഇടറോഡിലേക്ക് കയറിയ നോബിൾ അല്പദൂരം മുന്നോട്ട് നടന്നതും പെട്ടെന്നൊരു കാറ് പാഞ്ഞു വന്ന റോഡരികിൽ അവൻ അരികിലായി നിർത്തി. നടത്തം നിർത്തിയ നോബിൾ പാൻസിൻ്റെ പോക്കറ്റിൽ നിന്നും ഒരു തൂവാല എടുത്ത് മുഖം തുടച്ചു. അതിനുശേഷം തൂവാല അലക്ഷ്യമായി റോഡരികിലെ കുറ്റിക്കാട്ടിലേക്ക് എറിഞ്ഞു. പെട്ടെന്ന് കാറിൻ്റെ ബാക്ക് ഡോറ് തുറന്നു വന്നു. അവൻ സൂട്ട് കേസുമായി അതിൻ്റെ ഉള്ളിലേക്ക് കയറി. സുരേന്ദ്രൻ അടുത്ത് കണ്ട അടഞ്ഞു കിടന്ന പെട്ടിക്കടയുടെ മറവിലേക്ക് മാറി നിന്ന് അവിടെ നടക്കുന്ന രംഗം വീക്ഷിച്ചു. അല്പസമയം കഴിഞ്ഞതും നോബിൾ കാറിൽ നിന്നും പുറത്തിറങ്ങി. അപ്പോൾ അയാളുടെ കയ്യിൽ സൂട്ട് കേസ് ഉണ്ടായിരുന്നില്ല. വെറും കൈയോടെ അയാൾ ബീച്ച് ലക്ഷ്യമാക്കി നടന്നു. സുരേന്ദ്രൻ പോക്കറ്റിൽ നിന്നും ഫോണെടുത്ത് സുദേശിൻ്റെ നമ്പർ ഡയൽ ചെയ്തു. മറുതലയ്ക്കൽ കോള് കണക്റ്റായതും സുരേന്ദ്രൻ അതുവരെ നടന്ന കാര്യങ്ങൾ പതിഞ്ഞ ശബ്ദത്തിൽ അറിയിച്ചു. ഒപ്പം ആ കാറിൻ്റെ നമ്പറും. അതിനുശേഷം വീണ്ടും നോബിളിനെ ഫോളോ ചെയ്യാൻ തുടങ്ങി. ബീച്ചിൽ തിരക്ക് നന്നേ കുറഞ്ഞിരുന്നു. വിളക്കുകാലുകൾ അങ്ങിങ്ങായി കണ്ണു തുറന്ന പ്രകാശം പൊഴിച്ചു തുടങ്ങി. തിരകൾ ശക്തി കുറഞ്ഞിരിക്കുന്നു. ഒരു നിമിഷം നിന്ന നോബിൾ ഫോൺ കയ്യിലെടുത്ത് ആർക്കോ ഡയൽ ചെയ്തു. തുടർന്ന് ഫോൺ ചെവിയോട് ചേർത്ത് വീണ്ടും നടന്നു. കുറച്ചു ദൂരം മുന്നോട്ട് നടന്ന് കത്താത്ത വിളക്കിൻ്റെ കാലിൻ്റെ ചോട്ടിലെ അരണ്ട വെളിച്ചത്തിലെത്തിയതും പിന്നിൽ നിന്നും ഒരു കൈവന്ന് നോബിളിൻ്റെ തോളിൽ പതിച്ചു. അയാൾ ഞെട്ടിത്തിരിഞ്ഞതും കയ്യിലിരുന്ന ഫോൺ താഴെ ചുരിമണലിലേക്ക് വീണു. അജാനുബാഹുവായ ഒരു മനുഷ്യൻ, 6 അടി പൊക്കം, ഉറച്ച മസിലുകൾ,
ലൈറ്റ് ബ്ലൂ ഷർട്ടും ജീൻസും വേഷം. തലയിലെ ക്യാപ്പ് മുന്നിലേക്ക് ചരിച്ചു വെച്ചിരുന്നതിനാൽ മുഖം വ്യക്തമല്ല. നോബിൾ ഒന്ന് ഭയന്നു. അയാളുടെ അതരങ്ങൾ വിറച്ചു. ആരാ നിങ്ങൾ? അറിയണോ നിനക്ക്? ദാ നോക്ക്. അയാൾ തലയിൽ നിന്നും ക്യാപ്പ് ഊരിയതും നോബിളിന്റെ ചുണ്ടിൽ നിന്നും ആ പേര് പുറത്തു ചാടി. സുദേശ്. യെസ്, ഐ ആം സുദേശ്, DYSP സുദേശ്. സുദേശിന്റെ ചിരി അവിടെ എങ്ങും മുഴങ്ങി. പോലീസാണെന്നറിഞ്ഞതും നോബിളിന്റെ ഭയം പകുതി കുറഞ്ഞു. എത്രയെത്ര പോലീസുകാരെ താൻ കണ്ടിരിക്കുന്നു. എത്രയോ പേർ ഈ കൈകളിൽ നിന്നും ലക്ഷങ്ങൾ വാങ്ങി പോയിരിക്കുന്നു. സാർ എന്താ ഇവിടെ? ചുമ്മാ കാറ്റുകൊള്ളാൻ. അതിരിക്കട്ടെ, നോബിൾ എന്താ ഇവിടെ? ചുമ്മാ നടക്കാനിറങ്ങിയതാ സാർ. ഓ, ഇപ്പോൾ ജ്വല്ലറിയിൽ നല്ല സെയിൽ നടക്കുന്ന സമയമല്ലേ നോബിളെ? ഇങ്ങനെ ഒരു ഉത്തരവാദിത്വവുമില്ലാതെ കറങ്ങാനിറങ്ങുമോ? ഓരെങ്കിൽ പ്രിൻസ് മുതലാളിയും സ്ഥലത്തില്ല. അത് പറഞ്ഞുകൊണ്ട് സുദേശി നോബിളിൻ്റെ മുഖത്തേക്ക് നോക്കി. അവൻ്റെ മുഖം വിളറി വെളുത്തു. അത് സാർ ഞാൻ. മോനെ നോബിളെ. സുദേശ് അവൻ്റെ തോളിലൂടെ കൈയിട്ടുകൊണ്ട് മുന്നോട്ട് നടന്നു. ഈ സമയം താഴെ വീണ് കിടന്നിരുന്ന ഫോണെടുത്ത് സുരേന്ദ്രൻ സ്വന്തം പോക്കറ്റിലേക്ക് ഇട്ടു. സത്യം പറ, പ്രിൻസ് എവിടെയാണുള്ളത്? ഒട്ടും പ്രതീക്ഷിക്കാതെയുള്ള ആ ചോദ്യം കേട്ട് നോബിൾ നടുങ്ങി. അറിയില്ല സാർ. അറിയാം, നിനക്കെല്ലാം അറിയാം. ഇത്രയധികം സ്ഥാപനങ്ങൾ നിന്നെ ഏൽപ്പിച്ചിട്ട് പുറപ്പെട്ടു പോകുവാനും മാത്രം വിഡ്ഢിയല്ല അയാൾ. അതുകൊണ്ട് പറഞ്ഞു, എവിടെയാണ് പ്രിൻസ് ഉള്ളത്? ഇല്ല സാർ, അറിയില്ല എനിക്ക്. ശരി, അത് നിനക്കറിയില്ല, സമ്മതിച്ചു. പക്ഷെ അല്പം മുമ്പ് നിന്റെ കയ്യിലുണ്ടായിരുന്ന ആ സൂട്ട് കേസ് ഉണ്ടല്ലോ, എന്തായിരുന്നു അതിൻ്റെ ഉള്ളിൽ? അത് ആർക്കാ കൈമാറിയത്? ആരായിരുന്നു ആ കാറിലുണ്ടായിരുന്നത്? താൻ അകപ്പെട്ട് കഴിഞ്ഞെന്ന് നോബിളിന് മനസ്സിലായി. എല്ലാം മനസ്സിലാക്കിയിട്ടുള്ള വരവാണിത്. രക്ഷപ്പെട്ടേ പറ്റൂ. പെട്ടെന്ന് തൻ്റെ തോളിലിരുന്ന കൈ തട്ടിത്തെറിപ്പിച്ച് വലതുകാൽ കുത്തി മുകളിലേക്ക് ഉയർന്ന നോബിൾ സുദേശിന്റെ നെഞ്ചിൽ ആഞ്ഞു ചവിട്ടി. അപ്രതീക്ഷിതമായ ആ നീക്കത്തിൽ സുദേശ് പുറകിൽ തെറിച്ചു വീണു. ഇത് കണ്ട് തൻ്റെ അടുത്തേക്ക് വന്ന സുരേന്ദ്രനെയും ചവിട്ടിത്തെറിപ്പിച്ച് നോബിൾ അല്പം അകലെയായി പാർക്ക് ചെയ്തിരുന്ന തൻ്റെ കാറിൻ്റെ അടുത്തേക്ക് ഓടി. നിലത്ത് വീണ സുദേശ് ഒരു അഭ്യാസിയെപ്പോലെ ചാടി എഴുന്നേറ്റു. മുന്നോട്ട് കുതിച്ച് അദ്ദേഹം നോബിളിന്റെ പിന്നാലെ പാഞ്ഞു. അവൻ അരികിലെത്തിയതും ഷർട്ടിന്റെ കോളറിൽ പിടുത്തം കെട്ടി. കുതിരമാറി അവൻ വീണ്ടും മുന്നോട്ടോടാൻ ശ്രമിച്ചതും സുദേശിന്റെ വലതുമുഷ്ടി നോബിളിന്റെ താടിയലിൽ പതിച്ചു. മലർന്നടിച്ച് മണലിൽ വീണ അവന്റെ മുടികളിൽ പിടിച്ച് സുദേശി മുകളിലേക്ക് ഉയർത്തി താടിയലിൽ വീണ്ടും ഒരു കനത്ത പ്രഹരമേൽപ്പിച്ചു. അസഹ്യമായ വേദനയാൽ പുളഞ്ഞ അവൻ കരയാൻ വായി തുറന്നതും കൊഴുത്ത ചോര പുറത്തേക്ക് ചാടി. സുദേശിന്റെ ശക്തമായ കരങ്ങളിൽ കിടന്നു കുതിരിയ നോബിളിന്റെ വലതു കവളിൽ അദ്ദേഹത്തിന്റെ കൈപ്പടം പതിഞ്ഞതും അവൻ മണലിലേക്ക് മൂക്കുകുത്തി വീണു. മുട്ടുകുത്തിയിരുന്ന അവന്റെ കഴുത്തിൽ കുത്തിപ്പിടിച്ച സുദേശ് പറഞ്ഞു, ഒന്നു കളയും പന്നി ഞാൻ, പോലീസിനെ കൈവയ്ക്കുന്നോടാ. ഈ സമയം സുരേന്ദ്രന്റെ മെസ്സേജ് കിട്ടിയ കൺട്രോൾ റൂം വെഹിക്കിൾ അവിടെ പാഞ്ഞെത്തിയിരുന്നു. അതിൽ നിന്നും ഇറങ്ങിയ 3 പോലീസുകാർ സുദേശിന്റെ അരികിലേക്ക് ഓടിയെത്തി. അവനെ അവർക്ക് കൈമാറിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു, ജില്ലാ റിസർവ് ക്യാമ്പിലേക്ക് വിട്ടു. യാതൊരു കാരണവശാലും പബ്ലിക്കോ മീഡിയയോ ഇതറിയരുത്. ബി കെയർഫുൾ. കൺട്രോൾ റൂം വെഹിക്കിൾ നോബിളുമായി ജില്ലാ റിസർവ് പോലീസ് ക്യാമ്പിലേക്ക് തിരിച്ചു. അവർക്ക് പിന്നാലെ സുദേശും സുരേന്ദ്രനും. ബീച്ച് റോഡിൽ നിന്നും പുറപ്പെട്ട കാർ MG റോഡിലേക്ക് കയറിയതും വേഗത വർദ്ധിച്ചു. സമയം സന്ധ്യയായിരിക്കുന്നു. റോഡിൽ സാമാന്യം നല്ല തിരക്കുണ്ട്. വഴിവിളക്കുകൾ തെളിഞ്ഞു തുടങ്ങിയിരിക്കുന്നു. വളരെ ശ്രദ്ധാപൂർവം ഡ്രൈവ് ചെയ്യുകയായിരുന്ന തോമസ് വർക്കി പുറകിലിരുന്നയാളോട് പറഞ്ഞു, ആ പ്രിൻസ് ഓക്കെ അല്ലേ ശേഖരൻ നമ്പ്യാരെ? തനിക്കെന്താടോ വർക്കിച്ച ഒരു പേടി പോലെ? പേടിക്കണം നമ്പ്യാരെ. ആ സുദേശ് പ്രിൻസിനെയും തപ്പി നടക്കുക. അവൻ നടക്കട്ടേടോ. നടന്ന് ചെരുപ്പിന്റെ വള്ളി പൊട്ടുമ്പോൾ അവൻ കൂട്ടിൽ കയറിക്കോളും. അറിഞ്ഞിടത്തോളം ആ സുദേശ് നിസാരക്കാരനല്ല. അന്വേഷിച്ച കേസുകളിലെല്ലാം ജയിച്ച ചരിത്രമാ. അതെയോ? എങ്കിൽ കാര്യങ്ങൾ എളുപ്പമായി. എടോ വർക്കിച്ച, ജയിച്ചു നിൽക്കുന്നവനെ പരാജയപ്പെടുത്താൻ എളുപ്പമാ. അത് നമ്മുടെ കൈകൾ കൊണ്ടുള്ള പരാജയമാകുമ്പോൾ കാഠിന്യം കൂടും. പ്രിൻസിനെ കിട്ടാതെ അവൻ എന്ത് ചെയ്യാനാടോ? അത് ശരിയാ. പ്രിൻസിന്റെ ഒരു രോമത്തെ തൊടാൻ പോലും ഇവിടുത്തെ പോലീസിനെ കൊണ്ടാവില്ല. ഈ സിറ്റിയിൽ ഇവന്മാരുടെയൊക്കെ മൂക്കിൻ തുമ്പത്ത് കിടന്ന് കളിച്ചിട്ടും അവനെ ഒന്ന് കണ്ടെത്താൻ പോലും കഴിയാത്തവന്മാരാ ഇനി പിടിക്കാൻ പോകുന്നത്. അതും പറഞ്ഞ് ശേഖരൻ നമ്പ്യാർ പൊട്ടിച്ചിരിച്ചു. വർക്കിച്ചന്റെ ചുണ്ടിലും ഒരു പുഞ്ചിരി വിരിഞ്ഞു. കയ്യിലിരുന്ന സൂട്ട് കേസിൽ കൈവിരലുകളാൽ താളമിട്ട് ശേഖരൻ നമ്പ്യാർ പറഞ്ഞു, ഇതിൽ നോബിളിന്റെ കളക്ഷൻ 1 കോടി, അതും 2000-ന്റെ. പിന്നെ കാറിലുള്ളത് എന്റെയും തന്റെയും വക 24 കോടി. പ്രിൻസിന്റെ കയ്യിൽ ബ്ലാക്ക് 14.5, മൊത്തം 39.5. ഇടുക്കിയിലെ നമ്മുടെ പാർട്ടിക്ക് കൊടുക്കേണ്ടത് 7 കോടി. നമ്മുടെ ലാഭം 32.5 കോടി. പറഞ്ഞു തീർന്നതും നമ്പ്യാരുടെ ചിരി കാറിന്റെ ഉള്ളിൽ മുഴങ്ങി. 30 നമുക്ക് മൂവർക്കും, 1 നോബിളിന്, ബാക്കി പുതിയ മെഷീനറിക്ക്. വർക്കിച്ചൻ കൂട്ടിച്ചേർത്തു. മറ്റന്നാൾ ബോംബെയിൽ നിന്നും എത്തുമടോ നമ്മുടെ യന്ത്രം. റിസർവ് ബാങ്കിനെയും കവച്ചു വയ്ക്കുന്ന നോട്ട് നമ്മളടിക്കും. അടുത്ത ഇലക്ഷനിൽ ഈ കടലാസുകൾ വിധി നിർണ്ണയിക്കും. നമ്മൾ പറയുന്നവർ നാട് ഭരിക്കും. അതോടെ ഈ കൊച്ചു കേരളം നമ്മുടെ കൈവെള്ളയിൽ. അല്ലേ നമ്പ്യാരെ?
പ്രശസ്തമായ SN ബിൽഡേഴ്സ് ഉടമ ശേഖരൻ നമ്പ്യാരും റിയൽ എസ്റ്റേറ്റ് രംഗത്തെ പ്രമുഖനും വ്യവസായിയുമായ തോമസ് വർക്കി എന്ന വർക്കിച്ചനുമായിരുന്നു ആ കാറിൽ. പ്രിൻസ് അവരുടെ ഉറ്റ ചങ്ങാതിയും പല ബിസിനസ്സുകളിലെയും പാർട്ട്ണർമാരുമായിരുന്നു. 11-ാം മൈലിലെ അപകടം നടക്കുന്നതിൻ്റെ തൊട്ടു മുമ്പായി അതിനടുത്ത ബാറിൽ ഈ മൂവരും കൂടിയിരുന്നു. അവിടെ നിന്നും വരുന്ന വഴിയാണ് പ്രിൻസ് അപകടമുണ്ടാക്കി കടന്നു കളഞ്ഞത്. പ്രിൻസിന്റെ നിർദ്ദേശപ്രകാരം അന്നത്തെ കളക്ഷൻ തുകയിൽ നിന്നും 1 കോടി രൂപ ബീച്ച് റോഡിൽ വെച്ച് നോബിൾ ഇവർക്ക് കൈമാറിയിരുന്നു. അതും വാങ്ങി രഹസ്യ സങ്കേതത്തിലേക്കുള്ള യാത്രാമധ്യയായിരുന്നു അവർ. ടൗൺ ഏരിയ വിട്ടതും വർക്കിച്ചന്റെ കാൽ ആക്സിലേറ്ററിൽ അമർന്നു. കാർ കുതിച്ചു പാഞ്ഞു. എന്നാൽ തങ്ങൾക്ക് പിന്നാലെ ഒരു നിശ്ചിത അകലമിട്ട് വന്നുകൊണ്ടിരുന്ന എൻഫീൽഡ് ബുള്ളറ്റും അതിലിരുന്ന ആളെയും വർക്കിച്ചനോ ശേഖരൻ നമ്പ്യാരോ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല. SP മുഹമ്മദ് റഫീഖായിരുന്നു ആ ബുള്ളറ്റിലുണ്ടായിരുന്നത്. നോബിൾ സൂട്ട് കേസ് ഏൽപ്പിച്ച വിവരവും ആ കാറിന്റെ നമ്പറും അറിഞ്ഞ ഇടം തന്നെ ഇറങ്ങുകയായിരുന്നു. അവർ കാറ് മാറുമെന്നോ നമ്പർ മാറ്റുമെന്നോ ഭയന്നിരുന്നു. എന്നാൽ അതുണ്ടായില്ല. അന്വേഷണത്തിന് ഒറ്റയ്ക്ക് തന്നെ ഇറങ്ങി. അല്പം ബുദ്ധിമുട്ടിയാണെങ്കിലും കാറ് കണ്ടെത്തി. പോലീസ് ജീപ്പോ കാറിലോ പിന്തുടരുന്നത് ഉചിതമാകില്ലെന്നും പെട്ടെന്ന് കണ്ടുപിടിക്കാൻ സാധ്യതയേറുമെന്നും തോന്നിയതുകൊണ്ടാണ് ബുള്ളറ്റ് എടുത്തത്. ഹെൽമറ്റ് കൂടി ഉള്ളതുകൊണ്ട് തന്നെ ആർക്കും മനസ്സിലാവില്ലെന്നും അദ്ദേഹത്തിന് തോന്നി. ആ കാറിലുള്ളവർ ആരൊക്കെയാണെന്നും എന്താണ് അവരുടെ ലക്ഷ്യമെന്നും കണ്ടെത്തണം. ആ സൂട്ട് കേസിൽ എന്താണെന്നറിയണം. നോബിൾ ബന്ധപ്പെട്ട കേസായതിനാൽ പ്രിൻസിലേക്കുള്ള വഴിയും ഒരുപക്ഷെ തെളിഞ്ഞേക്കുമെന്ന് തോന്നി. പിന്തുടരുന്ന വിവരം കാറിലുള്ളവർ അറിയാതിരിക്കാനായി വാഹനങ്ങളുടെ മറപറ്റിയാണ് മുഹമ്മദ് റഫീഖ് ബൈക്ക് ഓടിച്ചിരുന്നത്. ടൗൺ ഏരിയ വിട്ടാൽ ഒരുപക്ഷെ ആ കാർ അതിവേഗതയിൽ പോയേക്കാമെന്ന് അദ്ദേഹത്തിന് തോന്നി. ഒരു ഫോൺ കോൾ അല്ലെങ്കിൽ ഒരു മെസ്സേജ്, അത്രമാത്രം മതി ആ കാറിനെ കസ്റ്റഡിയിലെടുക്കാൻ. പക്ഷെ അതുകൊണ്ട് ഒരു പ്രയോജനമൊന്നും ഉണ്ടാവില്ല. വമ്പൻ സ്രാവുകളാണെങ്കിൽ അവരെ അറസ്റ്റ് ചെയ്യുന്ന ആ നിമിഷം തന്നെ വിളി വരും. ഒന്ന് ചോദ്യം ചെയ്യാൻ പോലുമാകാതെ അവരെ വിട്ടു നൽകേണ്ടി വരും. അത് വേണ്ട. ആ കാറിനെ ചുറ്റിപ്പറ്റി ദുരൂഹതയേറിയ എന്തോ ഉണ്ടെന്ന് മനസ്സ് പറയുന്നു. ഇപ്പോൾ നോബിളിനെ കിട്ടി. അവനെ ചോദ്യം ചെയ്ത് കിട്ടുന്ന വിവരങ്ങൾ സ്വദേശി വിളിച്ചറിയിക്കും. ബ്ലൂടൂത്ത് ഹെഡ്സെറ്റിൽ ഒരു കോൾ വരുന്ന ഇരമ്പം. മുഹമ്മദ് റഫീഖ് ബൈക്കിന്റെ മുന്നിൽ ഫിറ്റ് ചെയ്തിരുന്ന മൊബൈൽ സ്റ്റാൻഡിന്റെ ഫോണിലേക്ക് നോക്കി. സൈബർ സെല്ലിൽ നിന്നാണ്. അദ്ദേഹം പെട്ടെന്ന് തന്നെ കോൾ അറ്റൻഡ് ചെയ്തു. സാർ, സൈബർ സെല്ലിൽ നിന്നാണ്. തന്നിരുന്ന നമ്പർ സെർച്ച് ചെയ്തു. ആ നമ്പർ വ്യാജമാണ്. അങ്ങനെ ഒരു നമ്പർ രജിസ്റ്റർ ചെയ്തിട്ടില്ല സാർ. ഓക്കെ, ക്ലിയറായി, താങ്ക് യു. തൻ്റെ ഊഹം തെറ്റിയില്ലെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. ദുരൂഹമായതെന്തോ ആ കാറിനെ ചുറ്റിപ്പറ്റിയുണ്ട്. താൻ പിന്തുടരുന്ന കാറിന്റെ നമ്പറായിരുന്നു സൈബർ സെല്ലിന് നൽകിയിരുന്നത്. അത് വ്യാജമാണെന്ന് തെളിഞ്ഞിരിക്കുന്നു. എന്താണിതിന് പിന്നിലെന്ന് കണ്ടുപിടിക്കണം. ഇത്ര നല്ല അവസരം ഇനി കിട്ടില്ല. ടൗൺ ഏരിയ കഴിഞ്ഞതും മുന്നിലെ കാറിന്റെ വേഗത വർദ്ധിച്ചതായി മുഹമ്മദ് റഫീഖ് അറിഞ്ഞു. അദ്ദേഹം ബൈക്കിന്റെ വേഗത വർദ്ധിപ്പിച്ചു. കുണ്ടന്നൂർ കഴിഞ്ഞ് പാലമിറങ്ങി മുന്നോട്ട് കുതിച്ച കാർ പനങ്ങാടെത്തി ഇടത്തോട്ട് തിരിഞ്ഞ് മുന്നോട്ട് പോയി. വലിയ വീതിയില്ലാത്ത വഴിയായതിനാൽ ഇനി അങ്ങോട്ട് സ്പീഡ് കുറച്ച് അവർക്ക് സഞ്ചരിക്കാൻ കഴിയുമെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. തന്നെയുമല്ല, ലക്ഷ്യസ്ഥാനം അകലെയല്ലെന്നും തൻ്റെ അധികാരപരിധിക്കുള്ളിലാണെന്നതും സന്തോഷമുളവാക്കി. ഇരുട്ടിത്തുടങ്ങിയിരിക്കുന്നു. വഴിവിളക്കുകളെല്ലാം തന്നെ പ്രകാശം ചുരിഞ്ഞു തുടങ്ങി. ആ സമയം സുദേശിന്റെ കോൾ വന്നു. അത് അറ്റൻഡ് ചെയ്ത അദ്ദേഹം ആ വിവരം കേട്ട് നടുങ്ങിപ്പോയി. പ്രിൻസിന്റെ നിർദ്ദേശപ്രകാരം ടൗണിലെ അയാളുടെ 4 ജ്വല്ലറിയിലെ കളക്ഷനിൽ നിന്നുമുള്ള 1 കോടി രൂപയായിരുന്നു ആ സൂട്ട് കേസിലുണ്ടായിരുന്നത്. സുദേശ് നോബിളിനെ ചോദ്യം ചെയ്തതിൽ നിന്നും കിട്ടിയ വിവരങ്ങളായിരുന്നു അത്. ഒരു രേഖയുമില്ലാത്ത അത്രയും പണം കൈമാറിയതിനാൽ സംശയം തോന്നി വീണ്ടും ചോദ്യം ചെയ്തപ്പോഴാണ് ഞെട്ടിക്കുന്ന മറ്റൊരു രഹസ്യം അറിഞ്ഞത്. 7 കോടി രൂപയുടെ കഞ്ചാവ് ഇന്ന് ഇടുക്കിയിൽ നിന്നും എത്തുന്നു. വരുന്നത് ശേഖരൻ നമ്പ്യാരുടെ പനങ്ങാടുള്ള SN ബിൽഡേഴ്സിന്റെ ഗോഡൌണിലേക്ക്. അതിനായി അവിടെ കാത്തിരിക്കുന്നത് വർക്കിച്ചനും നമ്പ്യാരും പ്രിൻസും. കൂട്ടുകച്ചവടം നടത്തുന്ന വമ്പന്മാർ. കഞ്ചാവ് എപ്പോൾ എത്തുമെന്നോ എങ്ങനെ എത്തുമെന്നോ നോബിളിന് അറിയില്ല. പ്രിൻസിന്റെ കേരളത്തിലുള്ള ബ്രാഞ്ചിൽ ജോലിക്ക് നിർത്തിയിട്ടുള്ള ക്രിമിനൽസ് വഴി സംസ്ഥാനമൊട്ടുക്ക് വിതരണം നടത്തി കോടികൾ സമ്പാദിക്കാനാണ് പ്ലാൻ. സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളെ ലക്ഷ്യമിട്ടുള്ള ബിസിനസ്. കാറിലുള്ളത് തോമസ് വർക്കി എന്ന വർക്കിച്ചനും ശേഖരൻ നമ്പ്യാരും. എല്ലാ ഇടപാടുകളും നേരിൽ നടത്താൻ ഇഷ്ടപ്പെടുന്നവർ. എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാർക്കും പണം വാരിക്കോരി നൽകുന്നവർ. മന്ത്രിസഭയിൽ പോലും സ്വാധീനമുള്ളവർ. താൻ വളരെയധികം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നുവെന്ന് മുഹമ്മദ് റഫീഖിന് മനസ്സിലായി. എവിടെയും ഒരു പിഴവ് പോലും വരുത്തിക്കൂടാ. ഇനി മുന്നോട്ടുള്ള യാത്ര വളരെ ശ്രദ്ധിച്ച് ആരും അറിയാതെ വേണം. ഇടുക്കിയിൽ നിന്നും വരുന്ന കഞ്ചാവ് കൈയോടെ പിടികൂടണം. ഒപ്പം അവന്മാരെയും. തെളിവ് സഹിതം പിടികൂടണമെങ്കിൽ ആ സാധനം നമ്പ്യാരുടെ ബിൽഡിങ്ങിലെത്തണം. അവിടെ ഒരു പക്ഷേ പ്രിൻസും കണ്ടേക്കാം. അവർ മൂവരും പിടിയിലാകുന്നതോടെ ഒത്തിരി ചോദ്യങ്ങൾക്ക് ഉത്തരമാകും. മുഹമ്മദ് റഫീഖ് മുന്നോട്ട് നോക്കി. ആ കാറ് കണ്ണിൽ നിന്നും മറഞ്ഞിരിക്കുന്നു. കുറച്ചുകൂടി മുന്നോട്ട് പോയ അദ്ദേഹം അല്പം ഇരുട്ടുള്ള ഭാഗം നോക്കി ബുള്ളറ്റ് റോഡരികിലേക്ക് ഒതുക്കി നിർത്തി. ശേഷം ഫോണെടുത്ത് സുദേശിനെ വിളിച്ചു. ആദ്യ ബെല്ലിന് തന്നെ സുദേശ് കണക്റ്റായി. ഹലോ സാർ. സുദേശേ, ആ കാറ് മിസ്സായല്ലോ, എന്താ ചെയ്യുക? സാരമില്ല സാർ, നമുക്ക് കണ്ടുപിടിക്കാം. സാർ ഇപ്പോൾ ഏത് ലൊക്കേഷനിലാ? പനങ്ങാട് ജംഗ്ഷനിൽ നിന്നും ഇടത്തോട്ട് തിരിഞ്ഞ് ഏകദേശം 5 കിലോമീറ്റർ പോന്നിരിക്കണം. ശരി സാർ, ഞാൻ സുരേന്ദ്രനുമായി പുറപ്പെടുകയാണ്. കോഴ്സ് വേണ്ടി വരുമോ സാർ?
പാടില്ല സുദേശേ, ആരും അറിയരുത്. ഫോഴ്സിനെ വിളിച്ചാൽ പ്രതികൾ വിവരമറിയാൻ ഇടയാകും. നമ്മുടെ ഇടയിലും കാണും അവരുടെ ആളുകൾ. സാറ് നിൽക്കുന്ന സ്ഥലത്ത് നിന്നും വളരെ കുറച്ച് ദൂരമേയുള്ളൂ SN ബിൽഡിങ്സിലേക്ക്. എൻ്റെ ഊഹം ശരിയാണെങ്കിൽ പണി തീരാത്ത ആ ഫ്ലാറ്റിലുണ്ടാവും അവർ. അവിടെ തന്നെ ഉണ്ടാകുമെന്ന് എൻ്റെയും സംശയം. അവിടെ ആരൊക്കെ ഉണ്ടെന്നോ എത്ര പേരുണ്ടെന്നോ നമുക്കറിയില്ലല്ലോ. എന്തായാലും സാറ് സേഫായി നിൽക്കുക, ഞങ്ങൾ ഉടനെത്തും. തൊണ്ടിയോടെ പൊക്കണം നമുക്കവരെ. ശരി സുദേശേ. ഫോൺ ഓഫ് ചെയ്ത് പോക്കറ്റിലിട്ട മുഹമ്മദ് റഫീഖ് അവിടെ നിന്ന് പരിസരം മൊത്തം വീക്ഷിച്ചു. തികച്ചും വിജനമായ സ്ഥലം. ഇരുട്ടായി തുടങ്ങിയെങ്കിലും ആകാശം പൊഴിക്കുന്ന അരണ്ട വെളിച്ചത്തിൽ പ്രദേശം കുറച്ചൊക്കെ കാണാം. റോഡിന് ഇരുവശം നീണ്ടു നിവർന്നു കിടക്കുന്ന പാടം, മറുവശം അടഞ്ഞു കിടക്കുന്ന 1-2 പഴയ കെട്ടിടങ്ങൾ കടന്ന് മുന്നോട്ട് പോയാൽ ചിലപ്പോൾ വീടുകളോ കടകളോ കാണുമായിരിക്കും. അദ്ദേഹം ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ടെടുക്കാൻ തുനിഞ്ഞതും കെട്ടിടത്തിന്റെ മറവിൽ നിന്നും 3-4 പേര് വന്ന് മുഹമ്മദ് റഫീഖിനെ വളഞ്ഞു. മാരക ആയുധങ്ങളുമായിട്ടുള്ള അവരുടെ വരവിൽ അദ്ദേഹത്തിന് അപകടം മണത്തു. അതിലൊരുവന്റെ കയ്യിലിരുന്ന ഇരുതല മൂർച്ചയുള്ള വടിവാൾ അരണ്ട വെളിച്ചത്തിൽ തിളങ്ങി. ബൈക്ക് ഓഫ് ചെയ്ത് സ്റ്റാൻഡിൽ വെച്ച് അദ്ദേഹം ഇറങ്ങിയതും പൊടുന്നനെ അദ്ദേഹത്തിന്റെ കഴുത്ത് ലക്ഷ്യമാക്കി അവൻ ആ വടിവാൾ വീശിയതും ഒപ്പമായിരുന്നു. ഒരു ആക്രമണം പ്രതീക്ഷിച്ചിരുന്ന മുഹമ്മദ് റഫീഖ് ഒന്നു കുനിഞ്ഞതും തലയ്ക്ക് മുകളിലൂടെ വടിവാൾ പാഞ്ഞുപോയി. ആ സമയം തന്നെ മുന്നിൽ നിന്ന് ഒരുത്തനെ അദ്ദേഹം ചവിട്ടിത്തെറിപ്പിച്ചു. അവനൊരു മുരൾച്ചയോടെ പാടത്തേക്ക് തെറിച്ചു വീണു. അതോടെ ബാക്കിയുള്ളവർ അദ്ദേഹത്തെ വളഞ്ഞ് ആക്രമണം തുടങ്ങി. പിന്നീട് അവിടെ നടന്നത് പൊരിഞ്ഞ പോരാട്ടമായിരുന്നു. അവരുടെ കയ്യിലിരുന്ന മാരകായുധങ്ങൾ ഒന്നൊന്നായി നഷ്ടപ്പെട്ടു തുടങ്ങി. തികഞ്ഞൊരു അഭ്യാസിയായിരുന്ന അദ്ദേഹത്തോട് പിടിച്ചു നിൽക്കാനാവാതെ അവർ വീണുകൊണ്ടേയിരുന്നു. പൊടുന്നനെ തലയ്ക്ക് പിന്നിൽ ശക്തമായൊരു പ്രഹരമേറ്റ മുഹമ്മദ് റഫീഖ് ബുള്ളറ്റിലിടിച്ച് താഴെ വീണു. തലയ്ക്കുള്ളിൽ വല്ലാത്തൊരു പെരുപ്പ്, കണ്ണിൽ ഇരുട്ട് കയറുന്ന പോലെ. തലയുടെ പിൻഭാഗം പൊത്തിപ്പിടിച്ച അദ്ദേഹത്തിന്റെ കൈവിരലുകൾക്കിടയിലൂടെ കൊഴുത്ത ചോര പുറത്തേക്കൊഴുകി. ബോധം നഷ്ടപ്പെട്ട അദ്ദേഹത്തിന്റെ അരികിലേക്ക് അക്രമികൾ കുതിച്ചെത്തി. SM ബിൽഡേഴ്സ് ലേക്ക് വ്യൂ. വേമനാട് കായലിനോട് ചേർന്ന് 5 ഏക്കർ സ്ഥലത്ത് പണിതുവരുന്ന കൂറ്റൻ കെട്ടിടം. 15 നിലകളിലായി പണിതുവരുന്ന എല്ലാവിധ സൗകര്യങ്ങളും അടങ്ങിയ ഫ്ലാറ്റ്. കേരളത്തിലെമ്പാടും വ്യാപിച്ചു കിടക്കുന്ന ശേഖരൻ നമ്പ്യാരുടെ ബിൽഡിങ്സുകളിൽ ഏറ്റവും വലുത്. സ്വിമ്മിംഗ് പൂളും മിനി സ്റ്റേഡിയവും ഹെലിപ്പാഡും ഉൾപ്പെടെ എല്ലാ സൗകര്യങ്ങളോടും കൂടി 3/4 ഭാഗത്തോളം പൂർത്തിയായ ആ കെട്ടിടം പ്രകൃതി ഭംഗിയാൽ അനുഗ്രഹീതമായ പ്രദേശത്താണ് പണിതുവരുന്നത്. ഒരു ഭാഗത്ത് വേമ്പനാട് കായലും മറുഭാഗത്ത് വിശാലമായ നെൽപ്പാടവും ഒരരികിലായി ചെറിയൊരു അരുവിയും മനോഹാരിതയ്ക്ക് മാറ്റിയിട്ടുണ്ട്. അങ്ങോട്ടേക്ക് അതിവേഗത്തിലെത്തിയ കാറ് ഫ്ലാറ്റിന് പുറകുവശത്തേക്കാണ് പോയത്. കായലിന് അഭിമുഖമായി പണിതിരുന്ന ഒരു കൂറ്റൻ ഷട്ടറിന് മുന്നിൽ കാറ് നിന്നു. അതിൽ നിന്നും ശേഖരൻ നമ്പ്യാർ ഇറങ്ങി ആ ഷട്ടറിന്റെ അരികിലേക്ക് നടന്നു. വലതുവശത്തായി ഒരു തൂണിലുണ്ടായിരുന്ന ഒരു സ്വിച്ച് നമ്പ്യാർ അമർത്തിയതും ആ കൂറ്റൻ ഇരുമ്പുവാതിൽ മുകളിലേക്ക് ഉയർന്നു. നമ്പ്യാർ തിരികെ വന്ന് കാറിൽ കയറി. വിട്ടോ വർക്കിച്ചാ? വർക്കിച്ചൻ കാർ മുന്നോട്ടെടുത്തു. ആ വാതിലും കടന്ന് വിശാലമായ ഏരിയയിലൂടെ അകത്തേക്ക് പോയി മറ്റൊരു വാതിലിന്റെ സമീപമെത്തി. ശേഖരൻ നമ്പ്യാർ തന്നെ ഇറങ്ങി ആ വാതിലും തുറന്നു. അതിന്റെ ഉൾവശം ഒരു ചെറിയ പാർക്കിംഗ് ഏരിയ ആയിരുന്നു. 3 കാറും ഒരു മിനി ലോറിയും അവിടെ കിടന്നിരുന്നു. അതിലൊരു കാറിന്റെ മുൻവശം ചളങ്ങിയിരുന്നു. കാറ് പാർക്ക് ചെയ്ത വർക്കിച്ചനും നമ്പ്യാരും കൂടി അതിലുണ്ടായിരുന്ന 3 വലിയ ബാഗും ഒരു സൂട്ട് കേസും പുറത്തേക്കെടുത്തു. തുടർന്ന് വർക്കിച്ചൻ കൈകൊട്ടിയതും ഭിത്തിയുടെ ഒരു വശം അകന്നു മാറി ഗുണ്ടകളെ പോലെ തോന്നിക്കുന്ന 2 പേർ അവിടെ നിന്നും അവർക്ക് അരികിലേക്ക് ഓടി വന്നു. അവർ ആ ലഗേജുകളുമായി മുന്നോട്ട് നടന്ന് വർക്കിച്ചനെയും നമ്പ്യാരെയും അനുഗമിച്ചു. അവരാ തുറന്നു കിടന്ന വാതിലിലൂടെ അകത്തേക്ക് കടന്നു. ഒരു ചെറിയ ഇടനാഴിക്ക് ഇരുപുറവും കൊത്തുപണിയാൽ അലങ്കൃതമായ ഓരോ വാതിലുകൾ. ഇടതുവശത്തെ വാതിലിന്റെ അരികിലെത്തിയ നമ്പ്യാർ കോളിംബെല്ലിൽ 2 തവണ വിരലമർത്തി. അല്പം കഴിഞ്ഞതും ആ വാതിൽ മലർക്കെ തുറക്കപ്പെട്ടു. അവിടെ ഒരു ചിരിയോടെ പ്രിൻസ് നിന്നിരുന്നു. സ്വാഗതം എൻ്റെ പ്രിയ രാജാക്കന്മാർക്ക്. പ്രിൻസ് അവരെ സ്വാഗതം ചെയ്തു. വെളുക്കെ ചിരിച്ചുകൊണ്ട് ഇരുവരും അകത്തേക്ക് കയറി. കയറുമ്പോൾ വർക്കിച്ചൻ ഗുണ്ടകളെ നോക്കി ആംഗ്യം കാണിച്ചതും അവരാ ലഗേജുകൾ വാതിലിന്റെ അകത്ത് വെച്ച് പുറത്തേക്കിറങ്ങി. അവർ പോയതോടെ വാതിലടഞ്ഞു. ശരിക്കും രാജകുമാരൻ നീയല്ലേ? സ്വർണം കൊണ്ട് അമ്മാനമാടുന്ന പ്രിൻസ്, പേരുപോലെ തന്നെ രാജകുമാരൻ, ഗോൾഡൻ പ്രിൻസ്. വർക്കിച്ചന്റെ വാക്കുകൾ കേട്ട പ്രിൻസ് പറഞ്ഞു, എ റിയൽ ഗോൾഡ് ഈസ് ഇടുക്കി ഗോൾഡ്. അതെ, അതിൻ്റെ അവകാശം നിങ്ങൾക്കിരുവർക്കും. ഇടുക്കിയിലെ മുഴുവൻ കഞ്ചാവ് തോട്ടങ്ങളുടെയും ഉടമസ്ഥർ. വർക്കിച്ചനും പിന്നെ നമ്പ്യാരും. പൊട്ടിച്ചിരിച്ചുകൊണ്ട് പ്രിൻസ് തുടർന്നു, കേരളത്തെ ലഹരിയിൽ മുക്കിയെടുക്കുന്ന ആനന്ദത്തിൽ ആറടിക്കുന്ന എൻ്റെ പ്രിയ ചങ്ങാതിമാരെ, ഈ എളിയവൻ്റെ നമോവാകം. അത്ര ചെറുതല്ലാത്തൊരു മുറിയായിരുന്നു അത്. വില കൂടിയ ഫർണിച്ചേഴ്സ് അതിൽ ഭംഗിയായി സെറ്റ് ചെയ്തിരുന്നു. അതിലൊരു സോഫയിലിരുന്നു കൊണ്ട് പ്രിൻസ് ചോദിച്ചു, എന്തായി പോയ കാര്യങ്ങൾ? എല്ലാം ഓക്കെ. മൊത്തം 32 കോടി, എല്ലാം ക്യാഷ്. നമ്പ്യാരുടെ വാക്കുകൾ കേട്ട പ്രിൻസ് തെളിഞ്ഞ മുഖഭാവത്തോട് ചോദിച്ചു, ഇടുക്കിയിൽ നിന്നും ചരക്ക് പുറപ്പെട്ടോ? പോന്നു. അല്പം മുമ്പ് കുളമാവ് പാസ് ചെയ്ത വിവരം വിളിച്ചു പറഞ്ഞിരുന്നു. വെരി ഗുഡ്. കറി പൗഡറുകളുടെ പാക്കിനുള്ളിൽ സാധനം സേഫായിരിക്കും. ഒരാൾക്കും കണ്ടുപിടിക്കാനാകില്ല. ചെക്ക് പോസ്റ്റ് ഓക്കെ അല്ലേ വർക്കിച്ച?
അവിടെ ഓക്കെയാണ്. ഇത്തവണ 2 ലക്ഷം അവന്മാർ കൂടുതൽ ചോദിച്ചു. നനഞ്ഞിടം കുഴിക്കുക അവറ്റകൾ. സാരമില്ല, അടുത്ത തവണ ആദിവാസികളെ ഉപയോഗിച്ച് കാടിൻ്റെ ഉള്ളിലൂടെ കടത്താം. അതിനുള്ള റൂട്ട് കണ്ടുപിടിച്ച് ആളെ ഏർപ്പാട് ചെയ്യണം. അതെ, ആ ഒരു മാർഗം റിസ്ക് ആണെങ്കിലും മുഴുവൻ തുകയും നമ്മുടെ പോക്കറ്റിലിരിക്കും. ഇത്തവണ ഏജൻസി കമ്മീഷൻ കൂട്ടണം പ്രിൻസേ. കൂട്ടാ നമ്പ്യാരെ. വയനാട് ജില്ലയിൽ നമുക്ക് ആരുമില്ല. അടുത്ത മാസം 2-3 ജ്വല്ലറി അവിടെ തുറക്കണം. ജോലിക്കാരായി നമ്മുടെ എക്സ്പീരിയൻസ് ഉള്ള ആളുകളെ തന്നെ വയ്ക്കാം. ചരക്ക് അവന്മാർ വിതരണം ചെയ്തോളും. ഞാനത് പറയാനിരിക്കുമായിരുന്നു. പ്രധാനമായും കോളേജുകൾ കേന്ദ്രീകരിച്ചാവണം നമ്മുടെ വിൽപ്പന. തീർച്ചയായും അത് സുരക്ഷിത മാർഗം കൂടിയാണ്. ലഹരിയിൽ ആറാടട്ടെ നമ്മുടെ യുവതലമുറ. പ്രിൻസിന്റെ പൊട്ടിച്ചിരി അവിടെയെങ്ങും മുഴങ്ങി. ഒപ്പം വർക്കിച്ചൻ്റെയും നമ്പ്യാരുടെയും. നമ്പ്യാർ പറഞ്ഞു, ഇന്ന് വരുന്ന ചരക്കിന്റെ വിലയായ 7 കോടി രൂപ നാളെ ഇടുക്കിയിലെ നമ്മുടെ തോട്ടത്തിലെത്തണം. ഇടപാട് കൃത്യമായിരിക്കണം. അതിനടുത്ത ലോഡ് 100 കോടിയുടേതാ. ഓർമ്മ വേണം. ഓർമ്മയുണ്ട് നമ്പ്യാരെ. നാളെ കാശുമായി ഞാൻ പൊക്കോളാം. വർക്കിച്ചൻ്റെ വാക്കുകൾ കേട്ട് പ്രിൻസും നമ്പ്യാരും സമ്മതപൂർവ്വം തലയാട്ടി. പ്രിൻസ് ചോദിച്ചു, ഇങ്ങോട്ട് വരുന്ന വഴി പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ലല്ലോ? ഓ, അത് പറയാൻ മറന്നു. MG റോഡ് കഴിഞ്ഞതും ഒരു ബുള്ളറ്റ് ഞങ്ങളുടെ പിന്നാലെ ഉണ്ടായിരുന്നു. എന്നിട്ട് പനങ്ങാട് കഴിഞ്ഞ് കുറേ ദൂരം അവൻ പിന്നാലെ കൂടി. കാറിന്റെ വേഗത കൂട്ടി ഞങ്ങൾ പോകുന്നതിനാൽ പിന്നീട് അവനെ കണ്ടില്ല. ആരാണവൻ? അറിയില്ല. സന്ധ്യാസമയവും അവൻ ധരിച്ചിരുന്ന ഹെൽമറ്റും കാരണം തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. പോലീസായിരിക്കുമോ? ആവാൻ വഴിയില്ല. നമ്മുടെ ഒരു നീക്കം പോലും പോലീസ് അറിയാൻ വഴിയില്ല. ഡിപ്പാർട്ട്മെന്റിൽ നമ്മുടെ ശമ്പളം പറ്റുന്നവരുണ്ടല്ലോ. എന്തെങ്കിലും ഉണ്ടായിരുന്നേൽ അവർ വിളിച്ചേനെ. സൂക്ഷിക്കണം നമ്പ്യാരെ. ഞാൻ നമ്മുടെ കുറച്ച് ആളുകളെ ആ പാടത്തിനക്കരെ സെറ്റ് ചെയ്തിട്ടുണ്ട്. കുഴപ്പമുള്ള കേസാണെങ്കിൽ അവർ കൈകാര്യം ചെയ്തോളും പ്രിൻസേ. വെരി ഗുഡ്. പെട്ടെന്ന് കോണിമ്പെല്ല് ശബ്ദിച്ചു. അത് കേട്ട് മൂവരും മുഖത്തോട് മുഖം നോക്കി. നമ്മുടെ ആളുകളാണ്. എന്തോ അത്യാവശ്യ കാര്യമാണല്ലോ. ഇല്ലെങ്കിൽ ഈ സമയം ബെൽ ശബ്ദിക്കില്ല. ഞാൻ പോയി നോക്കാം. അത് പറഞ്ഞുകൊണ്ട് നമ്പ്യാർ എഴുന്നേറ്റ് വാതിലിന്റെ അരികിലേക്ക് നടന്നു. പുറത്ത് നമ്പ്യാരുടെ ആളുകൾ തന്നെയായിരുന്നു. അവർ പറഞ്ഞ വിവരം കേട്ട് നമ്പ്യാർ വിളറി വെളുത്തു. മുഹമ്മദ് റഫീഖ് പതിയെ കണ്ണുകൾ തുറന്നു. ചുറ്റും കുറ്റാക്കൂരിട്ട്. ഒന്നും കാണാനാവുന്നില്ല. എവിടെയാണ് താൻ? എന്താണ് തനിക്ക് സംഭവിച്ചത്? തല പൊട്ടിപ്പിളരുന്നല്ലോ. അസഹ്യമായ വേദന. തലയ്ക്ക് പിന്നിലെ വേദനയുള്ള ഭാഗം അദ്ദേഹം തടവി നോക്കി. അവിടെ രക്തം കട്ട പിടിച്ചിരിക്കുന്നത് പോലെ. എന്താണ് ഉണ്ടായത്? അദ്ദേഹം നടന്നതൊക്കെയും ഓർത്തെടുക്കാൻ ശ്രമിച്ചു. പതിയെ ബോധമണ്ഡലത്തിലേക്ക് കഴിഞ്ഞ കാര്യങ്ങൾ ഓടിയെത്തി. ആ പാടത്തിനക്കരെ വെച്ച് ആക്രമിക്കപ്പെട്ടതും പിന്നിൽ നിന്നുള്ള അടിയേറ്റ് വീണതും മുഹമ്മദ് റഫീഖിന്റെ ഓർമ്മയിൽ തെളിഞ്ഞു. അതിനുശേഷമുള്ള കാര്യങ്ങൾ ഓർമ്മയില്ല. പിന്നെന്താണുണ്ടായത്? ആ അക്രമികൾ തന്നെയാവും തന്നെ ഇവിടെ കൊണ്ടുവന്നിട്ടിരിക്കുന്നത്. എന്തിനു വേണ്ടി? ഏതാണ് ഈ സ്ഥലം? ഒത്തിരി രാത്രിയായി കാണും. വെളിച്ചത്തിന്റെ ഒരു തരി പോലും എങ്ങും കാണാനില്ല. ഒരു ചെറിയ അനക്കം പോലും എങ്ങും നിന്നും കേൾക്കാനില്ല. പരിപൂർണ നിശബ്ദത മാത്രം. അദ്ദേഹം പതിയെ എഴുന്നേറ്റു. ആ ഇരുട്ടിൽ തപ്പിത്തടഞ്ഞ് അദ്ദേഹം ഭിത്തിയിൽ ചെന്നിടിച്ചു. ഭിത്തിയിൽ പിടിച്ചു നടന്നു നോക്കി അദ്ദേഹം ഒരു കാര്യം മനസ്സിലാക്കി. ഇതൊരു ചെറിയ മുറിയാണ്. ഈ മുറിക്ക് വാതിലുകളില്ല. എന്ത് ചെയ്യണമെന്നറിയാതെ അദ്ദേഹം ഭിത്തിയിൽ ചാരി നിലത്തിരുന്നു. പെട്ടെന്ന് ലൈറ്റ് തെളിഞ്ഞു. വെള്ളി വെളിച്ചം ആ മുറിയിലെങ്ങും നിറഞ്ഞു. അമ്പലപ്പോടെ നിന്ന മുഹമ്മദ് റഫീഖിന്റെ മുന്നിൽ കട്ടിയേറിയ ഫൈബർ ഗ്ലാസ് കൊണ്ടുള്ള ഒരു ഭിത്തി ഉയർന്നു വന്നു. അതോടൊപ്പം ഗ്ലാസിനപ്പുറമുള്ള ഭിത്തി ഇരു സൈഡിലേക്ക് നിരങ്ങി നീങ്ങിയതും അവിടെ 3 പേര് പ്രത്യക്ഷപ്പെട്ടു. പ്രിൻസ്, വർക്കിച്ചൻ, ശേഖരൻ നമ്പ്യാർ. ഭിത്തിയിൽ ചാരിയിരുന്നു കൊണ്ട് മുഹമ്മദ് റഫീഖ് അവരെ നോക്കി. സ്വാഗതം മിസ്റ്റർ SP. ഈ എളിയവരുടെ കുടിലിലേക്ക് സ്വാഗതം. ശേഖരൻ നമ്പ്യാരുടെ സ്വരത്തിലെ പുച്ഛം അദ്ദേഹത്തിന് മനസ്സിലായി. പ്രിൻസ് 2 ചുവട് മുന്നോട്ട് വെച്ചുകൊണ്ട് പറഞ്ഞു, ഞങ്ങൾ കെണിയൊരുക്കിയത് സുദേശിന്, വന്നു വീണത് നീയും. ഒരിക്കലും പ്രതീക്ഷിച്ചില്ല കേട്ടോ വമ്പൻ സ്രാവ് തന്നെ കെണിയിൽ വീഴുമെന്ന്. ഇവിടെ നിന്ന് രക്ഷപ്പെടാമെന്ന് കരുതണ്ട, സാധിക്കില്ല. അത് കേട്ട് മുഹമ്മദ് റഫീഖ് പുച്ഛത്തോടെ മുഖം വെട്ടിച്ചു. പ്രിൻസ് തുടർന്നു, ഈ പുച്ഛം അവസാനിക്കാറായല്ലോ മിസ്റ്റർ. നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് ആ സൗന്ദര്യം കാണാനല്ലെന്ന് നിനക്കറിയാമല്ലോ, കൊല്ലാൻ തന്നെയാ. അത് പറഞ്ഞതും പ്രിൻസിന്റെ കയ്യിൽ ഒരു പിസ്റ്റൾ പ്രത്യക്ഷപ്പെട്ടു. അതിന്റെ ബാരൽ റഫീഖിന് നേരെ തിരിഞ്ഞു. നീ എന്താ കരുതിയേ ഞങ്ങൾ വെറും പൊട്ടന്മാരാണെന്നോ? MG റോഡിൽ നിന്നും പുറകെ വരാൻ തുടങ്ങിയ ആ നിമിഷം ഞങ്ങൾ അറിഞ്ഞിരുന്നു. അത് പക്ഷേ സുദേശാണെന്ന് കരുതി. മുഹമ്മദ് റഫീഖ് ഭിത്തിയിൽ പിടിച്ച് പതുക്കെ എഴുന്നേറ്റു. തലയ്ക്ക് പിന്നിലെ അസഹ്യമായ വേദന മുഖത്തപ്പോൾ തെളിഞ്ഞു. അദ്ദേഹത്തിന്റെ കണ്ണുകൾ പ്രിൻസിന്റെയും നമ്പ്യാരുടെയും വർക്കച്ചനെയും ഒഴിഞ്ഞു. ആ ചുണ്ടുകൾ അകന്നു. ഘനഗാംഭീര്യമുള്ള ശബ്ദം അവിടെയെങ്ങും മുഴങ്ങി. ഏയ് വിഡ്ഢികളെ, നിങ്ങൾക്ക് തെറ്റി. ഈ തോക്കിൻ കുഴൽ കൊണ്ട് പേടിക്കുന്നവനല്ല ഞാൻ. ഒത്തിരി കണ്ടിട്ടും കൊടുത്തിട്ടും തന്നെ ഇവിടം വരെ എത്തിയത്. അറിയാം മിസ്റ്റർ റഫീഖ്, വർക്കിച്ചൻ പറഞ്ഞു. ഈ കളിയിൽ നിങ്ങൾ ഇടയ്ക്ക് കയറുമെന്ന് വിചാരിക്കാതിരുന്ന ഞങ്ങൾ വിഡ്ഢികൾ തന്നെ. പക്ഷെ ന്യായം അത് ഞങ്ങളുടെ ഭാഗത്തായതുകൊണ്ടാണ് ദൈവം നിന്നെ ഞങ്ങൾക്ക് കാണിച്ചു തന്നത്. ന്യായം അത് പറയാനുള്ള എന്ത് യോഗ്യതയാണ് നിങ്ങൾക്കുള്ളത്? ആ യോഗ്യത ഞങ്ങൾക്ക് മാത്രമേ ഉള്ളൂ സാർ. ഈ കൊച്ചു കേരളത്തിലെ കൊച്ചു കിടാങ്ങൾക്ക് ജീവിതം ആസ്വദിക്കണ്ടേ? അല്പം മനുഷ്യപ്പറ്റ് കാണിച്ചതാണോ ഇപ്പോൾ തെറ്റായത്? മനുഷ്യപ്പറ്റ്? സ്കൂളിലെയും കോളേജിലെയും കുട്ടികളെ വശത്താക്കി അവർക്ക് കഞ്ചാവ് നൽകുന്നതാണോ മനുഷ്യപ്പറ്റ്? മോനെ റഫീഖെ,
തമ്മിൽ തല്ലി തലകീറി നടക്കുന്ന മക്കളെ സ്നേഹിക്കാനും താലോലിക്കാനും ശ്രദ്ധിക്കാനും കഴിയാത്ത മാതാപിതാക്കളുള്ള വീട്ടിലെ കുട്ടികൾക്ക് ഈ കഞ്ചാവ് ആവശ്യമുള്ളൂ. അവരെ സ്നേഹിക്കാൻ ഞങ്ങൾ ഈ 3 പാവങ്ങൾ. അവരാനന്ദിക്കട്ടെ അല്ലേ നമ്പ്യാരെ? വർക്കിച്ചൻ്റെ വാക്കുകൾ കേട്ട് നമ്പ്യാരും പ്രിൻസും പൊട്ടിച്ചിരിച്ചു. നമ്പ്യാർ പറഞ്ഞു, കേരളത്തിലെ എല്ലാ ജില്ലകളിലുമുള്ള പ്രിൻസ് ജ്വല്ലറിയിലെ ജോലിക്കാർ വഴിയാണ് ഞങ്ങളുടെ ഈ സേവനം. പിന്നെ 2 ആഴ്ച കഴിഞ്ഞാൽ ഒരു മിഷനറി വരുന്നുണ്ട്. മറ്റേ സാധനം ഏത്? കള്ളൻ. ഒറിജിനലെ വെല്ലുന്ന നല്ല പെടക്കണ കള്ളനടിക്കുന്ന യന്ത്രം. അതൊന്നും കാണാൻ നീ ഉണ്ടാവില്ലല്ലോ റഫീഖെ. ഒന്നും നടക്കാൻ പോകുന്നില്ല നമ്പ്യാരെ. നിങ്ങൾ അഴിക്കുള്ളിലാകും. ചെയ്ത എല്ലാ തെറ്റുകളും ശിക്ഷ അനുഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ. ശിക്ഷ അത് ഞങ്ങൾക്ക്. പണത്തിന് മീതെ പരിന്തും പറക്കില്ലെന്ന് കേട്ടിട്ടില്ലേ? ഇപ്പോൾ നിന്റെ അന്ത്യമെടുത്തു. ഈ ചില്ലുകൂടിൻ്റെ ഉള്ളിൽ നീ പിടഞ്ഞു വീഴും. ഇതിനകത്ത് തന്നെ കുഴിച്ചു മൂടുകയും ചെയ്യും ഞങ്ങൾ. നിങ്ങൾ 3 പേർ, ഞാൻ ഒറ്റയ്ക്ക്. ധൈര്യമുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ നിന്നും എന്നെ പുറത്തിറക്ക്. എന്നിട്ട് നേരെ വാ. പുലിയെ കൂട്ടിനുള്ളിൽ നിന്നും തുറന്നുവിടാൻ മാത്രം മണ്ടന്മാരല്ല ഞങ്ങൾ. എന്നെ കൊന്നോളൂ, മരണത്തെ എനിക്ക് ഭയമില്ല. എന്നാലും നിങ്ങൾ പിടിക്കപ്പെടുക തന്നെ ചെയ്യും. ഓ, ആ സുദേശി ഇങ്ങോട്ട് വരുമെന്നാണോ നീ കരുതിയേ? ഇല്ല, അവൻ വരില്ല. അവനുള്ളത് വഴിയിൽ തന്നെ കാത്തു വച്ചിട്ടുണ്ട് ഞങ്ങൾ. ഇനി വന്നാലും ഇതിനകത്ത് നിന്നും രക്ഷപ്പെടാൻ അവനാകില്ല. അഹങ്കരിക്കരുത് ശേഖര. നിന്നെപ്പോലുള്ള ക്രിമിനലുകൾക്ക് വിളയാടാനുള്ള സ്ഥലമല്ല കേരളം. ഇവിടെ ചുണക്കുട്ടികളുണ്ട്. അവർ വരും ഒരു നാൾ നിങ്ങളെ തേടി വരുന്നവർക്കുള്ള സമ്മാനം ഞങ്ങൾ ഇതിൽ സൂക്ഷിച്ചിട്ടുണ്ട് റഫീഖെ. പിസ്റ്റളിൽ നിന്നും റൗണ്ടുകൾ നിറച്ച പൗച്ചൂരി കാണിച്ചുകൊണ്ട് പ്രിൻസ് പറഞ്ഞു. ഇതിൻ്റെ ഉള്ളിൽ ഒരു ബുള്ളറ്റ്, ഒരേ ഒരു ബുള്ളറ്റ് മതി വരുന്നവൻ്റെ തലച്ചോറ് ചിതറിക്കാൻ. എന്നിട്ടാണോ പ്രിൻസെ 4 മാസങ്ങൾക്ക് മുമ്പ് ഒരു പാവം ബൈക്കുകാരനെ ഇടിച്ചു വീഴ്ത്തിയിട്ട് കാറ് നിർത്താതെ പോകുന്നത്? ഞാൻ ആ കാറ് നിർത്തിയിട്ട് വേണമായിരുന്നു. നിങ്ങൾക്കൊക്കെ എൻ്റെ നെഞ്ചത്ത് കയറി നിരങ്ങാനല്ലേ? ഒന്ന് നിർത്തിയിട്ട് പ്രിൻസ് തുടർന്നു. ആ കാറിൻ്റെ ഉള്ളിൽ എന്താണെന്ന് അറിയാമോ സാറിന്? ഇടുക്കിയിലെ ഞങ്ങളുടെ തോട്ടത്തിൽ നിന്നും കൊണ്ടുവന്ന ചടയൻ എന്ന ചരക്ക്. 70 കിലോ നല്ല ഒന്നാന്തരം കഞ്ചാവ്. അത് കേട്ട് മുഹമ്മദ് റഫീഖ് ഞെട്ടി. വെറുതെ അല്ല അവൻ കാറ് നിർത്താതെ പോകുന്നത്. അന്ന് ഇടിച്ചിട്ട ബൈക്കിൽ ഒരാൾ മരിച്ചു. 2ാമത്തെ ആൾ ഇപ്പോഴും ഗുരുതരാവസ്ഥയിലും. കൊലക്കുറ്റമാണ് പ്രിൻസെ നിന്റെ പേരിൽ. അതെയോ? പറഞ്ഞില്ല മോനെ, പണത്തിന് മീതെ പരിന്തും പറക്കില്ലെന്ന്. എന്തു വലിയ കൊലക്കേസും ഞാൻ പണമിട്ട് മൂടും. പണം അത് അടച്ചിട്ട് തുടങ്ങുന്നതോടെ ഈ കേരളം വിലക്ക് വാങ്ങും ഞങ്ങൾ. അത് കാണാൻ പക്ഷേ നീ ഉണ്ടാവില്ലല്ലോ. പെട്ടെന്നൊരു ഗുണ്ട അങ്ങോട്ടേക്ക് ഓടി വന്നു. അവൻ ആ 3 പേരോടും കൂടി എന്തോ പറയുന്നത് കണ്ട് മുഹമ്മദ് റഫീഖ് ചുറ്റും നോക്കി. രക്ഷപ്പെടാൻ ഒരു പഴുതുമില്ല. മുൻഭാഗം കട്ടിയുള്ള ഗ്ലാസ്സാണ്. ഫൈബർ ഗ്ലാസ് ആകാം. മേൽക്കൂരയും ഗ്ലാസും തമ്മിൽ 1.5 മീറ്ററോളം ഗ്യാപ്പുണ്ട്. അതുവഴി പുറത്തു കടക്കുന്നത് ശ്രമകരമായ ജോലിയാണ്. ഈ 3 ക്രിമിനൽസിൻ്റെയും കണ്ണിൽപ്പെടാതെ പുറത്തു കടക്കണം. ഈ കൂറ്റൻ ബിൽഡിങ്ങിൻ്റെ ഏത് ഭാഗത്താണ് നിൽക്കുന്നതെന്നോ ഇവിടെ എത്ര ഗുണ്ടകൾ ഏതൊക്കെ ഭാഗത്തുണ്ടെന്നോ ഒരു പിടുത്തവുമില്ല. തീർച്ചയായും ഇത് താൻ അന്വേഷിച്ചു വന്ന നമ്പ്യാരുടെ ഫ്ലാറ്റ് തന്നെയാണ്. ഏക്കറുകളോളം മനുഷ്യവാസമില്ലാത്ത സ്ഥലമാണിത്. ഇവിടെ കിടന്ന് ഇവന്മാരുടെ വെടിയേറ്റ് മരിക്കുന്നതിലും നല്ലത് ആത്മഹത്യയാണ്. പക്ഷെ അതിനുപോലും ഒരു സാധ്യത ബാക്കിയില്ലല്ലോ. മുഹമ്മദ് റഫീഖ് ചിന്തയിലായി. പ്രിൻസും വർക്കിച്ചനും നമ്പ്യാരും ആ ഗുണ്ടയുമായി എന്തോ ഗഹനമായ ചർച്ചയിലാണ്. എന്താണാവോ കാര്യം? എന്തോ പ്രശ്നമുണ്ടായിരിക്കുന്നു. അദ്ദേഹം തൻ്റെ പോക്കറ്റിൽ തപ്പി നോക്കി. ഫോണും പേഴ്സും തോക്കുമടക്കം സർവ്വതും അവന്മാർ അഴിച്ചെടുത്തിരിക്കുന്നു. ഇട്ടിരിക്കുന്ന ട്രൗസർ മാത്രം ബാക്കി. ആ ഫോണിൽ സുദേശി വിളിച്ചാൽ അപകടമാണ്. അയാൾ കൂടി ഇവരുടെ വലയിലാകും. അതോടെ ഈ കേസ് തന്നെ ഇല്ലാതെയാകും. ഇന്നത്തെ യുവതലമുറയെ കഞ്ചാവും കള്ളനോട്ടും നൽകി അടിമകളാക്കും ഇവർ. അവരെ വിറ്റ് കോടികൾ ഉണ്ടാക്കും. ഇല്ല, അത് അനുവദിച്ചുകൂടാ. ഇന്ന് വരുമെന്ന് പറഞ്ഞിരുന്ന ഇവരുടെ കഞ്ചാവ് വന്നു കാണുമോ എന്തോ? അത് തെളിവാണ്. ആ തെളിവോടെ ഇവരെ പിടികൂടാൻ കഴിഞ്ഞിരുന്നെങ്കിൽ. ആ ഗുണ്ടയുമായുള്ള സംസാരം ഇതുവരെ അവസാനിച്ചിട്ടില്ല. ഈ നിമിഷം ആരും തന്നെ ശ്രദ്ധിക്കുന്നില്ലെന്ന് റഫീഖിന് മനസ്സിലായി. IPS ട്രെയിനിങ്ങിൽ താൻ പഠിച്ച പാഠങ്ങൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലൂടെ കടന്നുപോയി. ഒരു നിമിഷം തറയിൽ മുട്ടുകുത്തിയിരുന്ന റഫീഖ് ഇടതുകാലിൽ ബലം കൊടുത്ത് മുകളിലേക്ക് പൊന്തിയിട്ട് വലത് കാല് ഭിത്തിയിലമർത്തി ഫൈബർ ഗ്ലാസിൻ്റെ മുകളിലേക്ക് ഉയർന്നു. ഗ്ലാസിൽ പിടുത്തം കിട്ടി അദ്ദേഹം ബാലൻസ് ചെയ്ത് മേൽക്കൂരയ്ക്കും ഗ്ലാസിനുമിടയിൽ അള്ളിപ്പിടിച്ചിരുന്നു. ഗുണ്ടയുമായുള്ള ചർച്ചയ്ക്ക് ശേഷം തിരിഞ്ഞ പ്രിൻസും വർക്കിച്ചനും നമ്പ്യാരും സ്തബ്ധരായി നിന്നുപോയി. മുഹമ്മദ് റഫീഖ് നിന്നിടം ശൂന്യം. ആ ഒരു നിമിഷം അവർ പതറി നിന്ന ആ നിമിഷം മതിയായിരുന്നു റഫീഖിന്. അദ്ദേഹം അവർക്ക് മേൽ ചാടി വീണു. പ്രിൻസിന്റെ കയ്യിലിരുന്ന തോക്ക് തെറിച്ചു. വലത് കാൽമുട്ടിൽ ശക്തമായി ഇടിയേറ്റ് നമ്പ്യാർ തെറിച്ച് ചില്ല് ഗ്ലാസ്സിലിടിച്ച് താഴെ വീണു. താടിയെല്ലിനടിയേറ്റ് വർക്കിച്ചനൊന്ന് ഞെരങ്ങിക്കൊണ്ട് താഴേക്ക് ഓടുന്നു. പ്രിൻസിന്റെ നെഞ്ചിൽ തള്ളി ദൂരേക്ക് മാറ്റിയ റഫീഖ് തുറന്നു കിടന്ന വാതിലിലൂടെ പുറത്തേക്ക് ഓടി. പുറത്തു കിടന്ന അദ്ദേഹം മുന്നിൽ കണ്ട ഇടനാഴിയിലൂടെ മുന്നോട്ട് കുതിച്ചു. അല്പദൂരം ചെന്നതും ഇടനാഴി 2ആയി പിരിഞ്ഞു. ഇടതുവശത്തെ വഴിയിലൂടെ തിരിഞ്ഞതും മുകളിലേക്കുള്ള ഗോണി കണ്ട് അതിലൂടെ ഓടിക്കയറി. ചെന്ന് നിന്നത് വിശാലമായൊരു ഹാളിലായിരുന്നു. ആ ഹാളിന്റെ ഒരു ഭാഗം ചില്ലിട്ട് മറച്ചിരിക്കുന്നു. മുഹമ്മദ് റഫീഖ് ചില്ലിന്റെ ഉള്ളിലൂടെ അകത്തേക്ക് എത്തി നോക്കി. അകത്ത് കുറെ ടേബിളുകൾ നിരത്തിയിട്ടിരിക്കുന്നു. ഓരോ ടേബിളിന് മുന്നിലും ഓരോരുത്തർ നിന്ന് എന്തൊക്കെയോ പാക്ക് ചെയ്യുന്നു. ഒറ്റ നോട്ടത്തിൽ തന്നെ അദ്ദേഹത്തിന് മനസ്സിലായി കഞ്ചാവ് പാക്ക് ചെയ്യുകയാണ് ഇവിടെ. പെട്ടെന്ന് ആരുടെയൊക്കെയോ ഓടി വരുന്ന ശബ്ദം.
സ്റ്റെപ്പിന്റെ ഇടയിലായി അടുക്കി വെച്ചിരുന്ന പാക്കറ്റുകളുടെ ഇടയിലെ ചെറിയ ഗ്യാപ്പിലേക്ക് അദ്ദേഹം മാറി. രാത്രി 9 മണിയോടടുത്തിരിക്കുന്നു. ഈ സമയം പനങ്ങാട് ജംഗ്ഷനിൽ നിന്നും ഇടത്തോട്ട് തിരിഞ്ഞ് എസ് എൻ ബിൽഡേഴ്സ് ലേക്ക് വ്യൂവിലേക്കുള്ള റോഡിൽ കൂടി തൻ്റെ ബൈക്കിൽ വരികയായിരുന്നു സുദേശും സുരേന്ദ്രനും. അല്പദൂരം മുന്നോട്ട് പോയതും തങ്ങൾക്ക് പിന്നാലെ വരുന്ന 2 ഹെഡ്ലൈറ്റുകൾ സുദേശ് കണ്ണാടിയിലൂടെ കണ്ടു. അദ്ദേഹം ബൈക്ക് റോഡരികിലേക്ക് ഒതുക്കിയതും അതിവേഗത്തിൽ വന്ന ഒരു ഇൻസുലേറ്റഡ് വാൻ അവരെ മറികടന്ന് പാഞ്ഞുപോയി. ഏതോ കറി പൗഡറുമായി പോകുന്ന വാനാണല്ലോ സുരേന്ദ്ര. അതെ സാർ, ഇത്രയും വേഗതയിൽ ഈ ഇരുട്ടത്ത് വന്മാർ എവിടെ പോവുകയാണാവോ? നോക്കാം. സുദേശ് ബൈക്കിന്റെ വേഗത കൂട്ടി. അല്പം കൂടി മുന്നോട്ട് പോയതും റോഡരികിലായി ഒരു ബുള്ളറ്റ് മറഞ്ഞു കിടക്കുന്നത് കണ്ടു. ഹെഡ്ലൈറ്റിന്റെ വെളിച്ചത്തിൽ ആ ബുള്ളറ്റിന്റെ നമ്പർ കണ്ടതും സുദേശിന്റെ ഉള്ളിലൊരു ആന്തലുയർന്നു. റഫീഖ് സാറിന്റെ ബുള്ളറ്റാണല്ലോ സുരേന്ദ്ര. പറഞ്ഞതും ബൈക്ക് റോഡരികിലായി ചേർത്ത് നിർത്തി സ്റ്റാൻഡിൽ വെച്ച് അവർ അങ്ങോട്ടേക്ക് ഓടി. സുദേശും സുരേന്ദ്രനും കൂടി ബുള്ളറ്റ് ഉയർത്തി സെൻട്രൽ സ്റ്റാൻഡിൽ വെച്ചു. അല്പദൂരമുണ്ടായിരുന്ന തെരുവ് വിളക്കിൽ നിന്നുമുള്ള അരണ്ട വെളിച്ചം അവിടേക്ക് എത്തി നോക്കിയിരുന്നു. ആ വെളിച്ചത്തിൽ തങ്ങൾക്കു ചുറ്റും ഏതാനും നിഴലുകൾ വട്ടമിടുന്നത് സുദേശും സുരേന്ദ്രനും കണ്ടു. സുദേശ് സുരേന്ദ്രന്റെ കയ്യിൽ പിടിച്ച് തന്റെ അടുത്തേക്ക് ചേർത്ത് നിർത്തി. അവരിരുവരും തോളോട് തോൾ ചേർന്ന് നിന്നു. സുദേശ് അരയിലൂടെ കൈയോടിച്ചു. പിസ്റ്റൾ ഭദ്രം, ഏതു നിമിഷവും എടുത്തു ഉപയോഗിക്കാൻ പാകത്തിന് തന്നെ. തങ്ങൾക്കു ചുറ്റും വട്ടമിട്ടിരുന്ന നിഴലുകൾ 6 മനുഷ്യരായി രൂപാന്തരം പ്രാപിക്കുന്നത് അവർ കണ്ടു. ആ രൂപങ്ങൾ അവർക്കടുത്തേക്ക് വന്നു. അതിൽ 3 പേരുടെ കയ്യിലെ തോക്കിന്റെ കുഴലുകൾ തങ്ങളുടെ തലയ്ക്ക് നേരെ ചൂണ്ടപ്പെട്ടിരിക്കുന്നു. മറ്റുള്ളവരുടെ കൈകളിൽ മൂർച്ചയേറിയ വടിവാളുകൾ. അവർ അക്രമികളാണെന്ന് തീർച്ചപ്പെടുത്തി. ആയുധങ്ങൾ പിടിച്ചിരുന്ന രീതിയിൽ നിന്നും അവർ 6 പേരും എന്തും ചെയ്യാൻ മടിയില്ലാത്ത ക്രിമിനൽസ് തന്നെയാണെന്ന് ഉറപ്പാണ്. റഫീഖ് സാർ ഈ അക്രമികളുടെ കയ്യിൽ പെട്ടിരിക്കുമോ? അദ്ദേഹത്തെ ഇവർ അപായപ്പെടുത്തി കാണുമോ? അങ്ങനെയെങ്കിൽ സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. തങ്ങളുടെ വരവ് അറിഞ്ഞിട്ട് തന്നെയാകണം ഇവരിവിടെ കാത്തു നിന്നത്. ഇപ്പോഴൊരു സംഘടന നടത്തുന്നത് ജീവന് ഭീഷണി ഉണ്ടെങ്കിൽ മാത്രമെന്ന് സുദേശ് തീരുമാനിച്ചു. ഇവർ പ്രിൻസിന്റെ ആൾക്കാരാവാനാണ് സാധ്യത. ഇന്ന് കഞ്ചാവ് വരാനുള്ള സ്ഥിതിക്ക് നിരീക്ഷിക്കാനയച്ച ഗുണ്ടകളാകാനും മതി. ഏതായാലും റഫീഖ് സാറിനെ കണ്ടെത്തണം. അദ്ദേഹത്തിന് എന്ത് പറ്റിയെന്നറിയണം. പെട്ടെന്ന് വടിവാളുമായി ഒരുത്തൻ അവരുടെ അടുത്തേക്ക് നടന്നു വന്നു. നിങ്ങളുടെ വരവറിഞ്ഞിട്ട് തന്നെയാണ് ഞങ്ങളിവിടെ കാത്തു നിന്നത്. മിസ്റ്റർ സുദേശ്, ഞങ്ങളെ അനുസരിക്കുന്നതാണ് ബുദ്ധി. ആരാണ് നിങ്ങൾ? എതിർത്താൽ നിങ്ങളുടെ തല കൊയ്യാനും മടിയില്ലാത്തവർ. അപ്പോൾ എതിർത്താലേ ഇവർ ഞങ്ങളെ വധിക്കാൻ ശ്രമിക്കുകയുള്ളൂ എന്നും അല്ലാത്ത പക്ഷം ഇവരുടെ താവളത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാനുള്ള സാധ്യതയുണ്ടെന്നും സുദേശ് കണക്കുകൂട്ടി. ഒരുപക്ഷെ റഫീഖ് സാറിനെ കണ്ടെത്താനും കഴിഞ്ഞേക്കും. മുന്നോട്ട് വന്നവർ അവരുടെ അടുത്തെത്തി ശരീരത്തിൽ ഒളിപ്പിച്ചിരുന്ന തോക്കും മൊബൈൽ ഫോണും വാച്ചും അഴിച്ചെടുത്തു. മറ്റ് 2 പേര് വന്ന് കൈകൾ കൂട്ടിക്കെട്ടുകയും കണ്ണുകൾ മൂടിക്കെട്ടുകയും ചെയ്തു. തുടർന്ന് സുദേശിനെയും സുരേന്ദ്രനെയും അല്പം ദൂരെയായി ഇരുളിൽ കിടന്നിരുന്ന ഒരു വാനിന്റെ ഉള്ളിലേക്ക് കയറ്റി. അവർക്കൊപ്പം ആ ഗുണ്ടകളും കയറി. വാനിന്റെ ഡോറടഞ്ഞു. അവർ എസ് എൻ ബിൽഡിംഗ്സ് ലക്ഷ്യമാക്കി ആ വാഹനം വായിച്ചു. വിഡ്ഢികളെന്ന് മനസ്സിൽ ഉച്ചരിച്ച് ഉള്ളാലെ ചിരിക്കുകയായിരുന്നു സുദേശ്. അപ്പോൾ ഗോണികൾക്കിടയിലായി വച്ചിരുന്ന പാക്കറ്റുകൾക്കിടയിലെ അല്പം സ്ഥലത്ത് മുഹമ്മദ് റഫീഖ് നുഴഞ്ഞു കയറിയതും 2 പേർ ആ ഹാളിലേക്ക് ഓടി വന്നു. അവർ ഡോറ് തള്ളി തുറന്ന് കഞ്ചാവ് പാക്ക് ചെയ്തുകൊണ്ടിരുന്നവരോട് എന്തോ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു. പെട്ടെന്ന് അവിടെ അലാറം മുഴങ്ങി. അതോടെ ചെയ്യുന്ന ജോലികൾ നിർത്തിവെച്ച് എല്ലാവരും ധൃതിയിൽ പുറത്തേക്ക് വന്നു. അവിടെയും ഇവിടെയും നോക്കിക്കൊണ്ട് പലരും പല വഴിയിൽ ഓടുന്നത് മുഹമ്മദ് റഫീഖ് കണ്ടു. താനിരിക്കുന്ന സ്ഥലം സുരക്ഷിതമല്ലെന്നും ഏത് നിമിഷവും പിടിക്കപ്പെടാമെന്നും അദ്ദേഹത്തിന് തോന്നി. തൻ്റെ പക്കൽ ഒരു ആയുധം പോലും ഇല്ലാത്തതിനാൽ റഫീഖിന് നിരാശ തോന്നി. അവിടെ ഉണ്ടായിരുന്നവരൊക്കെ തന്നെ അന്വേഷിച്ചായിരിക്കണം പല വഴിക്ക് പോയിരിക്കുന്നത്. ഇപ്പോൾ കണ്ട തൊഴിലാളികളെല്ലാം പക്ക ക്രിമിനൽസ് തന്നെ. മുകളിലെ നിലകളിലും പാക്കിംഗ് നടക്കുന്നുണ്ടാവും. ആവശ്യത്തിന് ഫോഴ്സ് ഉണ്ടായിരുന്നെങ്കിൽ. ഒറ്റയ്ക്ക് വന്നതിൽ അദ്ദേഹത്തിന് ആദ്യമായി നിരാശ തോന്നി. ഇത്രയും വലിയ സെറ്റപ്പ് പ്രതീക്ഷിച്ചിരുന്നില്ല എന്നതാണ് സത്യം. തൻ്റെ ചങ്കൂറ്റവും കയ്യൂക്കും കൊണ്ട് പ്രിൻസിനെയും നമ്പ്യാരെയും വർക്കിച്ചിനെയും തളയ്ക്കാമെന്ന് കരുതി. പക്ഷെ ഇത്രയധികം ആളുകൾക്ക് മുന്നിൽ ഒറ്റയ്ക്ക് പിടിച്ചു നിൽക്കുക അസാധ്യം, അതും പക്ക ക്രിമിനൽസിന്റെ മുന്നിൽ. പാക്കറ്റുകൾക്കിടയിലൂടെ മുഹമ്മദ് റഫീഖ് തല വെളിയിലേക്കിട്ട് നോക്കി. അവിടെയെങ്ങും ആരുമില്ല. അദ്ദേഹം പതിയെ അവിടെ നിന്നും പുറത്തിറങ്ങി ചുറ്റും നോക്കി. വലതുവശത്തേക്ക് ചെറിയൊരു ഇടനാഴി. അതുവഴി റഫീഖ് മുന്നോട്ടോടി. ഇടനാഴി അവസാനിച്ചതും വലതുവശത്ത് നിന്നും മുകളിലേക്കുള്ള സ്റ്റെപ്പ് കണ്ടു. മറ്റൊന്നും ചിന്തിക്കാതെ അതുവഴി ഓടിക്കയറി. മുകളിലെത്തിയതും പെട്ടെന്നുള്ള ശക്തമായി ഇടിയേറ്റ് അദ്ദേഹം താഴെ വീണു. വീഴ്ചയിൽ അദ്ദേഹം കണ്ടു 2 ഗുണ്ടകൾ. അവർ വീണ് കിടന്ന റഫീഖിന്റെ നേർക്ക് വന്നതും ഒരു മിന്നൽ പോലെ ചാടിയുയർന്ന അദ്ദേഹത്തിന്റെ വലതുകാൽ ഒരുത്തന്റെ പിടലിക്ക് പതിച്ചതും ഒരുപോലെയായിരുന്നു. അവൻ തെറിച്ചുപോയി. ഇരുകാലുകളിലും ലാൻഡ് ചെയ്ത സമയം തന്നെ അദ്ദേഹം 2 കൈകളും ഉയർത്തി രണ്ടാമത്തവന്റെ കരണത്തടിച്ച് വലത്തോട്ട് തിരിച്ചു. പിടലി ഒടിഞ്ഞ ഒരു ഞെരുക്കത്തോടെ അവൻ താഴേക്ക് വീണു. ഇതിനിടെ ഒന്നാമൻ വീണ്ടും ഓടി വന്നെങ്കിലും മുഹമ്മദ് റഫീഖിന്റെ കൈക്കുള്ളിൽ അവൻ ഞെരിഞ്ഞമർന്നു. വലത് കൈവിരലുകൾ കൊണ്ട് അവന്റെ മുടികളിൽ കോർത്തുപിടിച്ച് മുഖം ശക്തമായി ഭിത്തിയിലിടിച്ചു. അവന്റെ വായിൽ നിന്നും മൂക്കിൽ നിന്നും ചോര ചീറ്റി. ഒരു ആർത്തനാദത്തോടെ ആ ഗുണ്ട ഭിത്തിയിലുരഞ്ഞ് താഴേക്ക് വീണ് നിശ്ചലമായി. റഫീഖ് ചുറ്റും നോക്കി. കുറച്ചു മുന്നിലായി പാതി തുറന്നു കിടന്നിരുന്ന വാതിൽ ശ്രദ്ധയിൽപ്പെട്ടു. അദ്ദേഹം അങ്ങോട്ടേക്ക് ചുവടുകൾ വച്ചു.
ഏത് നിമിഷവും ഒരു ആക്രമണം പ്രതീക്ഷിച്ചുകൊണ്ട് ആ വാതിലിൻ്റെ മുന്നിൽ ഒരു നിമിഷം നിന്നു. പതിയെ അകത്തേക്ക് കയറി. ഒരു ശബ്ദവും കേൾക്കാനില്ല. അതിൻ്റെ ഉള്ളിൽ ആരെങ്കിലുമുള്ള ലക്ഷണവുമില്ല. മുന്നിൽ ഇരുമ്പുപാട്ടകളാൽ പാകിയിട്ടുള്ളൊരു വാതിൽ. അത് തള്ളി തുറന്നതും സിമന്റിന്റെ മനം മടിപ്പിക്കുന്ന ഗന്ധം മൂക്കിലേക്ക് അടിച്ചു കയറി. സിമന്റ് ഗോഡൌണാണെന്ന് തോന്നുന്നു. മേൽക്കൂരയിൽ ഫിറ്റ് ചെയ്തിരിക്കുന്ന ട്യൂബ് ലൈറ്റിന്റെ വെളിച്ചത്തിൽ ചുറ്റുപാടും വീക്ഷിച്ച റഫീഖിന്റെ പ്രതീക്ഷ തെറ്റിയില്ല. വിശാലമായ ഗോഡൌണിന്റെ ഒരു ഭാഗത്ത് സിമന്റിന്റെ പാക്കറ്റുകൾ അട്ടിയട്ടിയായി അടുക്കി വെച്ചിരിക്കുന്നു. മറ്റൊരരികിലായി കനം കൂടിയ നീളമുള്ള കമ്പികൾ, പിന്നെ മൺവട്ടി, പിക്കാസ്, കൈവണ്ടികൾ തുടങ്ങിയവ. ഇത് ഗ്രൗണ്ട് ഫ്ലോർ ആയിരിക്കണം. സിമന്റും കമ്പിയുമൊക്കെ ഇറക്കാനും കൊണ്ടുപോകാനും ഗ്രൗണ്ട് ഫ്ലോറാണ് ഉചിതം. അപ്പോൾ താൻ കയറി വന്നത് അണ്ടർഗ്രൗണ്ടിൽ നിന്നായിരിക്കണം. അങ്ങനെയെങ്കിൽ കഞ്ചാവിന്റെ സ്റ്റോറും പാക്കിങ്ങുമെല്ലാം താഴത്തെ നില കേന്ദ്രീകരിച്ചായിരിക്കുമെന്ന് ഉറപ്പാണ്. അദ്ദേഹം ചുറ്റും നോക്കി. ഗോഡൌണിലേക്ക് പുറത്തു നിന്നുള്ള വാതിൽ തിരഞ്ഞു. സിമന്റ് പാക്കറ്റുകൾക്കരികിലെ ഷട്ടർ കണ്ട് അങ്ങോട്ട് നടന്നു. ആ ഷട്ടർ പകുതി ഉയർത്തിയതും പുറത്തു നിന്നുള്ള തണുത്ത കാറ്റ് മുഖത്തടിച്ചു. പുറത്തേക്കുള്ള വഴി. വല്ലാത്തൊരു ആശ്വാസം തോന്നി മുഹമ്മദ് റഫീഖിന്. ഒരു നിമിഷം നിന്ന് ആ തണുപ്പ് നാസാദ്വാരങ്ങളിലൂടെ ഉള്ളിലേക്ക് വലിച്ചു കയറ്റി. തുടർന്ന് ദീർഘമായി നിശ്വസിച്ചു. പുറത്തെ മഞ്ഞണിഞ്ഞ പുല്ലിലേക്ക് ഇറങ്ങിയതും വല്ലാത്തൊരു ഊർജ്ജം നിറയുന്നതായി തോന്നി. ഇപ്പോഴും താൻ അപകടങ്ങൾക്ക് നടുവിലാണെന്ന ബോധ്യമുണ്ടായതും അദ്ദേഹം ഭിത്തിയിൽ ചാരി മുന്നോട്ട് നടന്നു. കുറച്ചകലെയായി ശാന്തമായി ഉറങ്ങുന്ന നീലജലാശയം, വേമ്പനാട് കായൽ. അങ്ങ് ദൂരെ ഏതോ തുരുത്തിൽ നിന്നും പുറപ്പെടുന്ന ട്യൂബ് ലൈറ്റിന്റെ വെളിച്ചം. വേമ്പനാടിന്റെ കുഞ്ഞോളങ്ങളിൽ നമ്രമുഖിയായി ഇളകിക്കൊണ്ടിരുന്ന ചെറുകാറ്റ് തെങ്ങിൻ തലപ്പുകളെ തഴുകിത്തലോടി കരയിലേക്ക് മന്ദം വീശിക്കൊണ്ടിരിക്കുന്നു. ഭിത്തിയിൽ ചാരി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന മുഹമ്മദ് റഫീഖിന്റെ മേൽ പെട്ടെന്നൊരു വെളിച്ചം പതിച്ചു. ദൂരെ നിന്നും വന്നുകൊണ്ടിരുന്ന ഒരു വാഹനത്തിന്റെ വെളിച്ചമായിരുന്നു അത്. റഫീഖ് പൊടുന്നനെ താഴേക്കിരുന്ന് പുല്ലിലേക്ക് കിടന്നു. താൻ കിടക്കുന്നതിനും കുറച്ചകലെയായി പുല്ലൊക്കെ വെട്ടിത്തെളിച്ച് മുൻപാത ഒരുക്കിയിരിക്കുന്നതായി അദ്ദേഹം കണ്ടു. ഒരു ഇൻസുലേറ്റഡ് വാനായിരുന്നു വന്നുകൊണ്ടിരുന്നത്. അത് ആ മൺപാതയിലൂടെ ഫ്ളാറ്റിന്റെ പുറകുവശത്തേക്ക് പോയി. അതിൽ ഡ്രൈവറെ കൂടാതെ മറ്റൊരാൾ കൂടിയുണ്ടായിരുന്നു. ക്ലീനറായിരിക്കണം. അവർ തന്നെ കണ്ടിട്ടില്ല. അല്പനേരം കൂടി ആ കിടപ്പ് കിടന്ന് അദ്ദേഹം പതിയെ എഴുന്നേറ്റ് മുന്നോട്ട് നടന്നു. പെട്ടെന്ന് മറ്റൊരു വാഹനം വരുന്ന വെളിച്ചം അദ്ദേഹം വീണ്ടും പുല്ലിലമർന്നു. ആ വാഹനം ഒരു വാനായിരുന്നു. ആ വാൻ നേരെ താൻ രക്ഷപ്പെട്ടു വന്ന ഷട്ടറിനും അല്പം അകലെയായി കാണുന്ന വാതിലിന്റെ സമീപം നിർത്തി. അതിൽ നിന്നും കുറച്ചുപേർ ചാടിയിറങ്ങി. അവർ കൈകൾ കൂട്ടിക്കെട്ടിയ നിലയിലുള്ള രണ്ടുപേരെ വാനിൽ നിന്നും പുറത്തിറക്കി. ശേഷം ഒരുത്തൻ മുന്നോട്ട് നടന്ന് വാതിൽ തുറന്നു. പിന്നാലെ വന്നവർ ആ രണ്ടുപേരെയും അതിന്റെ ഉള്ളിലാക്കി വാതിലടച്ചു. അതിനുശേഷം രണ്ടുപേർ ആ വാതിലിന്റെ മുന്നിൽ നിന്നു. മറ്റുള്ളവർ വാനിൽ കയറി റിവേഴ്സ് എടുത്തു വന്ന വഴിയെ പാഞ്ഞുപോയി. ആരായിരിക്കും ബന്ദിയാക്കപ്പെട്ട രണ്ടുപേർ? അവർ തന്റെ ശത്രുവല്ലെന്ന കാര്യം തീർച്ചയാണ്. ആ കഞ്ചാവ് കേന്ദ്രത്തിൽ അവർക്ക് അഹിതമായി പ്രവർത്തിച്ച രണ്ടുപേർ. അവരെ രക്ഷിക്കാൻ കഴിഞ്ഞാൽ ഒരുപക്ഷെ തനിക്കൊരു സഹായമായേക്കും. ശബ്ദമുണ്ടാക്കാതെ മുഹമ്മദ് റഫീഖ് ആ വാതിലിന്റെ സമീപത്തേക്ക് നടന്നു. അവിടെ കിടന്ന ചെറിയൊരു ചാരുബെഞ്ചിലിരുന്ന സിഗരറ്റിന് തീ കൊളുത്തുകയായിരുന്ന ആ ഗുണ്ടകൾ പെട്ടെന്നൊരു അനക്കം കേട്ട് തിരിഞ്ഞതും പുറകിൽ നിന്നുള്ള ബലിഷ്ഠമായ കൈകളിൽ അവരുടെ കഴുത്ത് കുരുങ്ങിയതും ഒരേ സമയമായിരുന്നു. അപകട സൂചന തലച്ചോറിലെത്തും മുമ്പേ കഴുത്തൊടിഞ്ഞ് ഒന്ന് ഞെരുങ്ങുക പോലും ചെയ്യാതെ അവരിരുവരും ബെഞ്ചിൽ നിന്നും താഴേക്ക് വീണു. റഫീഖ് വളരെ വേഗം ആ വാതിലിന്റെ സമീപമെത്തി. അത് പൂട്ടിയിട്ടിരിക്കുകയായിരുന്നു. താക്കോലിനായി കഴുത്തൊടിഞ്ഞ് നിശ്ചലരായി കിടന്ന ആ ഗുണ്ടകളുടെ സമീപമെത്തി. അവരെ പരിശോധിച്ച അദ്ദേഹം നിരാശനായി. ആ താക്കോൽ അവരുടെ കൈവശമില്ലായിരുന്നു. തിരിച്ചും മറിച്ചും പല ആവർത്തി പരിശോധിച്ചെങ്കിലും താക്കോൽ കണ്ടെത്താനായില്ല. അത് ആ വാനിൽ പാഞ്ഞു പോയവരുടെ കയ്യിൽ തന്നെ കാണുമെന്ന് അദ്ദേഹത്തിന് തോന്നി. ഇനി എന്താണ് ചെയ്യുക? വാനിൽ പോയവർ തിരികെ വരാൻ സാധ്യതയുണ്ട്. അതിനു മുന്നേ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ഒരു നിമിഷം ചിന്തിച്ചിരുന്ന അദ്ദേഹം പൊടുന്നനെ താഴേക്ക് കുനിഞ്ഞ് തന്റെ ഷൂസിന്റെ വള്ളിയഴിച്ച് അതിന്റെ ഫ്ലാപ്പ് വലിച്ചു കീറി. അതിൽ നിന്ന് മരമുള്ള ബ്ലേഡ് പോലൊരു വസ്തു പുറത്തേക്കെടുത്തു. അതുമായി ആ വാതിലിന്റെ അടുത്തെത്തി. അല്പനേരത്തെ പരിശ്രമത്തിന് ശേഷം പൂട്ട് അറുത്തുമാറ്റി ആ വാതിൽ തള്ളി തുറന്നു. അതിനകത്ത് കയറി അദ്ദേഹം ഭിത്തിയിൽ പിടിച്ച് മുന്നോട്ട് നടന്നു. പെട്ടെന്ന് ഭിത്തിയിലുണ്ടായിരുന്ന സ്വിച്ചിൽ കൈമുട്ടിയതും വിരൽ ഒന്നമർത്തി. ആ മുറിക്കകം വെളിച്ചം വരുന്നു. കൈകൾ ബന്ധിക്കപ്പെട്ട് ആ മൂലക്കിരിക്കുകയായിരുന്ന ആ രണ്ടുപേരുടെ അടുത്തേക്ക് അദ്ദേഹം എത്തി. കണ്ണുകളും വായും മൂടിയിരുന്ന തുണി അഴിച്ചു മാറ്റിയ മുഹമ്മദ് റഫീഖ് ആ രണ്ടുപേരെ കണ്ട് ഞെട്ടി. സുദേശ്, സുരേന്ദ്രൻ. റഫീഖ് സാർ. സുദേശിന്റെയും സുരേന്ദ്രന്റെയും നാവിൽ നിന്നും ആ നാമം ഒരുമിച്ച് പുറത്തേക്ക് വന്നു. റഫീഖ് പെട്ടെന്ന് പിന്നിലെത്തി കെട്ടുകളെല്ലാം അഴിച്ചു കൊടുത്ത് അവരോട് ചോദിച്ചു, നിങ്ങളെങ്ങനെ ഇവിടെ എത്തി? സുദേശ് അതുവരെ ഉണ്ടായ കാര്യങ്ങൾ ചുരുക്കി പറഞ്ഞു കൊടുത്തു. നമ്മളിപ്പോഴും അപകടത്തിന് നടുവിലാണ് സുദേശേ. ഇത് അക്രമികൾ ടാർഗറ്റ് ചെയ്ത മുറിയാണ്. ഇവിടെ നിന്നും ആദ്യം രക്ഷപ്പെടണം, വരൂ. പറഞ്ഞുകൊണ്ട് റഫീഖ് പുറത്തേക്ക് ഇറങ്ങി. പിന്നാലെ സുദേശും സുരേന്ദ്രനും. നിശ്ചലരായി കിടന്ന ഗുണ്ടകൾക്കടുത്തെത്തിയതും റഫീഖ് അവരുടെ ശരീരം തപ്പി നോക്കി. ഒരു കത്തിയും ഒരു തോക്കും മാത്രമേ ലഭിച്ചുള്ളൂ. കത്തി സുരേന്ദ്രന് നൽകി, തോക്ക് സുദേശിനും. അവർ ആ ഫ്ളാറ്റിന് പുറകുവശത്ത് ഇരുട്ട് ലക്ഷ്യമാക്കി നടന്നു. അവിടെ എത്തിയതും അവർ തൊട്ടടുത്ത് വളർന്നു നിന്ന് പച്ചിലക്കാടുകൾക്ക് മറവിലേക്ക് മാറി. അവിടെ ഇരുന്നാൽ ഫ്ളാറ്റിന്റെ പുറകുവശം നല്ലതുപോലെ കാണാമായിരുന്നു. സാർ എങ്ങനെ ഇവിടെ എത്തി? ബുള്ളറ്റ് ആ പാടത്തിന് കരയിൽ മറഞ്ഞു കിടപ്പുണ്ടല്ലോ.
സുദേശിൻ്റെ ചോദ്യം കേട്ട റഫീഖ് തനിക്കുണ്ടായ അനുഭവങ്ങളും ആ ഫ്ലാറ്റിൻ്റെ ഉള്ളിൽ നടക്കുന്ന കഞ്ചാവ് പാക്കിങ്സും അവരോട് പറഞ്ഞു. പെട്ടെന്നൊരു ഇൻസുലേറ്റഡ് ലോറി ആ ഫ്ലാറ്റിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നത് അവർ കണ്ടു. അതിലും കറി പൗഡറിൻ്റെ എംബ്ലം പതിച്ചിരുന്നു. നമ്മൾ കാണുന്ന രണ്ടാമത്തെ വാഹനമാണിത്. ഒരുപക്ഷെ ഇന്ന് വരുമെന്ന് പറഞ്ഞിരുന്ന 7 കോടിയുടെ കഞ്ചാവായിരിക്കും അതിൻ്റെ ഉള്ളിൽ. അതെ സാർ, വളരെ ബുദ്ധിമുട്ടിയാണ് അവരത് കൊണ്ടുവന്നിരിക്കുന്നത്. മസാലക്കൂട്ടുകൾക്കിടയിലെ കഞ്ചാവ് ആരും കണ്ടുപിടിക്കില്ല, സംശയിക്കുകയുമില്ലല്ലോ. സുരേന്ദ്രൻ്റെ വാക്കുകൾ കേട്ട് സുദേശ് പറഞ്ഞു. ശരിയായിരിക്കും. ഇന്ന് രാത്രി തന്നെ അത് മുഴുവൻ പാക്ക് ചെയ്ത് പല സ്ഥലങ്ങളിലേക്ക് കയറ്റി അയച്ചേക്കാം. എങ്ങനെ അറിഞ്ഞു? ഇങ്ങോട്ട് കൊണ്ടുവരുന്ന വഴി ആ വാനിലുണ്ടായിരുന്ന ഗുണ്ടകളുടെ സംസാരത്തിൽ നിന്നും മനസ്സിലായതാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് തന്നെ ഇവന്മാരെ പൊക്കണം. നമ്മളെല്ലാം അറിഞ്ഞെന്ന് മനസ്സിലായ സ്ഥിതിക്ക് വെളുക്കുന്നതിന് മുന്നേ ഇവിടെ നിന്നും അവന്മാർ രക്ഷപ്പെടും. ഒരു തെളിവും ഉണ്ടാകില്ല. അനുവദിക്കരുത്. പക്ഷെ എങ്ങനെ സാർ? അവരെത്ര പേരുണ്ടെന്നോ എവിടേക്കാണെന്നോ അവരുടെ പക്കലുള്ള ആയുധങ്ങളെ പറ്റിയോ ഒന്നും നമുക്കറിയില്ലല്ലോ. അതെ, ഒന്നും അറിയാതെ മുന്നോട്ട് പോകുന്നത് ആത്മഹത്യപരമാണ്. ഇനി ഒരു വഴിയേ ഉള്ളൂ. നമ്മളിൽ ഒരാൾ ഇവിടെ നിന്നും പുറത്തു കിടക്കണം. എന്നിട്ട് ഫോഴ്സുമായി വന്ന് അറ്റാക്ക് ചെയ്യുക. ഇവിടെ നിന്നും പുറത്തു കിടക്കുന്നത് റിസ്ക് ആണ്. എന്നാലും ഞാൻ തന്നെ പോകാം സാർ. അതുവരെ സുരക്ഷിതമായ ഒരു സ്ഥലത്തേക്ക് നിങ്ങൾ മാറണം. എന്തായാലും ഇവിടെ ഇരുന്നിട്ട് കാര്യമില്ല, വരൂ. അവർ മൂവരും എഴുന്നേറ്റു. പെട്ടെന്ന് കഴുത്തിനു പിന്നിൽ അവർക്ക് തണുപ്പ് അനുഭവപ്പെട്ടു. ഒപ്പം ഒരു മുരൾച്ചയും. അനങ്ങരുത്! പെട്ടെന്ന് അവർക്ക് അപകടം മണത്തു. ആയുധധാരികളായ 2-3 ഗുണ്ടകൾ അവർക്ക് മുന്നിലേക്ക് വന്നു. തങ്ങൾ പിടിക്കപ്പെട്ടു കഴിഞ്ഞെന്ന് മൂവർക്കും മനസ്സിലായി. കാൽപെരുമാറ്റത്തിന്റെ ശബ്ദത്തിൽ നിന്നും അവർ കൂടുതൽ ആളുകളുണ്ടെന്നും അറിഞ്ഞു. ഇപ്പോൾ എതിർക്കുന്നത് ജീവന് ഭീഷണിയായേക്കാം. നടക്ക്! ഗുണ്ടകൾ അവരെ മുന്നോട്ട് നടത്തി. വെളിച്ചമുള്ള സ്ഥലത്തെത്തിയതും റഫീഖിന്റെയും സുദേശിന്റെയും സുരേന്ദ്രന്റെയും കൈകൾ കൂട്ടിക്കെട്ടി. അവരൊളിപ്പിച്ചിരുന്ന കത്തിയും തോക്കും കൈക്കലാക്കി. ലോറി കയറിപ്പോയ വഴിയെ തോക്കിൻമുനയിലൂടെ ഗുണ്ടകൾ അവരെ കൊണ്ടുപോയി. വിശാലമായൊരു പാർക്കിംഗ് ഗ്രൗണ്ടിലേക്കായിരുന്നു അവർ പ്രവേശിച്ചത്. അവിടെ ഒരേപോലെയുള്ള കുറച്ച് ഇൻസുലേറ്റഡ് ലോറികൾ കിടന്നിരുന്നു. പാർക്കിംഗ് ഗ്രൗണ്ടിന്റെ സമീപമായി താഴേക്കുള്ള പടികൾ. അവരതുവഴി താഴേക്കിറങ്ങി. വിശാലമായ ഒരു ഹാള്. അവിടെ കറി പൗഡറുകളുടെ അനേകം പാക്കറ്റുകൾ അടുക്കി വെച്ചിരിക്കുന്നു. കുറച്ചുപേർ ആ പാക്കറ്റുകളിൽ ഓരോന്നായി എടുത്ത് അടുത്ത് കിടന്ന ലോറിയിലേക്ക് കയറ്റുന്നു. മറ്റൊരു വശത്ത് ലിഫ്റ്റിൽ നിന്നും പാക്കറ്റുകൾ എടുത്ത് അട്ടിയിടുന്നവർ. അതിനും കുറച്ചപ്പുറത്ത് തുറന്നു കിടക്കുന്ന സ്ഥലത്തുകൂടെ പുറത്തേക്കുള്ള റോഡ് കാണാം. പെട്ടെന്ന് മുഹമ്മദ് റഫീഖ് അക്കാര്യം ഓർത്തു. ഈ ഫ്ലാറ്റിൽ നിന്നും ഒരു വാഹനം പോലും പുറത്തേക്ക് പോകുന്നത് കണ്ടിട്ടില്ല. വന്നതെല്ലാം അകത്ത് മാത്രം. ഒരുപക്ഷെ മുന്നിൽ കാണുന്ന ഈ വഴിയിലൂടെയാകും കഞ്ചാവ് ലോഡുകൾ പുറത്തേക്ക് പോകുന്നത്. അങ്ങനെയെങ്കിൽ ഈ ബിൽഡിങ്ങിന്റെ പുറത്ത് എവിടെയോ ചെന്നാണ് ഈ അണ്ടർഗ്രൗണ്ട് റോഡ് പ്രവേശിക്കുന്നത്. അതെവിടെയായിരിക്കും? പെട്ടെന്ന് താൻ ആക്രമിക്കപ്പെട്ട പ്രദേശം അദ്ദേഹത്തിന്റെ ഓർമ്മയിൽ തെളിഞ്ഞു. ആ പാടത്തിന് എതിർവശത്തായി കണ്ട പഴയ കെട്ടിടങ്ങൾക്ക് മറവിൽ നിന്നാണ് ഗുണ്ടകൾ തങ്ങളെയെല്ലാം വന്ന് ആക്രമിച്ചത്. ആ ഗുണ്ടകളെ ആ സ്ഥലത്ത് തന്നെ കണ്ടതിൽ അപാകത തോന്നുന്നു. ചിലപ്പോൾ അവിടെ എവിടെയെങ്കിലും ആകും ഈ റോഡ് ചെന്ന് കയറുന്നത്. അത് നിരീക്ഷിക്കാനും സംരക്ഷിക്കാനും നിർത്തിയതായിരിക്കാം അവിടെ ഉണ്ടായിരുന്നവർ. ആ ഗുണ്ടകൾ അവരെ മുന്നോട്ട് തള്ളി അവിടെ ഉണ്ടായിരുന്ന 3 തൂണുകളിലായി ബന്ധിച്ചു. അല്പം കഴിഞ്ഞതും പാർക്കിംഗ് ഗ്രൗണ്ടിൽ നിന്നും താഴേക്ക് നിർമ്മിച്ചിരുന്ന ചരിവിലൂടെ ഒരു ഓടിക്കാർ ഹാളിലേക്ക് വന്നു. അതിൽ നിന്നും പ്രിൻസും വർക്കിച്ചനും നമ്പ്യാരും ഇറങ്ങി അവരുടെ അടുത്തേക്ക് വന്നു. ആഹാ, 3 പേരുണ്ടല്ലോ! പ്രിൻസിന്റെ ശബ്ദം ആ ഹാളിൽ മുഴങ്ങി. രഹസ്യങ്ങളെല്ലാം അറിഞ്ഞ സ്ഥിതിക്ക് ഇനി നിങ്ങളെ വെച്ചുകൊണ്ടിരിക്കുന്നതിൽ അർത്ഥമില്ല. പ്രിൻസും നമ്പ്യാരും അവർക്ക് അടുത്തേക്ക് നടന്നു. അടുത്തെത്തിയത് നമ്പ്യാർ റഫീഖിന്റെ കവളിൽ ആഞ്ഞടിച്ചുകൊണ്ട് ചോദിച്ചു, ഇവിടെ നിന്ന് രക്ഷപ്പെടാമെന്ന് കരുതിയോടാ? പ്രിൻസ് കൈ കെട്ടിയതും അവിടെ നിന്ന ഗുണ്ടകളിൽ ചിലർ അങ്ങോട്ട് വന്നു. അവർ ഒരു ഖടാര പ്രിൻസിന്റെ നീട്ടിയ കൈകളിൽ വെച്ചു കൊടുത്തു. അയാൾ അതുമായി സുരേന്ദ്രന്റെ അടുത്തേക്ക് ചെന്നു. പ്രിൻസിന്റെ കണ്ണുകളിൽ ക്രൂരമായൊരു ഭാവം തെളിഞ്ഞു വന്നു. അയാൾ ഖടാര കൊണ്ട് സുരേന്ദ്രന്റെ നെഞ്ചിന് കുറുകെ വീശി. ആ! ഒരു ആർത്തനാദം സുരേന്ദ്രനിൽ നിന്നുണ്ടായി. അയാളുടെ ഷർട്ട് നീളത്തിൽ കീറി അവിടെ നിന്ന് ചോര ചാലിട്ടു. അത് കണ്ട് പ്രിൻസ് പൊട്ടിച്ചിരിച്ചു. അയാൾ വീണ്ടും വീണ്ടും ഖടാര കൊണ്ട് സുരേന്ദ്രന്റെ ശരീരത്തിൽ മുറിവുകൾ ഉണ്ടാക്കി. അവിടെ നിന്നെല്ലാം ചോര ചീറ്റിക്കൊണ്ടേയിരുന്നു. സുരേന്ദ്രന്റെ ഹൃദയഭേദകമായ നിലവിളി അവിടെ ഉയർന്നു. അയച്ചു വിടറ പട്ടികളെ, എന്നിട്ട് ആണുങ്ങളെപ്പോലെ മുന്നിൽ വാ! റഫീഖ് അലറി. പ്രിൻസ് പൊട്ടിച്ചിരിച്ചുകൊണ്ട് പിന്നിലേക്ക് കൈനീട്ടി. ഗുണ്ടകളിൽ ഒരുത്തൻ മുളകുപൊടി പാക്കറ്റ് ആ കൈകളിലേക്ക് വെച്ചു കൊടുത്തു. അത് കണ്ട് കാറിന്റെ അടുത്ത് നിന്നിരുന്ന വർക്കിച്ചൻ ഒരു ചിരിയോടെ ബോണറ്റിൽ താളം പിടിച്ചു. പ്രിൻസ് ആ പാക്കറ്റ് വലിച്ചു കീറി അതിൽ നിന്നും ഒരു പിടി മുളകുപൊടി വാരി സുരേന്ദ്രന്റെ മുറിവുകളിൽ തേച്ചു. അമ്മേ! വേദനയാൽ പുളഞ്ഞ സുരേന്ദ്രൻ വാവിട്ട് നിലവിളിച്ചു. റഫീഖും സുദേശും നിറമെഴികളോടെ നിസ്സഹായരായി നിന്നു. കല്ലിനെ പോലും അലിയിക്കുന്ന ദയനീയമായ കരച്ചിലിനൊപ്പം സുരേന്ദ്രൻ ഇളകിക്കൊണ്ടേയിരുന്നു. അതോടെ കെട്ടുകൾ മുറിവിലുരഞ്ഞ് രക്തം കൂടുതലായി ഒഴുകി. നല്ല സുഖമല്ലേ മോനെ? നമ്പ്യാർ അതും പറഞ്ഞ് പൊട്ടിച്ചിരിച്ചുകൊണ്ട് സുരേന്ദ്രന്റെ അടുത്തെത്തി. ജുബയുടെ കൈ മുകളിലേക്ക് തെറുത്തു കയറ്റി അയാൾ അവന്റെ അടിവയറ്റിൽ ആഞ്ഞടിച്ചു. ശക്തമായ ആ ഇടിയേറ്റ സുരേന്ദ്രന്റെ കടവായിലൂടെ രക്തമൊഴുകി. അയാളുടെ ശരീരത്തിൽ നിന്നൊഴുകിയ ചോര തറയിൽ പരന്നു. കണ്ണുകൾ പുറത്തേക്കുന്തി. തല ഒരു വശത്തേക്ക് ചെരിഞ്ഞു. രക്തമിറ്റ് വീഴുന്ന ഒരു മാംസപിണ്ഡം കണക്കി അയാൾ തൂങ്ങിക്കിടന്നു. അത് കാണാനുള്ള മനസ്സില്ലാതെ റഫീഖും സുദേശും കണ്ണുകൾ ഇറക്കിയടച്ചു.
തങ്ങളിൽ നിന്നും എല്ലാ കരുത്തും ചോർന്നു പോകുന്നത് പോലെ അവർക്ക് തോന്നി. അത്രയ്ക്കും ക്രൂരമായിരുന്നു ആ രംഗം. പ്രിൻസ് കഠാര കൊണ്ട് സുരേന്ദ്രന്റെ കെട്ടുകൾ അറുത്തു. കഴുത്തൊടിഞ്ഞ കോഴിയെപ്പോലെ അയാൾ താഴേക്ക് മുട്ടുകുത്തി. പ്രിൻസ് ഗുണ്ടകളെ നോക്കി. അവർ മുന്നോട്ട് വന്ന് സുരേന്ദ്രനെ പൊക്കിയെടുത്ത് പുറത്തേക്ക് കൊണ്ടുപോയി. അടുത്തത് നീയാണ് സുദേശേ, കണ്ടില്ലേ ഒരുത്തൻ ഒടുങ്ങിയത്? പറഞ്ഞുകൊണ്ട് സുദേശിന്റെ അടുത്തേക്ക് പ്രിൻസ് നടന്നു വന്നു. കെട്ടഴിച്ച് വിട്ടിട്ട് പ്രസംഗിക്കണ നായേ. സുദേശിന്റെ ആക്രോശം കേട്ട് പ്രിൻസ് അവന്റെ മുഖത്ത് ആഞ്ഞടിച്ചു. അഴിച്ചു വിടാടാ നിന്നെ, കാണട്ടെ നിന്റെ വീരത്വം. പറഞ്ഞതും പ്രിൻസ് കഠാര വീശി കെട്ടുകൾ മുറിഞ്ഞു വീണു. ആ നിമിഷം സുദേശിന്റെ മുഷ്ടി പ്രിൻസിന്റെ നേരെ പാഞ്ഞു വന്നു. ഒഴിഞ്ഞു മാറിയ അയാളുടെ വലതുകാൽ ഒരു മിന്നൽ പോലെ നെഞ്ചിലേറ്റതും സുദേശി തെറിച്ചുപോയി. പെട്ടെന്ന് ഗുണ്ടകൾ അങ്ങോട്ട് ഓടി വന്നുവെങ്കിലും പ്രിൻസ് കൈയെടുത്ത് വിലക്കി. വീണ് കിടക്കുന്ന സുദേശി ചാടി എഴുന്നേറ്റ് അയാൾക്ക് നേരെ കുതിച്ചു. ഓരോ ആക്രമണത്തിൽ നിന്നും പ്രിൻസ് അതിവിദഗ്ധമായി ഒഴിഞ്ഞു മാറിക്കൊണ്ടേയിരുന്നു. നല്ലൊരു അഭ്യാസിയാണ് തന്റെ എതിരാളിയെന്ന് മനസ്സിലാക്കിയ സുദേശ് പൊടുന്നനെ ഇടതുകാലം ഉയർത്തി ആഞ്ഞു തൊഴിച്ചതിനോടൊപ്പം സർവ്വശക്തിയും എടുത്ത് പ്രിൻസിന്റെ നെഞ്ചിൽ ആഞ്ഞിടിച്ചു. അപ്രതീക്ഷിതമായ ഇരട്ട പ്രഹരത്തിൽ നിന്നും പ്രിൻസിന് ഒഴിഞ്ഞു മാറാനായില്ല. തെറിച്ചുപോയി സുരേന്ദ്രനെ കെട്ടിയിട്ടിരുന്ന തൂണിലടിച്ച് മുഖമടിച്ച് താഴെ വീണു. മൂക്കിൽ നിന്നും വായിൽ നിന്നും ചോരയിട്ട് ഇട്ടിരിക്കുന്ന ഷർട്ടിലേക്ക് വീണു. ഒറ്റ കുതിപ്പിന് അടുത്തെത്തിയ സുദേശ് പ്രിൻസിന്റെ മുഖം നോക്കി ആഞ്ഞു തൊഴിച്ചു. എന്നാൽ അതിവേഗം മുന്നോട്ട് ഒഴിഞ്ഞു മാറിയ പ്രിൻസിന്റെ കാലുകൾ സുദേശിന്റെ കണങ്കാലിൽ പതിച്ചു. നിലതെറ്റി അയാൾ താഴെ വീണു. ചാടി ഉയർന്ന പ്രിൻസിന്റെ മുട്ടുകാൽ സുദേശിന്റെ അടിവയറ്റിൽ അമർന്നു. വായിലൂടെ ചോര ചീറ്റിയ സുദേശിന്റെ മുടിയിൽ പിടിച്ചുയർത്തി ദൂരേക്ക് തള്ളി. വേച്ചുപോയ അയാൾ തിരിഞ്ഞു വരുന്നതിന് മുമ്പ് തന്നെ അന്തരീക്ഷത്തിലൂടെ കുതിച്ചു വന്ന പ്രിൻസിന്റെ പുറംകാലുകൊണ്ടുള്ള അടിയിൽ ഭിത്തിയിലേക്ക് തെറിച്ചു വീണു. എഴുന്നേറ്റ് വന്നതും ഒരു ഭ്രാന്തനെ പോലെ വട്ടം കറങ്ങി കൈകൾ കൊണ്ടും കാലുകൾ കൊണ്ടും പ്രിൻസ് അയാളെ ആക്രമിച്ചു. ഒരു പഴുതുപോലും അനുവദിക്കാതെയുള്ള ആക്രമണത്തിൽ സുദേശി തളർന്നു. ശരീരമാസകലം മുറിവേറ്റ് രക്തമൊഴുകിക്കൊണ്ടേയിരുന്നു. പെട്ടെന്ന് തലയ്ക്ക് പിന്നിലേറ്റ ശക്തമായ അടിയിൽ സുദേശി താഴെ വീണു. തല പെരുത്തു കയറും പോലെ കണ്ണിൽ ഇരുട്ട് കയറി. ആ കണ്ണുകൾ പതിയെ അടഞ്ഞു. പ്രിൻസിന്റെയും നമ്പ്യാരുടെയും വർക്കിച്ചന്റെയും അട്ടഹാസം അവിടെയെങ്ങും മുഴങ്ങി. നമ്പ്യാർ റഫീഖിന്റെ അടുത്തേക്ക് നടന്നു. വേണ്ട നമ്പ്യാരെ. വർക്കിച്ചന്റെ ശബ്ദം കേട്ട നമ്പ്യാർ നിന്നു. കാറിന്റെ അടുത്ത് നിന്നും അങ്ങോട്ടേക്ക് നടന്നു വന്ന വർക്കിച്ചൻ തുടർന്നു. അവനെ എനിക്കിതാ, ഞാൻ നോക്കിക്കോളാം. നമ്പ്യാർ ഒന്ന് ചിരിച്ചു. വർക്കിച്ചൻ ജുബയുടെ പോക്കറ്റിൽ നിന്നും പിസ്റ്റൾ എടുത്തു. അതിന്റെ മാഗസിൻ ഊരി നോക്കി. നിറയെ റൗണ്ടുകളുണ്ടെന്ന് തീർച്ചയാക്കിയ മാഗസിൻ തിരികെ ഫിറ്റ് ചെയ്തു. തുടർന്ന് അതിന്റെ ബാരലിൽ ഒന്ന് ചുംബിച്ച് റഫീഖിന്റെ തലയ്ക്ക് നേരെ നീട്ടി. അപ്പോൾ ഗുഡ് ബൈ എസ് പി. ഇതോടെ എല്ലാ പ്രശ്നങ്ങളും തീരുന്നു, എല്ലാ തെളിവുകളും ഇല്ലാതാവുന്നു. വർക്കിച്ചൻ നിർത്തിയത് നമ്പ്യാർ തുടർന്നു. ഈ അണ്ടർഗ്രൗണ്ടിൽ തന്നെ പെട്രോൾ ഒഴിച്ച് കത്തിക്കും നിങ്ങളെ. ചാരം പോലും ഭൂമിയിൽ ബാക്കി വച്ചേക്കില്ല. നാളത്തെ പ്രഭാതം ഞങ്ങൾ മൂവർക്കുമുള്ളതാണ്, അല്ലേ പ്രിൻസേ? അതെ. അടുത്തയാഴ്ച നോട്ടടി തുടങ്ങുന്നതോടെ ഈ കേരളത്തിന് വിലയിട്ട് തുടങ്ങും ഞങ്ങൾ. ഇന്നത്തെ യുവതലമുറയെ ലഹരിക്ക് അടിമയാക്കും ഞങ്ങൾ. മന്ത്രിമാരെയും ഭരണം നടത്തുന്ന ഉദ്യോഗസ്ഥരെയും പണം കൊണ്ട് മൂടും ഞങ്ങൾ. തൊടാനാവില്ല ഒരുത്തരും ഈ മൂവർ സംഘത്തെ. പിന്നെ നീ അന്വേഷിച്ചു വന്ന ആ കാറുണ്ടല്ലോ, എൻ്റെ പ്രിയപ്പെട്ട വെൻഡോ, അത് മുകളിലെ പാർക്കിംഗ് ഗ്രൗണ്ടിൽ കിടപ്പുണ്ട്. എന്നേ പൊളിച്ചു കളയേണ്ടതായിരുന്നു. എനിക്കതിനോടൊരു ഇഷ്ടമുള്ളത് കൊണ്ടാണ് അവിടെ ഇട്ടിരിക്കുന്നത്. അപ്പോൾ കഥകളെല്ലാം അറിഞ്ഞില്ലേ? ഇനി മനസ്സമാധാനത്തോടെ കണ്ണുകളടച്ചോളൂ മിസ്റ്റർ മുഹമ്മദ് റഫീഖ്. റഫീഖിന്റെ മുഖത്ത് പേടി പ്രതീക്ഷിച്ച് അവർ ഒന്ന് പകച്ചു. അദ്ദേഹം പുഞ്ചിരിക്കുന്നു. മരണഭയമില്ലാത്ത മനുഷ്യനോ? വർക്കിച്ചൻ പിസ്റ്റൾ റഫീഖിന്റെ നെറ്റിയിൽ മുട്ടിച്ചു. ചൂണ്ടുവിരൽ ട്രിഗറിൽ തൊട്ടു. പെട്ടെന്നൊരു വെടിശബ്ദം അവിടെ മുഴങ്ങി. അതോടൊപ്പം ഭിത്തിയിടിച്ച് തകർത്ത് ഒരു ലൈലാൻഡ് ലോറി പാർക്കിംഗ് ഗ്രൗണ്ടിൽ നിന്നും അങ്ങോട്ടേക്ക് ചീറി വന്നു. വർക്കിച്ചന്റെ കയ്യിലിരുന്ന പിസ്റ്റൾ തെറിച്ചു. വീണ്ടും ഒരു വെടിശബ്ദം ഉയർന്നു. വർക്കിച്ചന്റെ നെറ്റിയിൽ ഒരു ദ്വാരം പ്രത്യക്ഷപ്പെട്ടു. അതിൽ നിന്നും ചോര ചീറ്റി. ആ ചോര താഴേക്കൊഴുകി അയാളുടെ ജുബയിൽ പടർന്നു. ഒരു നിമിഷം ഒന്നാടിയ വർക്കിച്ചൻ ഒരു ഞെരുക്കത്തോടെ താഴേക്ക് പതിച്ചു. അത് കണ്ട് പ്രിൻസും നമ്പ്യാരും ഭയന്നുപോയി. ആ ലോറി അവർക്ക് മുന്നിൽ അല്പം അകലെയായി വന്ന് ബ്രേക്ക് ഇട്ടു. അതിന്റെ ഡ്രൈവിംഗ് സീറ്റിൽ നിന്നും 6 അടി പൊക്കവും ഒത്ത വണ്ണവുമുള്ള ഒരു മനുഷ്യൻ ചാടിയിറങ്ങി. അയാളുടെ കയ്യിലെ നീട്ടിപ്പിടിച്ച റിവോൾവർ നമ്പ്യാരുടെ നേർക്ക് ചൂണ്ടപ്പെട്ടിരുന്നു. മുഹമ്മദ് റഫീഖിന്റെ ചുണ്ടിൽ നിന്നും ആ പേര് പുറത്തേക്ക് വന്നു. ഇൻസ്പെക്ടർ യതീന്ദ്രൻ. മേലുകാവ് സ്റ്റേഷൻ ഹൗസ് ഓഫീസറായിരുന്ന യതീന്ദ്രൻ. 11-ാം മൈലിലെ അപകടത്തിന്റെ ആദ്യകാല അന്വേഷണ ഉദ്യോഗസ്ഥൻ. അന്വേഷണം പാതി വഴിയിൽ എത്തി നിൽക്കെ തെളിവ് കണ്ടെത്താനായില്ലെന്ന കാരണത്താൽ സ്ഥലം മാറ്റപ്പെട്ട സർക്കിൾ ഇൻസ്പെക്ടർ. ഇപ്പോൾ നാർക്കോട്ടിക് സെല്ലിലെ ഓഫീസർ ഇൻചാർജ്. എന്താണ് സംഭവിക്കുന്നതെന്നറിയാതെ മിഴിച്ചു നിന്ന പ്രിൻസിന്റെയും നമ്പ്യാരുടെയും അടുത്തേക്ക് യതീന്ദ്രൻ നടന്നു വന്നു. വെടിയേറ്റ് തലയോട്ടി പിളർന്ന രക്തത്തിൽ കുളിച്ചു കിടന്ന വർക്കിച്ചനൊന്ന് പിടഞ്ഞു. പിന്നെ ആ ശരീരം നിശ്ചലമായി. ഭയന്ന് സ്തബ്ധരായി നിന്ന ഗുണ്ടകൾ യതീന്ദ്രന്റെ നേർക്ക് പാഞ്ഞു വന്നു. വീണ്ടും ഒരു വെടിപൊട്ടി. ഓടി വന്ന ഗുണ്ടകളിൽ ഒരാൾ ഒരു ആർത്തനാദത്തോടെ താഴേക്ക് വീണു. മറ്റു ഗുണ്ടകൾ തറഞ്ഞു നിന്നുപോയി. പൊടുന്നനെ യതീന്ദ്രൻ മുന്നോട്ട് കുതിച്ചു. ആ ഗുണ്ടകൾക്ക് മുകളിലൂടെ ചാടി ഒന്ന് കരണം മറിഞ്ഞ് നമ്പ്യാർക്ക് സമീപം ലാൻഡ് ചെയ്തു. റിവോൾവറിന്റെ അറ്റം നമ്പ്യാരുടെ വായിലേക്ക് തിരികെ യതീന്ദ്രൻ അലറി. ഡോണ്ട് മൂവ്. ഭയത്താൽ നമ്പ്യാരുടെ കണ്ണുകൾ തുറച്ചു.
നെറ്റിയിൽ വിയർപ്പുകണങ്ങൾ ചാലിട്ടു. പ്രിൻസിൻ്റെയും അവസ്ഥ മറിച്ചായിരുന്നില്ല. എന്ത് ചെയ്യണമെന്നറിയാതെ സ്തംഭിച്ചു പോയിരുന്നു അയാൾ. വെടിയേറ്റ് ചോരക്കളത്തിൽ മരിച്ചു കിടക്കുന്ന വർക്കിച്ചൻ. അല്പം മുമ്പ് വരെ തങ്ങളോടൊത്തുണ്ടായിരുന്ന വർക്കിച്ചൻ്റെ അവസ്ഥ കണ്ട് പ്രിൻസിൻ്റെ ഉള്ളിൽ ഭയത്തിൻ്റെ നാമ്പുകൾ മുട്ടിട്ടു. ജീവിതത്തിൽ ആദ്യമായി മരണഭയം അയാളെ വേട്ടയാടി. തനിക്ക് മുന്നിൽ നിൽക്കുന്നത് ഒരു മനുഷ്യനല്ല, മരണദൂതുമായി വന്ന ചെകുത്താനാണെന്ന് പ്രിൻസിന് തോന്നി. ചെകുത്താൻ, രക്ഷപ്പെടണം, രക്ഷപ്പെട്ടേ പറ്റൂ. പ്രിൻസിൻ്റെ കണ്ണുകൾ ഒരവസരം തേടി. ഈ സമയം യതീന്ദ്രൻ നമ്പ്യാരെ പിന്നോട്ട് നടത്തി റഫീഖിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോവുകയായിരുന്നു. ഒരു നിമിഷം യതീന്ദ്രൻ്റെ ശ്രദ്ധ തിരിഞ്ഞതും ചാടി ഉയർന്ന പ്രിൻസിൻ്റെ വലതുകാൽ ശക്തിയോടെ യതീന്ദ്രനിൽ പതിച്ചു. അയാളുടെ കയ്യിൽ നിന്നും തോക്ക് വഴുതി. നമ്പ്യാരിൽ നിന്നും പിടിവിട്ടു. പിന്നിലേക്ക് വേച്ച നമ്പ്യാർ നിവർന്നു നിന്ന് യതീന്ദ്രനെ ആഞ്ഞു തള്ളി. കാലുകൾ ഇടറി വീഴാനാഞ്ഞ യതീന്ദ്രന്റെ മേൽ വീണ്ടും ഒരിക്കൽ കൂടി പ്രിൻസിന്റെ വലതുകാൽ പതിഞ്ഞു. യതീന്ദ്രൻ തെറിച്ചുപോയി. ഈ ഒരു നിമിഷം മതിയായിരുന്നു പ്രിൻസിന്. അയാൾ മുകളിലത്തെ നില ലക്ഷ്യമാക്കി കുതിച്ചു. തല്ലിക്കൊല്ലടയവന്മാരെ! സ്തംഭിച്ചു നിന്ന ഗുണ്ടകളെ നോക്കി ശേഖരൻ നമ്പ്യാർ അലറി. തുടർന്ന് അയാൾ പ്രിൻസിന്റെ പിന്നാലെ പാഞ്ഞു. നിലത്ത് വീണ യതീന്ദ്രന്റെ നേർക്ക് ഗുണ്ടകൾ പാഞ്ഞെടുത്തു. കിടന്ന കിടപ്പിൽ നിന്ന് കൈകൾ കുത്തി ചാടിയുയർന്ന യതീന്ദ്രന്റെ കാലുകൾ മുന്നിലായി ഓടിവന്ന 2 ഗുണ്ടകൾക്ക് മേൽ പതിച്ചു. അവരുടെ കയ്യിലിരുന്ന വടിവാൾ തെറിച്ചുപോയി. അടിവയറിൽ ശക്തമായി ഇടി കിട്ടിയതോടെ അവർ മുട്ടുകുത്തി തറയിലേക്കിരുന്നു. അവരെ ചാടിക്കിടന്ന് മുന്നോട്ട് കുതിച്ച യതീന്ദ്രന്റെ കൈകാലുകൾ പിന്നാലെ വന്ന ഗുണ്ടകൾക്ക് മേൽ തുരുതുരാ പതിച്ചു. പിടലിയൊടിഞ്ഞും തലയോട്ടിക്ക് ക്ഷതമേറ്റും ഓരോരുത്തരായി വീണുകൊണ്ടേയിരുന്നു. അപ്പോഴേക്കും മുകളിലത്തെ നിലയിലുണ്ടായിരുന്ന ക്രിമിനലുകൾ താഴേക്ക് ഓടിയെത്തി യതീന്ദ്രന്റെ നേർക്ക് ആക്രമണം അഴിച്ചുവിട്ടു. മുട്ടുകുത്തിയിരുന്നും ചാടിയുയർന്നും യതീന്ദ്രൻ അവരെ നേരിട്ടുകൊണ്ടേയിരുന്നു. അധിക സമയം ഈ രീതിയിൽ തുടരാനാവില്ലെന്ന് അദ്ദേഹത്തിന് തോന്നി. ഈ സമയം രക്തത്തിൽ കുളിച്ച ബോധമില്ലാതെ കിടന്ന സുദേശ് പതിയെ കണ്ണുകൾ തുറന്നു. ശരീരമാസകലം ഭയങ്കര വേദന. അവിടെ ഇവിടെയായി രക്തം കട്ട പിടിച്ചിരിക്കുന്നു. സുദേശ് കൈയുയർത്തി മുഖത്തെ രക്തം തുടച്ചു. എന്താണ് സംഭവിച്ചതെന്ന് ഓർക്കാൻ ശ്രമിച്ചു. അപ്പോഴാണ് അത് കണ്ടത്. കുറേയധികം ക്രിമിനൽസുമായി ഒരാൾ പൊരുതുന്നു. കളരി മുറകളിലെ പോലെ വട്ടം കറങ്ങിയും നിലത്തമർത്തും ചാടിയുയർന്നും പ്രതിരോധിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. കുറച്ചപ്പുറത്തായി ഒരു മനുഷ്യനെ തൂണിൽ കെട്ടിയിട്ട നിലയിലും. റഫീഖ് സാർ! പെട്ടെന്ന് സുധീഷിന്റെ മനോമുഖരത്തിൽ എല്ലാം തെളിഞ്ഞു വന്നു. അയാൾ എഴുന്നേൽക്കാൻ ശ്രമിച്ചു. കാലുകൾക്ക് വല്ലാത്ത വേദന, ബലക്കുറവ് പോലെ നടക്കാൻ പറ്റുന്നില്ല. സുദേശ് കൈകൾ നിലത്തുകുത്തി റഫീഖിന്റെ അരികിലേക്ക് ഇഴഞ്ഞു. മുറിവുകൾ വിങ്ങി ചോര ചാലിട്ടതറിയാതെ റഫീഖിനെ കെട്ടിയിട്ട് തൂണിന്റെ അരികിലേക്കെത്തി. താഴെ കിടന്ന വടിവാൾ കയ്യിലെടുത്ത് കെട്ടുകളറുത്തു. പിന്നെ ആ തൂണിലേക്ക് ചാരി. തനിക്ക് നേരെ ചീറി വന്നൊരു കടാരയിൽ നിന്നും ഒഴിഞ്ഞു മാറവേ ആ കടാര വീശിയവൻ വായുവിലൂടെ പറന്നു ചെന്ന് ഭിത്തിയിലിടിച്ച് വീഴുന്നത് യതീന്ദ്രൻ കണ്ടു. അയാൾ തലചരിച്ചു നോക്കി. റഫീഖാണ്. റഫീഖിന്റെ മുഖത്തെ ആ മായാത്ത പുഞ്ചിരി തന്നിൽ ഒരു പ്രത്യേക ഊർജം നിറയ്ക്കുന്നതായി യതീന്ദ്രന് അനുഭവപ്പെട്ടു. അതോടെ അയാളുടെ കൈകാലുകൾ അതിവേഗം പ്രവർത്തിച്ചു. ശക്തരായ 2 യോദ്ധാക്കൾക്ക് മുന്നിൽ ആ ക്രിമിനൽസുകൾ ഓരോരുത്തരായി വീണുകൊണ്ടേയിരുന്നു. എന്നാൽ പാക്കിംഗ് സെക്ഷനിൽ നിന്നും പ്രിൻസിന്റെ ആളുകൾ ഗുണ്ടകളെ സഹായിക്കാനായി എത്തിക്കൊണ്ടേയിരുന്നു. റഫീഖും യതീന്ദ്രനും ഒന്ന് ശ്വാസം വിടാൻ പോലുമുള്ള സമയം കിട്ടാതെ അവരെ നേരിട്ടു. ഇരുവരുടെയും ശരീരത്തിൽ പല ഭാഗത്തായി മുറിവുകൾ ഉണ്ടായതോ അവിടെ നിന്നും രക്തമൊഴുകിയതോ അറിഞ്ഞില്ല. ഈ സമയം പ്രിൻസും നമ്പ്യാരും ഒരു സൂട്ട് കേസുമായി പാർക്കിംഗ് ഗ്രൗണ്ട് വഴിയുള്ള ചരിവിലൂടെ ഓടി സംഘടന നടക്കുന്ന ആ ആളിലേക്കെത്തി. അവിടെ നേരത്തെ കഞ്ചാവ് പാക്ക് ചെയ്തുകൊണ്ടിരുന്ന ആ ഇൻസുലേറ്റഡ് വാനിന്റെ അരികിലെത്തിയതും ഇരുവരും അതിൽ ചാടിക്കയറി. പ്രിൻസിന്റെ കൈവിരലുകളാൽ താക്കോൽ തിരിയപ്പെട്ടു. വാൻ സ്റ്റാർട്ടായി. ഒരു ഇരമ്പലോടെ അത് മുന്നോട്ട് കുതിച്ചതും പൊടുന്നനെ പ്രിൻസിന്റെ കാല് ബ്രേക്കിലമർന്നു. ഒരു കുലുക്കത്തോടെ വാൻ നിന്നു. നമ്പ്യാരുടെ തല മുന്നിലെ ഗ്ലാസ്സിലിടിച്ചു. ഒരു നടുക്കത്തോടെ പ്രിൻസ് ആ കാഴ്ച കണ്ടു. മുന്നിൽ പോലീസ് ജീപ്പ്, പിന്നിൽ നിറയെ പോലീസുകാരുമായി 3 പോലീസ് ബസ്. മറ്റാർക്കും അറിയില്ലെന്ന് തങ്ങൾ കരുതിയ രഹസ്യ വഴിയിലൂടെ ആ വാഹനങ്ങൾ മുന്നോട്ട് വരുന്നു. പോലീസ് ജീപ്പ് പ്രിൻസിന്റെ ഇൻസുലേറ്റഡ് വാനിനെ തൊട്ടില്ല എന്ന മട്ടിൽ ബ്രേക്കിട്ടു. അതിൽ നിന്നും ആയുധധാരികളായ ഓഫീസേഴ്സ് ചാടിയിറങ്ങി. അവർ പ്രിൻസിനെയും നമ്പ്യാരെയും വളഞ്ഞു. പിന്നിലെ ബസ്സിൽ നിന്നും തോക്കു ധരിച്ച പോലീസുകാർ ചാടിയിറങ്ങി. അവർ റഫീഖിന്റെയും യതീന്ദ്രന്റെയും സമീപത്തേക്ക് ഓടി. സിറ്റി പോലീസിന്റെ ബൂട്ടിന്റെ പാടുകൾ ആ എംപ്ലോയ്മെന്റ് ഗുണ്ടകളിൽ പതിഞ്ഞു. അവരുടെ കരുത്തറ്റ കൈകളിൽ ഉണ്ടായിരുന്ന ഒറ്റക്കുഴൽ കനേഡിയൻ റൈഫിളിന്റെ പത്തിയേറ്റ ഗുണ്ടകളെല്ലാം താഴെ വീണു. തൂണിൽ ചാരി അവശനായിരുന്ന സുദേശിന്റെ അടുക്കൽ റഫീഖും സുരേന്ദ്രനും ഓടിയെത്തി. ഇട്ടിരുന്ന ഷർട്ടൂരി റഫീഖ് സുദേശിന്റെ ശരീരത്തിലെ രക്തം പതിയെ തുടച്ചു മാറ്റി. അസഹനീയമായ വേദനയിലും സുദേശ് പുഞ്ചിരിച്ചു. അവരിരുവരും കൂടി സുദേശിനെ തോളിലേക്കിട്ട് ജീപ്പിന്റെ സമീപത്തേക്ക് നടന്നു. എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കണം, ബി ക്വിക്ക്. റഫീഖിന്റെ കൈകളിൽ സുദേശിന്റെ കൈകൾ അമർന്നു. ആ ചുണ്ടിൽ നിന്നും വാക്കുകൾ അടർന്നു. നോ പ്രോബ്ലം സാർ, ഈ മിഷൻ കഴിയട്ടെ. അത് കേട്ട് റഫീഖും യതീന്ദ്രനും പുഞ്ചിരിച്ചു. ഈ സമയം SM ബിൽഡിംഗ്സ് ലേക്ക് വ്യൂവിന്റെ മെയിൻ ഗേറ്റ് ഇടിച്ച് തകർത്ത് അകത്തേക്ക് കയറിയ പോലീസ് ആ ഫ്ളാറ്റ് വളഞ്ഞു കഴിഞ്ഞിരുന്നു. ഓരോ നിലയിലും പോലീസിന്റെ വിശദമായ പരിശോധന നടന്നു. മറഞ്ഞിരുന്ന ക്രിമിനൽസിനെ അറസ്റ്റ് ചെയ്തു.
പല സ്ഥലത്ത് നിന്നായി കോടികൾ വിലമതിക്കുന്ന കഞ്ചാവ് പോലീസ് കണ്ടെടുത്തു. പ്രിൻസും ശേഖരൻ നമ്പ്യാറും പോലീസ് കസ്റ്റഡിയിലായി. 11-ാം മൈലിൽ അപകടമുണ്ടാക്കിയ ഫോക്സ് വാഗൺ ബെൻഡോ കാർ പാർക്കിംഗ് ഗ്രൗണ്ടിൽ നിന്നും പോലീസ് കണ്ടെടുത്തു. യതീന്ദ്രൻ പ്രിൻസിന്റെ മുന്നിലെത്തി. മിസ്റ്റർ പ്രിൻസ്, അതിബുദ്ധി ആപത്താണെന്ന് മനസ്സിലായില്ലേ? പാവപ്പെട്ട 2 കുടുംബങ്ങളുടെ കണ്ണീരിന്റെ ശക്തിയാണിത്. അന്ന് 11-ാം മൈലിലെ അപകടം നടന്നയുടൻ നീ അവരെ ആശുപത്രിയിലാക്കാതിരുന്നത് നിന്റെ തെറ്റ്. അവിടെ മുതൽ നിന്റെ കണക്കുകൾ പിഴച്ചു തുടങ്ങി. പ്രിൻസിന്റെ കണ്ണുകൾ യതീന്ദ്രന്റെ നേർക്ക് തിരിഞ്ഞു. ദയനീയവും സംശയവും ഒരുപാട് ചോദ്യങ്ങളും ആ കണ്ണുകളിൽ തെളിഞ്ഞു നിന്നിരുന്നു. ഞാനിങ്ങനെ ഇവിടെ എത്തിയെന്നാകും നീ ചിന്തിക്കുന്നതല്ലേ? അപകടശേഷം ആ കാർ നിർത്താതെ പോയത് എന്നിൽ സംശയം ജനിപ്പിച്ചിരുന്നു. മറ്റാരും അറിയരുതാത്ത എന്തോ അതിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നുവെന്ന് ഞാൻ ചിന്തിച്ചു. ഈ വിവരം ഞാൻ റഫീഖ് സാറുമായി പങ്കുവച്ചിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഒരു സ്ഥലം മാറ്റം അനിവാര്യമായി വന്നപ്പോൾ എന്നെ കൈവിടാതെ അദ്ദേഹം കൂടെ കൂട്ടിയതും നാർക്കോട്ടിക് സെല്ലിൻ്റെ ചാർജ് തന്നതും. ഒന്ന് നിർത്തി യതീന്ദ്രൻ തുടർന്നു. സുദേശ് സാറ് അന്വേഷണമേറ്റതും അദ്ദേഹത്തോടും ഈ വിവരം പറഞ്ഞിരുന്നു. ആ കാറ് നിന്റേതാണെന്ന് അറിഞ്ഞതു മുതൽ ഞാൻ നിനക്ക് പിന്നാലെ ഉണ്ടായിരുന്നു പ്രിൻസേ. നിന്റെ അവസാന ചരക്ക് ലോറി ആരും അറിയാതെ അടിമാലിയിൽ വെച്ച് ഞാൻ പൊക്കിയിരുന്നു. അവിടെ മുതൽ ആ ലോറിയുടെ ഡ്രൈവർ ഞാനായിരുന്നു. അങ്ങനെ ഇവിടെ എത്തി. അങ്ങനെയാണ് ഈ ഫോഴ്സ് ഞാൻ വിളിച്ചു വരുത്തിയത്. എല്ലാം റഫീഖ് സാറിനും അറിയാമായിരുന്നു. അത് കേട്ട മുഹമ്മദ് റഫീഖ് പുഞ്ചിരിച്ചു. അദ്ദേഹം പറഞ്ഞു, നിന്റെ കേരളത്തിലെ മാനേജർ നോബിൾ അറസ്റ്റിലായത് വഴിത്തിരിവായി. കഞ്ചാവ് ബിസിനസിനെ കുറിച്ചറിഞ്ഞതും നിങ്ങളുടെ ഈ താവളം കണ്ടുപിടിക്കാൻ സഹായിച്ചതും അവനാണ്. വാട്ട്, നോബിൾ? ഓ, അത് നീ അറിഞ്ഞില്ലല്ലോ പ്രിൻസേ. നിന്റെ സാമ്രാജ്യത്തിന്റെ നടത്തിപ്പുകാരൻ ഇപ്പോൾ കേരള പോലീസിന്റെ കൈകളിൽ സുരക്ഷിതം. കൂടെ നിന്റെയും നമ്പ്യാരുടെയും വർക്കിച്ചിന്റെയും സ്ഥാപനങ്ങളും വീടുകളും നാർക്കോട്ടിക് സെല്ലിലെയും വിജിലൻസിലെയും ഉദ്യോഗസ്ഥർ റെയ്ഡ് ചെയ്യുകയാണിപ്പോൾ. അവിടെയുള്ള നിന്റെ ഏജന്റുമാരും ക്രിമിനൽസും അറസ്റ്റിലായി കഴിഞ്ഞു. തീർന്നില്ല, ഇടുക്കിയിലെ നിങ്ങളുടെ കഞ്ചാവ് തോട്ടങ്ങളിലേക്കുള്ള പാതയും തുറന്നു കിട്ടിക്കഴിഞ്ഞു. ഈ രാത്രിയിൽ തന്നെ അതും പോലീസിന്റെ അധീനതയിലാകും. നേരം പുലരുന്നതോടെ നിന്റെ ഈ ലഹരി സാമ്രാജ്യത്തിന് അന്ത്യം വന്നിരിക്കും പ്രിൻസേ. കുടം കൊണ്ട് ഓരോ തലക്കടിച്ചതുപോലെ പ്രിൻസും നമ്പ്യാരും സ്തബ്ധരായി നിന്നു. തങ്ങൾ പൂർണ്ണമായും പിടിക്കപ്പെട്ടു കഴിഞ്ഞെന്ന് അവർക്ക് മനസ്സിലായി. പെട്ടെന്ന് 2 പോലീസുകാർ അങ്ങോട്ട് വന്നു. അവരുടെ കയ്യിൽ രക്തത്തിൽ കുളിച്ച സുരേന്ദ്രന്റെ ജീവനറ്റ ശരീരമുണ്ടായിരുന്നു. അവരാ മൃതശരീരം റഫീഖിന് മുന്നിലായി കിടത്തി. അവിടെയുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥർ തലയിൽ നിന്നും തൊപ്പിയൂരി. സുദേശിന്റെയും യതീന്ദ്രന്റെയും മനസ്സ് വിങ്ങി. കവളിലൂടെ കണ്ണുനീർ ചാലിട്ടു. സുരേന്ദ്രന്റെ അരികിൽ മുട്ടുകുത്തിയിരുന്ന റഫീഖിന്റെ ഹൃദയം പിടച്ചു. ഒരു വിതുമ്പൽ തൊണ്ടക്കുഴിയിൽ വിലങ്ങി. മിഴികൾ നിറഞ്ഞൊരു തുള്ളി അടർന്ന് താഴേക്ക് വീണു. ശരീരമാസകലം വെട്ടേറ്റ് മരിച്ചു കിടക്കുന്ന ആ രൂപം കണ്ട് കണ്ണുകളിൽ തീയാളി. അടുത്ത് കിടന്ന് തിളങ്ങിക്കൊണ്ടിരുന്ന വടിവാളിൽ ശ്രദ്ധ പതിഞ്ഞു. അതിന്റെ പിടിയിൽ കൈ തൊട്ടതും റഫീഖ് പൊടുന്നനെ ചാടി ഉയർന്ന വടിവാൾ വീശി. ദിഗന്ധം നടുങ്ങുമാർ ഒരു നിലവിളി ഉയർന്നു. പ്രിൻസിന്റെ നെഞ്ചിൽ ഒരു വരയുണ്ടായി. അതിൽ നിന്നും ചോര ചീറ്റി. ഒരു ഭ്രാന്തനെ പോലെ അദ്ദേഹം പ്രിൻസിന്റെയും നമ്പ്യാരുടെയും ദേഹത്ത് വടിവാൾ കൊണ്ട് ആഴത്തിൽ വരഞ്ഞു. ചോര കുത്തിയൊഴുകി. ഇരുവരും രക്തത്തിൽ കുളിച്ചു. കയ്യിലിരുന്ന വടിവാൾ ദൂരേക്കെറിഞ്ഞ റഫീഖ് മുന്നോട്ട് നടന്ന് അടുക്കി വച്ചിരുന്ന കറി പൗഡറിൽ ആഞ്ഞു ചവിട്ടി. അതിൽ നിന്നും പുറത്തേക്ക് ചാടിയ കുരുമുളക് പൊടിയുടെ പാക്കറ്റുമായി പ്രിൻസിന്റെയും നമ്പ്യാരുടെയും അടുത്തെത്തി. രക്തമൊഴുകിക്കൊണ്ടിരുന്ന അവരുടെ മുറിവുകളിലേക്ക് പാക്കറ്റ് പൊട്ടിച്ച് കുരുമുളക് പൊടി വിതറി. അസഹ്യമായ വേദനയാൽ അവരിരുവരും അലറി. നല്ല സുഖമല്ലേ നമ്പ്യാരെ? സുരേന്ദ്രനോട് താൻ ചോദിച്ച അതേ ചോദ്യം കേട്ട് നമ്പ്യാർ ചങ്ക് പൊട്ടിക്കരഞ്ഞു. മതി സാർ, എനിക്ക് തന്നേക്കവരെ. യതീന്ദ്രൻ റഫീഖിന്റെ സമീപത്തേക്ക് വന്നു. തുടർന്ന് നമ്പ്യാരുടെ അടിവയറ്റിൽ ആഞ്ചു ചവിട്ടി. നിങ്ങളിനി വേണ്ട നമ്പ്യാരെ, ഇതോടെ തീരണമെല്ലാം. അരുത്, ഇനി ഒന്നും ചെയ്യരുത്. നമ്പ്യാരുടെ വാക്കുകൾക്കൊപ്പം വായിൽ നിന്നും കൊഴുത്ത ചോര പുറത്തേക്ക് തെറിച്ചു. ജയിൽ നിങ്ങൾക്ക് സുഖവാസ കേന്ദ്രമാകും. പണം നിങ്ങൾക്ക് പട്ടുമെത്ത വിരിക്കും. അധികാരസ്ഥാനങ്ങൾ നിങ്ങൾക്ക് വെൺചാമരം വീശും. പേരെടുത്ത അഡ്വക്കേറ്റുമാർ നിങ്ങൾക്ക് ജയിലഴികൾ തുറന്നു തരും. ഇന്നത്തെ തലമുറയും വരാനിരിക്കുന്ന തലമുറയും നിങ്ങളുടെ ലഹരി നുണഞ്ഞ് വെറും കഴുതകളാകും. ഇല്ല നമ്പ്യാരെ, ഇപ്പോൾ ഇത് ചെയ്തില്ലെങ്കിൽ കാലം ഞങ്ങൾക്ക് മാപ്പ് തരില്ല. യതീന്ദ്രന്റെ ഉരുക്കുമുഷ്ടി നമ്പ്യാരുടെ താടിയെല്ല് തകർത്തു. ഒരു മദ്യപാനിയെപ്പോലെ അയാൾ നിന്നാടി. ഇരു കൈകളും ഉപയോഗിച്ചുള്ള മറ്റൊരു താണ്ഡനത്തിൽ നമ്പ്യാർ താഴെ വീണു. വായിൽ നിന്നും മൂക്കിൽ നിന്നും ചോര ചീറ്റി. ഒന്ന് പിടഞ്ഞ നമ്പ്യാരുടെ കൃഷ്ണമണികൾ മേലോട്ട് പറഞ്ഞു. ആ ശരീരം നിശ്ചലമായി. യതീന്ദ്രൻ പ്രിൻസിന്റെ അടുത്തെത്തി. കോടികളുടെ കഞ്ചാവ് ബിസിനസ് നടത്തിയ വമ്പന്മാർ രക്ഷപ്പെടാനുള്ള ശ്രമത്തിന്റെ ഇടെ പോലീസുമായുള്ള ഏറ്റുമുട്ടലിൽ പിടിയിലായി. അല്ല, കൊല്ലപ്പെട്ടു. നാളത്തെ പുലരിയിലെ ചൂടുള്ള വാർത്ത ഇതായിരിക്കും പ്രിൻസേ. പറഞ്ഞതും യതീന്ദ്രൻ പ്രിൻസിന്റെ കൈകൾ കൂട്ടിപ്പിടിച്ചുയർത്തിയതും ആഞ്ഞടിച്ചു. കൈയുടെ എല്ലുകൾ ഒടിയുന്ന ശബ്ദം. ആ സമയം തന്നെ കാൽമുട്ടിലേറ്റ ശക്തമായ ചവിട്ടിൽ പ്രിൻസ് മുട്ടുകുത്തിയിരുന്നു. അതിഭയങ്കരമായ വേദനയിൽ അയാൾ പുളഞ്ഞു. മുടിക്കുള്ളിൽ കൈകോർത്ത് യതീന്ദ്രൻ പ്രിൻസിനെ മുകളിലേക്ക് ഉയർത്തി. പ്രിൻസിന്റെ ഒടിഞ്ഞ കൈകൾ തൂങ്ങിയാടി. റഫീഖ് യതീന്ദ്രന്റെ നീട്ടിപ്പിടിച്ച കൈകളിലേക്ക് പിസ്റ്റൾ വെച്ചു കൊടുത്തു. ഗുഡ് ബൈ രാജകുമാര, ഗുഡ് ബൈ. യതീന്ദ്രൻ പ്രിൻസിന്റെ നെറ്റിയിൽ ബാരൽ മുട്ടിച്ചു. ട്രിഗറിൽ വിരലമർത്തി. നെറ്റിയിൽ ചോര പൂക്കളം വിരിഞ്ഞു. ഒരു ആർത്തനാദത്തോടെ പ്രിൻസ് പിന്നിലേക്ക് വീണ് പിടഞ്ഞു. പതിയെ ആ അനക്കം നിന്നു. റഫീഖ് മുന്നോട്ട് വന്നു.
സുരേന്ദ്രന്റെ ശവശരീരം തൻ്റെ കൈകളിൽ കോരിയെടുത്ത് ജീപ്പിൽ കിടത്തി. സുദേശും യതീന്ദ്രനും ഒപ്പം കയറി. റഫീഖ് ജീപ്പ് മുന്നോട്ടെടുത്തു. ആ രഹസ്യ അറയിൽ നിന്നും ആശുപത്രി ലക്ഷ്യമാക്കി ജീപ്പ് കുതിച്ചു. ഈ സമയം പുറത്ത് പുലരിവട്ടം പരന്നു തുടങ്ങിയിരുന്നു. സർവ്വപാപവും കഴുകിക്കളയാനെന്ന പോലെ മഞ്ഞു പുതച്ച ആ പ്രദേശം അപ്പോഴുണ്ടായ ചാറ്റൽ മഴയേറ്റ് നനഞ്ഞു. ഈറൻ തുളുമ്പി നിന്ന ഇലച്ചാർത്തുകൾ സൂര്യഭഗവാന്റെ സുവർണ കിരണങ്ങളേറ്റ് നിമ്രമുഖിയായി നിന്നു. കഥ നല്ല കഥയായിരുന്നു. ഈ ലഹരി വസ്തുക്കളും നമ്മുടെ തലമുറയെ തന്നെ നശിപ്പിച്ചു കളയും. ഇപ്പോൾ അടുത്ത് തന്നെ കേട്ട എത്രയോ വാർത്തകൾ, മാതാവിനെ കൊന്നു, മാതാവിനെ തലക്കടിച്ചു കൊന്നു, കഴുത്തറുത്തു കൊന്നു, ഇത്രയെത്ര വാർത്തകൾ. ലഹരി വസ്തുക്കളുമായി കുട്ടികളെ പിടിക്കുന്നു. ഒരു തലമുറയെ തന്നെയാണ് നശിപ്പിക്കുന്നത്. ഇതിൽ വിൽക്കുന്നവനെ മാത്രം പിടിച്ചിട്ട് കാര്യമില്ല. ഇത് എവിടെ നിന്ന് തുടങ്ങുന്നു അവിടെ നിന്ന് അടിയോടെ പിഴുതു കളയണം. എന്നാലേ നമ്മുടെ വരും തലമുറ രക്ഷപ്പെടൂ. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? അതല്ലേ അതിൻ്റെ ശരി. വീണ്ടും പുതിയ കഥയുമായി വീണ്ടും വരാൻ. ലവ് യു ഓൾ. ബൈ.